സാധനം പുഷ് ചെയ്യാതെ അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കണം എന്നുള്ള ഒരു പ്രോസസ് ആ ഒരു ഇത് പഠിച്ചത് അവിടെ നിന്നാണ്. അപ്പൊ അങ്കിളാണെങ്കിൽ അങ്കിൾ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു എടാ അവർക്ക് എന്താ വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് കൊടുക്കും, ബാക്കി എല്ലാം വിൽ ഫോളോ ഓൺ പ്ലീസ്. ഓർഗാനിക്കലി നമ്മൾ എവിടെ എത്തും, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും. ഓക്കെ, അതിപ്പോൾ നമ്പേഴ്സിൽ പറയാം, അല്ലെങ്കിൽ റേറ്റിങ്ങിൽ പറയാം, സാറ്റിസ്ഫാക്ഷനിൽ പറയാം, മെട്രിക്സ് നമുക്ക് പറയുമ്പോൾ. പക്ഷെ കസ്റ്റമർ ശരിക്കും മനസ്സിലാക്കി ഒബ്സസ്ഡ് ആയി അവർക്ക് എന്താ മനസ്സിലാക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ പണി നടക്കുന്നതാണ് ബോക്കറിൻ്റെ കീ പേഴ്സൺ. അപ്പോൾ ആളെ വിളിച്ചിട്ട് ഇത് നീ ചെയ്യണം, ഡ്രസ്സിൻ്റെ അതല്ല ഇതിൽ ചെയ്യണം, ഡ്രസ്സാണ് നമുക്ക് ബിൽഡ് ചെയ്യണം, നമ്മളെങ്ങനെയാണോ ചെരുപ്പിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് അപ്പാരലും നമുക്ക് ഗ്രോ ചെയ്യണം. ആളെടുത്ത് ഞാൻ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞാൽ ആദ്യം പോയപ്പം ആളൊരിക്കലും ഇത്ര ടേൺ ഓവർ ചെയ്യണം, ഈ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കണം, ആ രീതിയിലൊന്നുമില്ല എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. പറഞ്ഞ വാക്ക് പാലിക്കണം, നാട്ടുകാർക്ക് നല്ലത് ചെയ്യണം. ട്രാവൽ ജോഗേഴ്സ് ബേസിക്കലി മാർക്കറ്റിൽ ഇല്ലാത്തൊരു സാധനമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇനീഷ്യൽ പുള്ളുകൾ ഉണ്ടാക്കിയത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ഈ 500 രൂപയുടെ ട്രാക്ക് പാൻറ് വെക്കാൻ എളുപ്പമായിരുന്നു. ലിസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പ്ലേസിൽ പോകും, പ്രൈസും ഒക്കെയാണ്, കൺവേർഷൻ വിൽ ബി മച്ച് ഫാസ്റ്റ്, കൺവേർഷൻ ഒക്കെ വളരെ അധികമായിരിക്കും. അതെ, പുള്ളിക്ക് നമ്മളെ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു എന്താ നിങ്ങൾ ബോസിനായിട്ട് പോകാം, നമുക്ക് ഡെസിഷൻ എടുക്കാം. ഞാൻ പറഞ്ഞു ഞാനാണ് ബോസ്. അതെ, ഹലോ ഐ ആം ദ ബോസ്. കാണാൻ അത്ര ലുക്കിൽ നിങ്ങൾ ഇത് തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ ബോർഡ് ഉണ്ട്, അങ്ങനല്ല ഇത് ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ നമ്മൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നത് ബ്ലൂ ടൈഗർ എന്ന ബ്രാൻഡിൻ്റെ കോഫൗണ്ടറിൻ്റെ കൂടെയാണ്. അവനെ പിടിച്ചിരുത്തി ഞങ്ങൾ വല്ല പറ്റിച്ചതാണ്. സംഭവം അവനോട് പറഞ്ഞ് നമുക്ക് നമ്മളെ മീറ്റിംഗ് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ 45 കൂടുതൽ എപ്പിസോഡ്സ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 50 ആയോ? 50 കഴിഞ്ഞ്. അപ്പം ഇവന് നല്ല രാശിയിലെ ചെക്കനാ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഒന്നുകൂടി കൊണ്ടുവരാം, ചിലപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റോ ഈ ഒരു എപ്പിസോഡ് ചെയ്ത് നമ്മളിപ്പോൾ വേറെ ലെവലിലെത്തിക്കാം. അവൻ വലിയ ലെവലിലൊക്കെ എത്തി, അവൻ 2 ബ്രാൻഡൊക്കെ തുടങ്ങിയതിന് ശേഷം. പക്ഷേ നമ്മൾ ബ്രാൻഡും സെറ്റായി. അപ്പം പോയി നോക്കല്ലേ. പിന്നെ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണത് എങ്ങനെയാണ് ഒരു D2C ഫാഷൻ ബ്രാൻഡ് തുടങ്ങുക, എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ചലഞ്ചസ്, എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം, ഓഫ്ലൈൻ എങ്ങനെ, ഓൺലൈൻ എങ്ങനെ, ക്യുക്കമേഴ്സ് എങ്ങനെ, ലൈവ് കമേഴ്സ് എങ്ങനെ, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ നിഹാൽ, വെൽക്കം ബാക്ക് ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംബന്ധിച്ചപ്പേ നമ്മൾ മീറ്റിങ്ങിൻ്റെ പകുതിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ലൈവ് കമേഴ്സ് തൊട്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ആ ജേർണി ഫുള്ള് മാപ്പ് ചെയ്യാം. എവിടെ നിന്നാണ് തുടങ്ങണേ? നമ്മൾ ഫസ്റ്റ് കോണ്ടന്റ് ഷൂട്ട് ചെയ്തത് ആദ്യം വെച്ച് പറയാം. ഷാനിന്നെ ചായ മേടിച്ചരാന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റിന് അവിടെ കൊണ്ടുപോയി അറിയാണ്ട് ഹിഡൻ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇല്ലല്ല, ഫസ്റ്റ് പാർട്ട് ഇല്ലല്ലോ, സെക്കൻഡ് പാർട്ടിൽ ക്യാമറ നമ്മൾ വളരെ വിസിബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ തുടക്കത്തിനും പിന്നെ ഷാൻ അത് തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കുറേ കോമിലുള്ള ആളുകൾ വന്നിട്ട് ഓരോ പോഡ്കാസ്റ്റ് എടുക്കും. എനിക്കും കുറേ എന്ത് കിട്ടിയിട്ടുണ്ട്, നോളജ് ആയിക്കോട്ടെ, ഇൻസൈറ്റ്സ് ആയിക്കോട്ടെ. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം. പക്ഷെ ഒരാൾ വീണ്ടും പറഞ്ഞ് അതിന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പം നമുക്കതൊരു എന്താ ഇപ്പോൾ പറയുക, ഒന്നും കൂടെ വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ഇതിൽ നമുക്കും കുറേ ഇൻസൈറ്റ്സ് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ടീമും നിങ്ങളെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളെ പൊക്കൽ നിർത്തിക്കോ. കഥ പറയട്ടെ, എവിടുന്നാണ് പരിപാടിയാണ് തുടങ്ങുന്നത്? ബ്ലൂ ടൈഗർ എവിടെ തുടങ്ങണേ? ബ്ലൂ ടൈഗർ ഷാൻ അറിയാലോ. ഷാനും ഇനീഷ്യലി നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഹാരിസിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാകുമ്പോൾ. ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊറോണ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഉടനെയാണ് എനിക്ക് തോന്നുന്നു ഒരു മാസം തരുന്നതിൻ്റെ മുന്നേ ലോക്ക്ഡൗൺ വന്നു, കോവിഡ് വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻവെൻട്രി പ്ലാനിങ്ങും ആളുകളെ ഹയർ ചെയ്യലും ടീമും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ ആയി. നമ്മുടെ അടുത്തുള്ളത് ഇൻവെൻട്രി നമ്മൾ ബിൽഡ് ചെയ്ത് പ്രോഡക്റ്റ് കൊണ്ടുവന്ന എല്ലാം ഷർട്ടും ഡെനിം, കാർഗോസ്, ട്രൗസേഴ്സ്, ഫോർമൽ പാൻസ് ഒക്കെ വർക്ക് ഫ്രം ഹോമിൽ എന്തിനാവശ്യം. അപ്പൊ ബേസിക്കലി ഒരു ഫാഷൻ ബ്രാൻഡ് ആയിട്ടാണ് ബ്ലൂ ടൈഗർ തുടങ്ങിയത്, സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
അപ്പോൾ ആ സമയത്തിന് ഇപ്പം ബ്ലൂടേക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് ഫോണ്ടറുടെ ബാക്ക്ഗ്രൗണ്ട് രണ്ടതാണ്. അപ്പം എനിക്കൊന്ന് ആ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് പറയാം. അതായത് എവിടെ നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ്, ഹൗ ഈസ് ബ്ലൂടേക്ക്? ഷുവർ. നിങ്ങൾക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പെയ്ഡ് മാർക്കറ്റിംഗ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും, SEO ചെയ്യുന്നുണ്ടാവും, വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യണ്ടേ? വാട്സാപ്പ് മാർക്കറ്റിംഗിൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണ്ടേ? ഓട്ടോമേറ്റ് ചെയ്യേണ്ട വാട്സാപ്പിൽ? ഇതിനുള്ള ടൂളാണ് സോക്കോ. സോക്കോ ആണ് ഇന്നത്തെ സ്പോൺസർ. ഇകോം മാഫിയ എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഡീറ്റെയിൽസ് താഴെ ഉണ്ട്. സോ ഞാൻ വരുന്നത് ഒരു 10-40 വർഷമായിട്ട് ചെരുപ്പ് ഫുട്വെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. അപ്പം ഫാമിലിക്ക് പേരില്ലേ? അത് നമ്മൾ VKC ചെരുപ്പ്, വല്യുപ്പ, അങ്കിൾമാർ, ഉപ്പ എല്ലാവരും ചെരുപ്പിൻ്റെ ബിസിനസ്സിൽ തന്നെയായിരുന്നു ലാസ്റ്റ് ഒരു 10-40 വർഷമായിട്ട്. അപ്പം നമ്മൾ ചെറുപ്പത്തിലെ ഈ ബിസിനസ്സും കാര്യങ്ങളും, ഇപ്പം ഞാൻ ശരിക്കും പറയാം, മറ്റേ ഡൈനിങ് ടേബിളിലൊക്കെ ചെരുപ്പിൻ്റെ സാമ്പിളൊക്കെ ഉണ്ടാവും. അതെ, ചെരുപ്പ് ടേബിളിൽ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ സാമ്പിൾ എല്ലായിടത്തും ഉണ്ടാവും. ഉപ്പൊക്കെ വീട് മൊത്തം ചെരുപ്പായിരിക്കും. ഉപ്പൊക്കെ എവിടെയെങ്കിലും പോയി വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണല്ലോ ഇൻഡസ്ട്രീൻ്റെ. അപ്പോൾ അവർ പുറത്തൊക്കെ ചൈനയ്ക്കും ഇറ്റലിക്കൊക്കെ പോയി വരുമ്പോഴൊക്കെ അങ്കിൾമാരൊക്കെ ഇറ്റലിയിൽ നിന്നൊക്കെ വരുമ്പം നമ്മൾ വിചാരിക്കും ചെരുപ്പിൽ കുറേ മുട്ടായും ടോയ്സ് ഒക്കെ ആയിരിക്കുമല്ലോ, പക്ഷെ അത് ഫുള്ളും ചെരുപ്പ്. അതും രണ്ടുണ്ടാവില്ല, ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ പല ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ അതിൽ തന്നെ കിടക്കാനും പറ്റൂല അല്ലേ? അത് ഒരു പേരല്ലേ കിട്ടുള്ളൂ. അപ്പം ആ രീതിയിൽ നമുക്ക് ചെറുപ്പത്തിലെ ആ ഒരു എന്താ പറയുക എക്സ്പോഷർ ഉണ്ടായിരുന്നു, എന്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഫാമിലിയിൽ ഇവർ ചെയ്യുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു 2-3 ക്ലാസ്സിൽ മുതലേ നമുക്കിങ്ങനെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവാർഡ് കൊടുക്കുന്നു, അടുത്ത ഇയറിലെ ഗോള് പറയുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെറുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻപുട്സ് കിട്ടുന്നുണ്ട്, എക്സ്പോഷർ കിട്ടുന്നത്. വളരെ ചിലപ്പം ഫുള്ളി മനസ്സിലായിക്കൊള്ളുന്നില്ല, സബ് കോൺഷ്യസ് ആണ്. അതെ. പക്ഷെ പതുക്കെ എന്താന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ ആലോചിച്ചിരുന്നു ഉപ്പ ഇങ്ങനെ പോകുന്നു, അങ്ങ് പോകുന്നു, ഓഫീസിൽ പോകുന്നു, വരുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ മനസ്സിലാവും ഇതിൻ്റെ ബാക്കിലുള്ള ഹാർഡ് വർക്കും എത്രത്തോളം എഫേർട്ട് ഇവർ ഇടുന്നുണ്ടെന്നും. അവർ വരുന്നു രാത്രി 2 മണിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം 9 മണിക്ക് തന്നെ അവർ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് പിന്നെ അഭിഷേക് ബച്ചന്റെ ഗുരു ആണ് ഓർമ്മ വന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞപ്പോ ഗുരു ഹം ഇത്നാ കരേങ്കെ എന്ന് പറയലുണ്ടല്ലോ. ഓക്കെ, അല്ല അതിലും കുറെ നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം ചെരുപ്പ് ലാസ്റ്റ് വർഷം ഇത്രയും വർഷമായിട്ട് നല്ലപോലെ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ പോകുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നമ്മളാണ് നമ്പർ 1 ഫുട്വെയർ ബ്രാൻഡ്. അത് VKC ആണോ അല്ലെങ്കിൽ വോക്കറും ആണോ? രണ്ടും. നമ്മളിപ്പോൾ ഇത് 2 ബ്രാൻഡാണ്. അപ്പം പാൻ ഇന്ത്യ VKC ഉണ്ട്, വോക്കറും ഉണ്ട്. അപ്പം നോർത്തിലും വി ആർ ഗ്രോയിങ് മച്ച് ഫാസ്റ്റർ. അപ്പോൾ വോക്കറുവിൻ്റെ ഒരു അപ്പാരൽ ബ്രാൻഡാണ് ബ്ലൂ ടൈഗർ. അപ്പം ചെരുപ്പിൽ നമ്മൾ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് പ്രോഡക്ട്സും ഡിവിഷൻസും വേണം. അതായത് ചെരുപ്പിൽ VKC അല്ല, വോക്കറു ആണെങ്കിലും ചെരുപ്പ് തന്നെയാണ്. ചെരുപ്പ് തന്നെയാണ്, ഷൂസും എല്ലാം ഉണ്ട്. ചെരുപ്പിലുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അപ്പാരലിലോട്ടൊരു എൻട്രി എന്നുള്ള രീതിയിലാണ് ബ്ലൂ ടൈഗർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാക്ക് കമ്പനി ഉണ്ട്, സ്ട്രാബോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ബാക്ക് പാക്സും റക്സാക്സ്, നമ്മുടെ ട്രക്കിംഗ് ബാഗൊക്കെ ഇല്ലേ, പിന്നെ ലഗേജസ്, അതൊക്കെയാണ് സ്ട്രാബോയിൽ ചെയ്യുന്നത്. ബ്ലൂ ടൈഗർ ഡ്രസ്സ് മാത്രം. ഇപ്പം ബ്ലൂ ടൈഗർ ചെരുപ്പും ഉണ്ട്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഡ്രസ്സിലാണ്, ക്ലോത്തിങ്. അപ്പോൾ നമ്മൾ ഈ കോവിഡിലാണ് നമ്മൾ ബ്ലൂ ടൈഗർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എങ്ങനെയായിരുന്നു നിന്നെ അങ്ങോട്ട് വലിച്ചു പറിച്ചു? ഞാൻ ആ സമയത്ത് മാസ്റ്റേഴ്സ് പഠിക്കാൻ ലണ്ടനിലേനി. അപ്പോൾ ബ്രാൻഡ് മാനേജ്മെന്റ് പഠിച്ച് കുറച്ചും കൂടെ താല്പര്യം ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, കൺസ്യൂമർ ബിഹേവിയർ ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ MBA ജനറൽ സാധനം ആയതുകൊണ്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടുപിടിച്ച് ആ പ്രോഗ്രാം കണ്ടുപിടിച്ച് അതിൻ്റെ മൊഡ്യൂൾസൊക്കെ എക്സ്പ്ലോർ ചെയ്തു. കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഇനി അണ്ടർ ഗ്രാഡ്സോട് കൂടെ നിർത്തി പണിക്ക് പോകാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടു, അത് ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടിപ്പിക്കൽ ഫാമിലി ബിസിനസ്സിനാണ് വരുന്നത്. അതെന്നായിരുന്നു മനസ്സിലുള്ളതും. ചെരുപ്പ് തന്നെ ചെയ്യും എന്നുള്ളതിൽ തന്നെയാണ്. അവിടെ പോകുമ്പോഴും ചെരുപ്പിനെ കുറിച്ച് എന്തൊക്കെ ആൾക്കാർ ഇടുന്നത്, ഏതൊക്കെ ഷൂ ഇടുന്നത്. അപ്പോൾ അവിടുത്തെ വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടാവില്ല, ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഹോക്ക, ഓൺ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടു. കാലുമലാണ് നോട്ടം. അതെ, സത്യം.
ഇപ്പം പിന്നെ ഡ്രസ്സും വെക്കായി ഇപ്പം എല്ലാം കൂടി ഇങ്ങനെ താഴത്തുനിന്ന് തുടങ്ങി മുകൾക്ക് എത്തേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് എൻ്റെ മെൻറ്ററും ഇപ്പോഴത്തെ നമ്മൾ എന്താ പറയുക എല്ലാം എൻ്റെ അങ്കിളാണ്, നൗഷാദ് ബോക്കറുവിൻ്റെ കീ പേഴ്സൺ. അപ്പോൾ ആളെ വിളിച്ചിട്ട് ഇത് നീ ചെയ്യണം, ഡ്രസ്സിൻ്റെ അതല്ല ഇതിൽ ചെയ്യണം, ഡ്രസ്സാണ് നമുക്ക് ബിൽഡ് ചെയ്യണം, നമ്മൾ എങ്ങനെയാണോ ചെരുപ്പിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് അപ്പാരലും നമുക്ക് ഗ്രോ ചെയ്യണം. അപ്പോൾ ഒരു ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പോലെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഡ്രസ്സും ഇത്രയും കാലം ചെരുപ്പാണ് ആലോചിച്ച് കണ്ടതും പഠിച്ചതും ഒക്കെ ചെരുപ്പായിരുന്നു. അതെ അല്ല ആ ഒരു ഇതിൻ്റെ മുന്നേ ഞാൻ ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പാട്ട് മിസ് ചെയ്ത്. അണ്ടർഗ്രാഡ്സ് പഠിച്ചതൊക്കെ കൊച്ചിയിലായിരുന്നു, രാജഗിരിയിൽ BBA. ഓക്കെ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് മാസ്റ്റേഴ്സിലോട്ട് പോകാൻ എനിക്കങ്ങനെ MBA ചെയ്യണമെന്ന് അങ്ങനെ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചു, നാട്ടിലാവുമ്പോൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഓഫീസിൽ പോലും അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞില്ല. കോയമ്പത്തൂരിലോട്ട് അങ്കിളിൻ്റെ അടുത്ത് അതെ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് പോയപ്പോൾ അങ്കിൾ പറഞ്ഞു നീ ആദ്യം സെയിൽസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വെരി ഗുഡ്, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഓഫീസിലൊക്കെ ഇരുന്ന് കുറച്ചിങ്ങനെ 9 മണിക്ക് കയറി 5 മണിക്ക് ഇറങ്ങി ബാക്കി നമ്മൾ പരിപാടികളായിട്ട് നടക്കാമെന്ന്. അപ്പം സെയിൽസിൽ എനിക്ക് തന്ന റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ടെറിട്ടറി, അതായത് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ, അതിൽ വിമൻസ് കാറ്റഗറി ചെരുപ്പുണ്ടല്ലോ, വിമൻസ് കാറ്റഗറിയിൽ നമുക്ക് ഇത്ര ഗ്രോത്ത് ഉണ്ടാക്കണം. അപ്പോൾ പോയി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മീറ്റ് ചെയ്യുക, റീറ്റെയിലേഴ്സിനെ മീറ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് എന്താണ് വിൽക്കുന്നത്, എന്താ വിൽക്കാത്തത്, അതാണല്ലോ ആദ്യം നോക്കേണ്ടത്. കറക്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ശരിക്കും പ്യുവർ മാർക്കറ്റിംഗ്, കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട് ആ സാധനങ്ങൾ നമുക്ക് NPD-ലോട്ട് ഇൻപുട്ട് കൊടുത്ത് അത് ഇറക്കി ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് കമ്പനിയിൽ ന്യൂ പ്രോഡക്റ്റ് NPD എന്ന് പറഞ്ഞൊരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ ഗൈസ് ഹൂ മേക്ക് ദി പ്രോഡക്റ്റ്. അതായത് ഐഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയേഷനും അവർ ചെയ്യും, ഫൈനൽ മാനുഫാക്ചർ ചെയ്ത സാധനം പുറത്തിറക്കി അതിന് വീണ്ടും റിവ്യൂ ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ട റോള് ഇവരുതാണ്. ഓക്കെ. അപ്പം NPD, PMT അങ്ങനെ ഓരോരോ ഡിവിഷൻസ് ഉണ്ടാവും. അപ്പം ഞാനുള്ളത് കേരള സെയിൽസിലായിരുന്നു, നോർത്ത് കേരളയിൽ. ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും റീറ്റെയിലേഴ്സിനും ഒക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ബാഗിലൊക്കെ ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ ലാപ്പൊക്കെ എടുത്ത് സെറ്റപ്പ് ആയിട്ട് HP ഒക്കെ ആയിട്ടായിരുന്നു പോയത്. പക്ഷെ ലാപ്പൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഫുൾ ചെരുപ്പ് കയറ്റി. ലാപ്പൊന്നും ഇനി വേണ്ട, ലാപ്പ് അന്നെ ഓഫീസിൽ ഇരുത്തില്ല. ഞാൻ ലാപ്പൊക്കെ എടുത്ത് നല്ല ഷർട്ട് ഇതൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അങ്കിളുടെ ശരിക്കും കാണാം. അതെ ആളാണ് കാണില്ല, കാരണം സെയിൽസിലേക്ക് ഇറക്കാന്ന് പറഞ്ഞ ഹീനോസ് അല്ല, ആളാണ് എന്നെ കറക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ അവർ എന്താ ചെയ്യേണ്ടതെന്നും ഏതൊരു ഗൈഡൻസും ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം കംപ്ലീറ്റ് ഹിസ് മൈ മെൻറ്റർ, അങ്കിൾ, ബോസ്, എവറിത്തിങ്. അപ്പം ആ രീതിയിൽ എന്നെ വിട്ടു. അപ്പം ഞാൻ ആദ്യം പോയിട്ട് നമുക്ക് എന്താ റിയാലിറ്റി ചെക്ക് ഇല്ലല്ലോ, ഇതിങ്ങനെ വെക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, എന്താ നടക്കുന്നത്. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുറേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി മാറിയാ, അവരെ കല്യാണത്തിന് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നു, അവര് പോകുന്നു. ശരിക്കൊരു അങ്ങനത്തെ ഒരു ബന്ധം കുടുംബക്കാരെ പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ബന്ധങ്ങളെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു കൾച്ചറാണ് നമുക്ക് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതും കമ്പനിയിൽ കണ്ടിട്ടുള്ളതും. ടീമിൻ്റെ പരിപാടിക്ക് പോലും അത് എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ കുറേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എന്നെ അറിയാം, ചിലവർക്ക് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ലാപ്പൊക്കെ എടുത്ത് ഒഴിവാക്കി ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ സ്കൂട്ടർ രാമനാട്ടർ വെച്ചിട്ട് KSRTC എടുക്കും. ഇതിപ്പോ മറ്റേ രൺബീർ കപൂർ വേക്കപ്പ് സിദ്ധില് പോണ ഒരു ഫീലാണ്. അങ്ങനൊന്നും പറഞ്ഞിടാ. അതായത് ശരിക്കും ആ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് കാസർഗോഡ് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 20-25 ദിവസം ഉണ്ടാവും. ഇടയിൽ നമുക്ക് ബ്രേക്ക് എടുത്ത്, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമല്ലോ, അപ്പോൾ കാസർഗോഡ് റൂം എടുത്ത് നിന്ന് അവിടുത്തെ 1-2-3 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരായിട്ട് പോകും. എന്നിട്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യും. എന്നിട്ട് അവരെ അണ്ടറിലുള്ള ഒരു 4-5 റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് മനസ്സിലാക്കും, നമ്മളെ കയ്യിലുള്ള സാമ്പിൾസ് കാണിക്കും, ഓൾറെഡി അവരുടെ അടുത്തുള്ള പ്രോഡക്ട്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കും. അപ്പം ഈ പറഞ്ഞ പോലെ അറിയുന്ന ആളുകളാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എല്ലാ നെഗറ്റീവ്സ് ഒന്നും പറയില്ല. പക്ഷെ അറിയാത്ത ആൾക്കാർ എനിക്ക് നല്ല നല്ല ഇൻപുട്ട് തന്നു തുടങ്ങി. എങ്ങനെ ഇതാണ് പ്രശ്നം, ഇത് ഇങ്ങനെ ആക്കണം, ഈ കളർ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഈ പാക്കേജിങ് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ. അപ്പോൾ അവർ ക്യൂരിയസ്, അത് എന്താണ് എങ്ങനെ കാണാം. അത് കേട്ട് ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ വരായിരിക്കും, ഇതിങ്ങനെ കണ്ട് പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞു. പക്ഷേ ഇവൻച്വലി അത് ഓരോ ഇൻപുട്സും എടുത്ത് മനസ്സിലാക്കി
അപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റ് ചെയ്യും, റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോകും, സാമ്പിൾ കാണിക്കും, അവിടെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് നന്നായിട്ട് വെക്കുന്നത്, ഏത് പ്രൈസ് പോയിന്റ് ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കാസർഗോഡ് പോകും, പിന്നെ കണ്ണൂർ പോയി മാർക്കറ്റിൽ പഠിക്കും, കോഴിക്കോടാകുമ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ പോയിട്ട് പഠിക്കും, മലപ്പുറം തൃശ്ശൂർ വരെ നമ്മൾ എന്ത് ചെയ്തു. ഞാനൊരു 1.5 വർഷത്തോളം ഇതന്നെയായിരുന്നു പണി. ഇത് ചെയ്തു. പക്ഷേ അതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു വേറെ എവിടുന്ന് എനിക്ക് കിട്ടില്ല. എന്താണ് റിയാലിറ്റി മനസ്സിലാക്കി, എങ്ങനെ റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാം, ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പക്കാ സെയിൽസ് ആണുള്ളത്, സെയിൽസും മാർക്കറ്റിങ്ങും. ഇതിൻ്റെ അത് കുറച്ചും കൂടി ഒരു മീൻസ് അങ്ങനെ സെല്ല് ചെയ്യണമല്ല, പക്ഷെ സെല്ല് ചെയ്യാതെ സെല്ല് ചെയ്യാണ്. അതെ, അത് കുറച്ചും കൂടി റിലേഷൻഷിപ്സ് ഉള്ള സാധനം പുഷ് ചെയ്യാതെ അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്. ആ ഒരു ഇത് പഠിച്ചത് അവിടെ നിന്നാണ്. അപ്പൊ അങ്കിളാണെങ്കിൽ അങ്കിൾ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അവർക്ക് എന്താ വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് കൊടുക്കും, ബാക്കി എല്ലാം വിൽ ഫോളോ ഓൺ പ്ലീസ്. ഓർഗാനിക്കലി നമ്മൾ എവിടെ എത്തും, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും. ഓക്കെ, അതിപ്പോ നമ്പേഴ്സിൽ പറയാം, അല്ലെങ്കിൽ റേറ്റിംഗിൽ പറയാം, സാറ്റിസ്ഫാക്ഷനിൽ പറയാം, മെട്രിക്സ് നമുക്ക് പറയുമ്പോൾ. പക്ഷെ കസ്റ്റമർ ശരിക്കും മനസ്സിലാക്കി ഒബ്സസ്ഡ് ആയി അവർക്ക് എന്താ മനസ്സിലാക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ പണി നടക്കുന്നതാണ്, കാര്യം നടക്കും. അന്നേ പറഞ്ഞു നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ശരിക്കും പോയി ഇന്ററാക്ട് ചെയ്തു. ഇനി ഞാൻ തീരുമാനിച്ചു നൗഷാദക്കനെ അതിനകത്ത് കൊണ്ടുപോകേണ്ട കാര്യം. അപ്പം നൗഷാദക്കനെ നൗഷാദക്കനെ ഇതിന് കൊണ്ടുപോകുന്നേ പറ്റൂ, കുറെ പഠിക്കാണ്ട്. എപ്പോഴൊന്ന് സെറ്റാക്കി തരാം. എന്തായാലും ഞാൻ പറയുന്നുണ്ട്, മൂപ്പരെ കിട്ടാനാണ്. മൂപ്പര് കുറേ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നതിലും ബിസിനസ്സിന് പുറമെ കുറേ ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളും കുറേ ചെയ്യുന്നതിലും ആ ഒരു ഇതിലാണ് ആളിപ്പം. ഈ ഉരുളാതെ ആളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടോ? ആളെന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ ബിസിനസ് മാത്രമല്ല, അത് വോക്കറും മാത്രമല്ല, ആളിപ്പം ഇന്ത്യൻ ഫുട്വെയർ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അപ്പം മോർ ദാൻ ആള് ബിസിനസ് മാത്രമല്ല, ഒരു നേഷൻ ബിൽഡിങ്ങിന്റെ കൂടി പരിപാടിയിലാണ്. സിഫി എന്ന് പറയും. അപ്പൊ സിഫിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ആൾ ഇൻഡസ്ട്രീനെ നമ്മൾ എക്സ്പോർട്സ് എങ്ങനെ കൂട്ടാൻ പറ്റും, ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രി ഇഷ്യൂസിലൊക്കെ. അപ്പൊ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആളെ ഇപ്പൊ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലാണ്. കമ്മ്യൂണിറ്റിയിൽ അവരെ എങ്ങനെ കുറച്ചും കൂടി ഇൻഡസ്ട്രീനെ നമ്മൾ പൊക്കാം, ചൈന പോലെ വേൾഡ് ഫാക്ടറീസിന്റെ ഇന്ത്യയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇവിടുത്തെ ഇൻഡസ്ട്രീനെ ഇനിയും എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള പരിപാടിയിലാണ്. ഓക്കെ, എന്നാലും നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞതാണിത്. ഓക്കെ, അപ്പൊ കാസർഗോഡ് തൊട്ട് തൃശ്ശൂർ വരെ 1.5 കൊല്ലം സെയിൽസ് പഠിച്ചു. ഈ സെയിൽസിൽ ഞാൻ പറയാൻ കാരണം, സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് വിൽക്കാം എന്നുള്ളതല്ല ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും എന്താണ് കൺസ്യൂമറിന് വേണ്ടത്, എന്താണ് അവരുടെ പ്രോബ്ലം, എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, വെക്കാം. അപ്പോൾ നമ്മൾ ഈ കൺവിൻസിങ്ങും അല്ലെങ്കിൽ അതിലും ഇതിലും കുറേ എഫേർട്ട് ഉണ്ടെങ്കിൽ വരാം. അവർക്ക് വേണ്ട സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധനം വിൽക്കും, ബ്രാൻഡ് ബിൽഡാവും, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവും. അവിടുന്ന് പഠിച്ച് അല്ല, ഇതിനകത്ത് എനിക്ക് വേറൊരു അത്ഭുതമല്ലേ, MBA ഒക്കെ UK പോയി ചെയ്ത് പിന്നെ വന്ന് ഓഫീസിൽ നമുക്ക് AC ഇരിക്കാം എന്നല്ലല്ലോ സംഭവിച്ചേ, അല്ലല്ലോ, നേരെ പുറത്തേക്ക് എടുത്തി. അപ്പം ആ സമയത്ത് ഒരു ഇത് എനിക്ക് ശരിയാവൂല എന്താ, പിന്നെ നേരെ അങ്ങോട്ട് ഇറങ്ങിയോ, അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് എ പ്രോബ്ലം ആക്ച്വലി എൻറ്ററിങ് ഇറ്റ് ആ സമയത്ത്? സാധാരണ അങ്ങനെയാണ്, ഞാൻ MBA കഴിഞ്ഞവരൊന്നും മാർക്കറ്റിലേക്ക് ഇറങ്ങൂല, ദേ വിൽ സിറ്റ് ഇൻ ഓഫീസ്. അതിനുണ്ടോ? ഞാൻ കണ്ടിട്ട് കുറെ UK MBAs ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, കാരണം ഞാൻ ഈ ആദ്യം ഇത് ചെയ്തത് കൊണ്ടാണോ അറിയില്ല, നമ്മളിപ്പം പറഞ്ഞ ഒരു ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളും കമ്പനിയിൽ കുറേ വരുന്ന ആളുകൾ അവരെല്ലാവരും പറയുന്നത് ഇപ്പം HUL യൂണിലിവറിലും നെസ്ലയിലും ഒക്കെ പ്ലേസ്ഡ് ആവുന്ന IM ഗ്രാജുവേറ്റ്സ് വരെ, PGDM കഴിഞ്ഞ് വരുന്ന ഗ്രാജുവേറ്റ്സ് വരെ ആദ്യം പോകുന്നത് മാർക്കറ്റിലോട്ടാണ്. ചിലപ്പം ബീഹാറിലെ ഒരു സെക്ടർ ആയിരിക്കും അവർക്ക് ആദ്യം കിട്ടുക. കാരണം ഇവരെ കൺസ്യൂമറിനും ഡിസ്ട്രിബ്യൂഷനും ഈ ഗ്രൗണ്ടിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലാണ്ട് ഇതെങ്ങനെ ഓഫീസിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അപ്പോൾ ആ കൾച്ചറൽ പ്രശ്നമാണോ? അതായത് പിന്നെ നമ്മൾ MBA പോയി കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലിരിക്കും, ആ ഒരു പ്രശ്നമാണ്. കാരണം ഓക്കെ, എൻ്റെ അങ്കിൾ പറഞ്ഞാൽ തന്നെ പറയാം, MBAൻ്റെ ഫുൾ ഫോം മൂപ്പരിട്ടൊരു മന്ദബുദ്ധി അസോസിയേഷൻ. ശരി, മേ ബി അങ്ങനത്തെ MBAs ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുക. അല്ലല്ല, ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈനാൻസ് പോലും, ഞാൻ പറയുന്നത് ഫൈനാൻസിൻ്റെ ഇപ്പോൾ ഒരു MBA ഗ്രാജുവേറ്റ് ആണ്,
ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന പോലെ ഞാൻ പറയല് ഇതിലൊന്നും മാർക്കറ്റിലൊന്നും ഇറങ്ങണം എന്നോ. കളക്ഷന് വേണം. അതെ, നമ്മൾ ഫൈനാൻസിൽ ഇത്ര ടാർഗറ്റ് കൊടുത്ത് എബിറ്റ് എത്ര വേണം, എൻ്റെ ക്യാഷ് ഫ്ലോ എത്ര വേണം, ഇത് എന്താ പ്രശ്നം എന്ന് സെയിൽസ് ടീം ത്രൂ അറിയുന്നതിൽ പകരം അവർ ഒരു അറ്റ്ലീസ്റ്റ് 1-2 ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് യൂണിലിവർ ആണോ അതോ വേറെ ഏതോ കമ്പനി അറിയില്ല, ഇവർക്ക് ഭാരത് ദർശൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഏത് സീനിയർ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ കമ്പനിയിൽ, പുള്ളി മാസത്തിൽ 1-2 ദിവസം എവിടെ പോകണം, മാർക്കറ്റിൽ പോകണം. അത് ഏത് സീനിയർ ആളായിക്കോട്ടെ, CEO ആയിക്കോട്ടെ, CTO, അവർ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും ഇപ്പോഴും. ഞാൻ പറയുന്നത് പണ്ടൊന്നുമല്ല കേട്ടോ. അപ്പൊ അവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓഫീസിൽ കയറി ഇരുന്നിട്ട് എന്താ ചെയ്യുക? ഇതൊന്നും ഞാൻ പഠിച്ചില്ലല്ലോ. അപ്പം നിങ്ങൾ ഏത് പിന്നെ ഇതിലാ MBA ചെയ്ത്? ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ബ്രാൻഡ് മാനേജ്മെന്റാണ് ചെയ്തിട്ടുള്ളത്. ഏത് കോളേജിൽ? ബ്രുനേൽ യൂണിവേഴ്സിറ്റി. ഏതാ? ബ്രുനേൽ യൂണിവേഴ്സിറ്റി, ലണ്ടനിൽ. അപ്പോൾ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ +1 പഠിച്ച് BBA പഠിച്ച് അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും എക്സാംസ് ഇല്ല. ഇപ്പോൾ UK MBAയിൽ പലപ്പോഴും പല പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ നമുക്ക് തരുന്നത് അസൈൻമെൻറ്റ്സാണ്. അപ്പോൾ എൻ്റെ ഒരു അസൈൻമെൻറ്റ് പറയുകയാണെങ്കിൽ മാർക്സ് ആൻഡ് സ്പെൻസർ ഇല്ലേ, അവിടെ മാർക്സ് ആൻഡ് സ്പെൻസറിൽ പ്രായമുള്ളവർ മാത്രം പോകുന്നുള്ളൂ. അതായത് എബവ് 60 ആളുകൾ. യൂത്ത് പോകുന്നത് ആകെ ഇൻറ്റിമേറ്റ് വെയർ മേടിക്കാനാണ്, അണ്ടർ ഗാർമെൻസും ബാക്കി കാര്യങ്ങളൊക്കെ. ബാക്കിയൊന്നും ഇവർ മേടിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റിംഗ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് അതിലേട്ടൊരു ഡിസംബറിലേക്കുള്ള ഒരു ക്രിസ്മസ് ക്യാമ്പയിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഗ്രൂപ്പ് ഡൈവേഴ്സ് ആണെന്ന് ഇവർ ഭയങ്കര ഉറപ്പ് വരുത്തും. ഫാക്കൽറ്റി ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൽ നിന്നുള്ള ഒരാൾ, ഏഷ്യൻ, പിന്നെ അവിടെ നിന്ന് യൂറോപ്പിനുള്ള ഒരാൾ. അപ്പോൾ ആ ഗ്രൂപ്പ് ആകുമ്പോൾ ചൈനയിൽ നിന്നുള്ള ആൾ. അപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് തോട്ട്സ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ബ്ലെൻഡ് ആകുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ കുറേ ആലോചിച്ച കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉള്ളത് നമുക്ക് എന്താവും മനസ്സിലാവും പല രീതിയിലും. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ശരിക്കും പണിയെടുത്ത് പഠിച്ചത് ശരിക്കും ഈ മാസ്റ്റേഴ്സാണ്. ഇപ്പം എനിക്ക് MBA ചെയ്യണമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ കുറേ MBA എല്ലാം ഒന്നുമല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അപ്പോൾ എല്ലാ ഇതിലുണ്ട് അത്രയും എക്സ്പീരിയൻസും എക്സ്പോഷറും കാര്യങ്ങളും കിട്ടുന്നതും. ഇപ്പം ഞാൻ ഈ 1.5 വർഷം ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇട്ട് എന്നെ നേരെ എടുത്തിട്ടത് സപ്ലൈ ചെയിനില്ല. അപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കഴിഞ്ഞു. അതെ. പിന്നെ സപ്ലൈ ചെയിൻ. അതിലൊരു രസം പറഞ്ഞുതരാം. ഞാൻ സെയിൽസിലും മാർക്കറ്റിങ്ങിലും ഇരിക്കുമ്പം നമ്മളെ ASM ആയിക്കോട്ടെ, പ്രൊഡക്ഷനിലെ ആളായിക്കോട്ടെ, നിങ്ങൾ ഈ ആർട്ടിക്കിൾ എന്താ ഇത്ര ഡിമാൻഡ് ഉണ്ടായിട്ട് തരാത്തത്? ഡീലർമാർക്ക് എല്ലാവർക്കും പരാതിയാണ്, ഇതെന്താ കൊടുക്കാത്തത്? അങ്ങനെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാനാണ്. നല്ല സുഖം അവിടെ സാധനം കിട്ടുന്നില്ല, നിങ്ങൾ ഈ സാധനമൊക്കെ ഇറക്കി മാർക്കറ്റിൽ അത്രയും ഡിമാൻഡ് വന്ന്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അടുത്ത് തന്നെ ഇട്ട് ഇവിടെ ഈ കംപ്ലൈൻറ്റ് കേൾക്കാനുള്ള സിറ്റുവേഷനില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്നുമില്ല സപ്ലൈ ചെയിനാണ്, വേണ്ട സാധനം മേടിച്ചു കൊടുക്കുക പ്രൊഡക്ഷൻ ടീമിൻ്റെ അടുത്ത് നിന്ന്, സിമ്പിളാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെല്ലാം മനസ്സിലായത് നമ്മളെ ഫോർകാസ്റ്റ് തരും, പറഞ്ഞ സമയത്ത് പറഞ്ഞ സാധനം പറഞ്ഞ രൂപത്തിൽ കൊടുക്കണമല്ലോ. അതാണ് ഏറ്റവും ടഫ് എന്ന് മനസ്സിലായി. അവിടുന്ന് സെയിൽസിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബേസിക്കലി അവിടെ സെയിൽസിൽ ആയപ്പോൾ നീ ഇങ്ങനെ കംപ്ലൈന്റ് പറയും, അതെ അന്ന് ഒരിക്കൽ കൊടുത്തില്ല, മറ്റവർക്ക് കൊടുത്തില്ല. അതെ. അപ്പൊ അങ്കിള് വീണ്ടും എനിക്ക് ഒരു പണിയും കൂടി കൊടുക്കാം, നീ സപ്ലൈ ചെയിനിലിടാ. അതെന്താ വെച്ചാൽ എല്ലാം മനസ്സിലാക്കണം നമ്മൾ, ഒരു കാര്യം മാത്രമല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ സപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഓക്കറോലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടോ? അതെ, അവിടെ MT പ്രോഗ്രാം ഉണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ നല്ല കോളേജസിന് MBA സ്റ്റുഡൻസിനെ ക്യാമ്പസ് പ്ലേസ്മെന്റ് എടുത്ത് ഒരു 6 months അവർ ചെയ്യുന്നത് കംപ്ലീറ്റ് MT അവരെ പ്രൊഡക്ഷനിലിടും, മാർക്കറ്റിങ്ങിലിടും, കംപ്ലീറ്റ് എക്സ്പോഷർ കൊടുത്തിട്ട് ആഫ്റ്റർ 6 months വിൽ ബി ഓരോ ഇതിലോട്ട് അസൈൻ ചെയ്യും. എന്നാലേ ഫാഷൻ ബ്രാൻഡ് തുടങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ വോക്കറൂൽ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്താൽ ശരി എല്ലാം പഠിക്കാം. അവിടെ എന്തായാലും കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതെ. അപ്പോൾ പിന്നെ സപ്ലൈ ചെയിനിലേക്ക് ഇട്ട്. അതെ. അപ്പം നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ സെയിൽസിലും മാർക്കറ്റിങ്ങിലും പോയി പറയുന്ന സാധനം എത്രത്തോളം ഞാൻ പറഞ്ഞില്ല ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കൊടുക്കാന്നല്ല. നമ്മൾ പറയില്ല അരിയും പഞ്ചസാരയും അല്ലല്ലോ ഇത്. ഫാഷനേഴ്സ് ലൈക്ക് അത്രയും ആർട്ടിക്കിൾസും സ്ക്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത്രയും പ്രോഡക്റ്റ് റേഞ്ചസ് ഉണ്ട്. അതെ, നമുക്ക് എല്ലാ അവൈലബിൾ ഓഡിയൻസിന് മനസ്സിലായിക്കോളും. അതെ. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആ മോഡലിന്റെ നമ്പർ, സ്ക്യൂ എന്ന് പറയുമ്പോൾ ആ മോഡലിൽ തന്നെ ഒരു 4-5 കളർ ഉണ്ടാവും, സൈസസ് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഡിഫറൻസസ് ഉണ്ടാവും. ഓക്കെ, അതാണ് ആർട്ടിക്കിളും സ്ക്യൂ എന്നുള്ളത്. അപ്പം ഇത് നമ്മൾ ഒരു കടയ്ക്ക് കൊടുക്കുമ്പം അതിൻ്റെ എല്ലാ സൈസസും എല്ലാ കളേഴ്സും
വെക്കണം. ഒരു കളർ ആർട്ടിക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ സെയ്ത്രോ അത്ര അടിപൊളി ആയിക്കോളുന്നില്ല. അത് റീറ്റെയിലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ മറ്റേ കളർ കിട്ടോ, ഇതിന്റെ ഈ സൈസ് കൊടുക്കും, ഇത് കസ്റ്റമറായിട്ട് ചിന്തിച്ചാലും മതി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നമ്മളെ പ്രസൻസ്, ഇപ്പം ഈ കടയിൽ ഇത്ര പെർസെൻറ്റേജ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്, വെൽ നോൺ, അത്രയും കസ്റ്റമർ പുള്ളുണ്ട്. പക്ഷെ നമ്മളിപ്പം ടാർഗറ്റ് ചെയ്യുന്നത്, അന്ന് ടാർഗറ്റ് ചെയ്തതും ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഷെൽഫ് സ്പേസ് എനിക്ക് ഇത്ര വേണം, അതിന് എന്റെ സാധനങ്ങൾ ഇത്ര വേണം വെക്കണ്ട്. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ മോഡലോ ആർട്ടിക്കലോ അല്ല. ഇപ്പം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഷൂസിലോട്ട് പോയിട്ടുണ്ട്, ചെരുപ്പിലോട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ വോക്കറൂല് ഞാൻ പറഞ്ഞു അന്ന് ചെയ്തതും അങ്ങനെയാണ്. ഇപ്പം അതിനെക്കാട്ടും ഗ്രോ ചെയ്ത് കംപ്ലീറ്റ് ടീം, ഒരു വലിയ ടീം ഉണ്ടല്ലോ, മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും അതിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ സപ്ലൈ ചെയിൻ ഇപ്പോഴും ആയിട്ടില്ല. സപ്ലൈ ചെയിനിൽ നിങ്ങൾ വന്നു, നിങ്ങൾ പറഞ്ഞു ഇതെന്താ സാധനം കൊടുക്കാത്തേ, എന്നാ വാട മോനെ അന്ന സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ സപ്ലൈ ചെയിൻ വോക്കറുണ്ട് നോക്കാന്നല്ല കേട്ടോ, ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യാണ്, ഞാൻ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു, ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് പഠിക്കാനാണല്ലോ. അപ്പം മനസ്സിലായി എന്ത് ഇത് ചില്ലറ കളിയല്ല. എൻ്റെ അടുത്ത് പറഞ്ഞ എങ്ങനെയുള്ളൂ, വേണ്ട സാധനം എടുത്തോട്ട് കൊടുത്താൽ മതി എന്നല്ലേ. അത് പറഞ്ഞ മാതിരി എളുപ്പമല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാനൊരു ആ സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ആഷിക്ക എന്ന് പറഞ്ഞ നമ്മളെ ഏസും ഉണ്ട്. അപ്പോൾ പുള്ളിൻ്റെ അടുത്തായിരുന്നു ഞാൻ പറഞ്ഞത്, ഈ 106 ആർട്ടിക്കിൾ നിങ്ങൾ പിങ്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് കളി വെച്ച കളിക്കിന് പുള്ളിനെ ഇടങ്ങാറാക്കിയിരുന്നു. പുള്ളി അത് തിരിച്ചു വയ്ക്കാൻ തുടങ്ങി, എന്തേ എത്തിക്കാത്ത അന്നോടല്ല എടുത്തോ. അപ്പൊ ആ ഒരു 5-6 മാസം അത് സപ്ലൈ ചെയിനിൽ ചെയ്തു. അപ്പം മനസ്സിലായി, കുറെ എക്സ്പീരിയൻസ് കിട്ടി, കുറെ എല്ലാ ആവശ്യത്തിലുള്ള നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി, റിയാലിറ്റീസ് ഒക്കെ നടന്നു. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യണം, അതിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ ഇപ്പുറത്ത്. അതെ അതെ അതെ, ഇത് കുറച്ചും കൂടെ മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, സപ്ലൈ ചെയിൻ. അപ്പം അത് മനസ്സിലായി. അപ്പോഴാണ് ഈ കുറച്ചും കൂടെ മനസ്സിലായി എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. എല്ലാം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പകരം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാർക്കറ്റിംഗ് ആയിരുന്നു. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഞാനൊക്കെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ബോർഡ്, ഇത് കാരണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് മനസ്സിലാക്കി അത് കൊടുത്ത് അത് മേടിക്കാനുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അല്ല, സെൻട്രിക് ആയിട്ടല്ല, ഇതാണ് ഈ പ്രോഡക്റ്റ്, അതാണല്ലോ മാർക്കറ്റിംഗ്. അപ്പം മാർക്കറ്റിംഗ് ബ്രാൻഡ് മാനേജ്മെന്റിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുള്ള പ്ലാനിൽ എന്ത് ചെയ്തു, പുറത്തോട്ട് പോയി. അങ്ങനെയാണ് യു കെയിൽ എത്തുന്നത്. അപ്പൊ ബേസിക്കലി ഇവിടെ 2 കൊല്ലം കയ്യിലെത്തി. അതെ അതെ, ഡിഗ്രി കഴിഞ്ഞിട്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പം അവിടെ പോയി പഠിച്ചു. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഇനി വീണ്ടും കഥയിലേക്ക് തിരിച്ചു. അതെ, ഈ പ്രോജക്റ്റ് തുടങ്ങണം, ഇത് ചെയ്യണം എന്നുള്ള രീതി തിരിച്ചു വന്ന് യു കെയിൽ തിരിച്ചു വന്ന്. യു കെയിൽ തിരിച്ചു വന്ന് നല്ല രസമായിരുന്നു. 2000 അണ്ടർ ഗ്രാഡ്സ് കഴിഞ്ഞ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് റിലാക്സ് ആയിരിക്കുമ്പോഴാണ് ഈ പരിപാടി വരുന്നത്. അതെ അതെ, അല്ല അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പിന്നെ അങ്കിളിനായിട്ടുള്ള ഇന്ററാക്ഷൻ ഞാൻ എപ്പോഴും അവിടെ ആയിരുന്നെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴും എന്നെ വിളിച്ച്, ഇപ്പൊ ഉപ്പ അമ്മ വിളിക്കുന്ന കൂടെ തന്നെ ആളെന്നെ ചെക്ക് ചെയ്യും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ട റൂട്ടിലേക്കാണോ വരുന്നത്, ആളായിട്ടുള്ള ഇന്ററാക്ഷൻ ഞാനും നമ്മൾ നന്നായിട്ട് എന്താവും, നമ്മൾ തമ്മിലുള്ള ആ റാപ്പ് ഉണ്ടല്ലോ, സിംഗാവും വളരെ വളരെയധികം. അങ്കിൾ അറിയാം അമ്മോനാണ്, അമ്മോൻ ഉമ്മൻ്റെ ബ്രദർ. ഓക്കെ. അപ്പം ആ രീതിയിൽ പോയിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. തിരിച്ച് എത്തി, വീട്ടിലെത്തി അടുത്ത ദിവസം തന്നെ ഞാൻ കോയമ്പത്തൂർ പോയി. അങ്കിളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ, വോക്കറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോയമ്പത്തൂരാ. അവിടെ പോയി ഇതാണ് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങാൻ പറഞ്ഞ കമ്പനി തുടങ്ങി. ആളുകളെ ഹയറിങ്ങും കാര്യങ്ങളും, ഇൻവെന്ററി കാര്യങ്ങളും. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാഷൻ ബ്രാൻഡ് എന്നുള്ള രീതിയിലാണ് തിങ്ക് ചെയ്തിട്ടുള്ളത്, ഒരു ജനറൽ ഫാഷൻ ബ്രാൻഡ്. അപ്പോൾ ആ രീതിയിലാണ് തിങ്ക് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും അങ്ങനെ ആക്കി. അപ്പോഴാണ് നമ്മളെ മാർച്ചത്തെ ലോക്ക്ഡൗൺ വന്നത്. ഓക്കെ. അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എത്ര ഈ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യുമല്ലോ, എത്ര ഫണ്ടായിരുന്നു നിങ്ങൾ കണ്ടത്? അല്ല, നമ്മൾ ഇനീഷ്യലി എന്ന് പറയുന്നത് ശരിക്കും ഇത് അതിൽ വേറെ കാര്യങ്ങളാണ്. ഈ 2018 തന്നെ ബ്ലൂ ടൈഗർ സ്റ്റാർട്ടായിരുന്നു. അതൊരു കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പ് അത് റൺ ചെയ്തിരുന്നു, വോക്കറൂല് വിത്തിൻ വോക്കറും. അപ്പോൾ ആ സമയത്ത് വി സ്റ്റാർട്ടഡ് വെരി ബിഗ്. വി റിയലൈസ് ദാറ്റ് ലൈക്ക് എൻ്റയർ കാറ്റഗറി നമ്മളെല്ലാം ലോഞ്ച് ചെയ്തിരുന്നു. അത്ലീഷർ ആയിക്കോട്ടെ, ഫാഷൻ ആയിക്കോട്ടെ, ഔട്ടർ വെയർ ആയിക്കോട്ടെ, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ നമ്മൾ വി റിയലൈസ് സോ മെനി തിങ്സ്. ഇത് കുറേ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ചെരുപ്പ് മാതിരിയല്ല, കുറേ മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ റിയലൈസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടേക്ക് ഓവർ പോലെയായിരുന്നു.
അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫണ്ട് അലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ നേരത്തെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാര്യത്തിൽ ഉറപ്പായിരുന്നു ഇതൊരു സ്റ്റാർട്ടപ്പ് വേയിൽ ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഒരു വോക്കർ എന്നുള്ള വെൽ എസ്റ്റാബ്ലിഷ് കമ്പനി, അടിപൊളി ടീമുണ്ട്, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ലെവൽസ് നല്ല ആളുകളും നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതല്ലാതെ ഇതിനെ ശരിക്കും വേറെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് രീതിയിൽ നമ്മൾ ആ സ്റ്റാർട്ടപ്പ് ഹസിലും ചെറിയ ഒരു ഓഫീസിലും വിത്ത് ലിമിറ്റഡ് റിസോഴ്സസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര വലിയ ഫണ്ട് അലൊക്കേറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഒരു മിനിമലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ സമയത്ത് വോക്കറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ റിസോഴ്സസും ഉണ്ട്, വെരി വെൽ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിത് വേറെ തന്നെ ഒരു അടുത്ത് തന്നെ പുറത്തിട്ട്. അതെ 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 അതെ. അല്ല ഓക്കെ, അതിൻ്റെ അകത്ത് ഇപ്പൊ ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് ഈ സ്റ്റാർട്ടപ്പ് മോഡലിൽ റൺ ചെയ്യാൻ ആക്ച്വലി അറിയില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സിലേക്ക് പിന്നെ നിഹാൽ എത്തിച്ചതാണോ, അല്ലെങ്കിൽ അങ്കിൾ തന്നെ ഓക്കെ ഇത് ഇങ്ങനെയല്ല? നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങണോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അതിന് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? SEO ആണോ, പെയ്ഡ് ആഡ്സ് ആണോ, കോണ്ടന്റ് ആണോ, ഇനി ടെക്നിക്കൽ സ്ട്രാറ്റജി ആണോ? ഇതിലൊക്കെ ഞങ്ങളെ ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആളുകളിലേക്ക് ഞങ്ങൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. അത് ഇൻഡിവിജ്വൽ അങ്കിളിൻ്റെ തന്നെ ഒരു ആളൊരു ഐഡിയ ആയിരുന്നു. എന്ത് ഇത് കുറച്ചും കൂടെ ഫാസ്റ്ററും ഇതിനെ കുറച്ചും കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റാർട്ടപ്പ് വേയിൽ കൊണ്ടുവരണം. ഇപ്പോൾ കാരണം നിങ്ങൾ ആലോചിക്കുക, വിത്തിൻ വോക്കറു നമ്മൾ ഓരോ ഡിസിഷനിൽ പോകുമ്പോഴും CFO ലെവൽ, ഡയറക്ടർ ലെവൽ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറയും, സ്പീഡ് കുറയും കമ്പാരിറ്റീവ്ലി. അപ്പം അതിനൊക്കെ നമ്മൾ ഇതിനൊരു സെപ്പറേറ്റ് ഒരു കൾച്ചർ കൊണ്ടുവന്ന് ഒരു ടീമിനെ കൊണ്ടുവന്ന് അതിൽ തന്നെ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കംപ്ലീറ്റ്ലി അങ്കിളിനായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ചെയ്തു വന്നു. എന്നാലും പെട്ടെന്നൊരു കമ്പനി നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 10-32 സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇൻവെൻട്രി ഈ പറഞ്ഞതിലുള്ള ഫാഷനിലുള്ള കുറച്ച് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ഇൻവെൻട്രി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ട്രേഡ് ആയിരുന്നല്ലോ ഫോക്കസ് ചെയ്തിരുന്നത്. അവർ 2018 സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ വന്നപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ എന്താ വെച്ചാൽ വി വർ ഹാവിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സൗത്ത് ഇന്ത്യയിൽ. ഓൾറെഡി നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ട്, കുഴപ്പമില്ലാത്ത നെറ്റ്വർക്ക് ഉണ്ട്, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാണ്ട് പോയിരുന്നു. പക്ഷെ എന്നാലും അപ്പാരൽ ഇൻഡസ്ട്രി എന്നുള്ളതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ട് കേട്ടോ, കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. ഇപ്പോൾ ഈ എല്ലാവരും പറയുന്ന മാതിരി തന്നെ പേയ്മെന്റ് കിട്ടൂല, അല്ലെങ്കിൽ അത് അവരെ മാത്രം പറഞ്ഞില്ല, നമ്മളെ പ്രൊഡക്റ്റ് കറക്റ്റ് ആണോ എന്നും കറക്റ്റ് ടൈമിലാണ് എത്തുന്നതെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. വോക്കറും അല്ലല്ലോ ബ്ലൂ ടൈഗ. യെസ് അത് വോക്കറും അല്ലെങ്കിൽ VKC ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്. ഇതൊരു പുതിയ ബ്രാൻഡാണ്, പുതിയ ബ്രാൻഡാണ്, പുതിയ പ്രൊഡക്റ്റ് ആണ്, പുതിയ ഡൊമൈൻ ആണ്. നമ്മൾ പറയുമ്പോൾ ഫാഷൻ ഡ്യൂറബിൾസ് എന്നൊക്കെ പറയും, പക്ഷെ ഇത് രണ്ടും എന്താണ്, ബാഗ് ആയാലും ഒരു പ്രൊഡക്റ്റ് ആണ്, അപ്പാരൽ ഒരു പ്രൊഡക്റ്റ് ആണ്, ചെരുപ്പ് ഒന്നാണ്. അപ്പൊ അങ്ങനെ എടുത്തപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നതാണ് ശരിക്കും നമുക്കുണ്ടായ ബുദ്ധിമുട്ടും ഗുണവും. ഇത് മറ്റേ രാഹുൽ മാമൻ ഇന്നലെ പറഞ്ഞ പോലെ ഇപ്പോഴല്ലോ, there is a good news and bad news. We are sold out. Bad news is also we are sold out. നല്ല കാര്യം. അതേപോലെയാണ് കോവിഡ് വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷേ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ലോക്ക്ഡൌൺ വന്നു, കുറെ നേരമായി ലോക്ക്ഡൌൺ വരാൻ തുടങ്ങിയിട്ട്. കഥ മുന്നോട്ട് പോകുന്നില്ലേ? അപ്പൊ ലോക്ക്ഡൌൺ വന്നപ്പോ ഞാൻ 35 പേരുണ്ടോ ഓൾറെഡി ടീം? അതെ, ടീമുണ്ട്, നമുക്ക് ഇൻവെന്ററി ഉണ്ട്, പല കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ പെട്ടെന്നാണല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി തിരിച്ചു വന്ന് അടുത്ത ദിവസം തന്നെ അവിടെ പോയി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കമ്പനി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് ലോക്ക്ഡൗൺ വന്നത്. ഉള്ള ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഷർട്ടൊക്കെ ആ സമയത്ത് ആരും മേടിക്കാൻ വേണ്ട, എല്ലാവർക്കും വീട്ടിലിടുന്ന എന്തൊക്കെ പാൻറ് മതി. പിന്നെ GT ജനറൽ ട്രേഡ് ശരിക്കും വർക്ക് ആവുന്നില്ല ആ സമയത്ത്. ഭക്ഷണം, അങ്ങനത്തെ സാനിറ്റൈസർ, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുള്ള തിങ്കിങ് ആയി, പല പല വഴികളിലുള്ള ആലോചനകളായിരുന്നു, എന്ത് ചെയ്യും. പിന്നെ ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് റൺ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. വർക്ക് ചെയ്ത് ആ ഒരു താഴത്തെ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ. പക്ഷെ ഒരു ഓൺട്രപ്രണർ ആയിട്ടോ ഞാൻ എല്ലാവരും ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ ഞാൻ അറിഞ്ഞു അവർ ചെറുപ്പത്തിലൊക്കെ വളരെ എന്താ പറയുക, എന്തെങ്കിലും കച്ചവടം ചെയ്യാനും ഓൺട്രപ്രണീറായിട്ട് പല പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ ആകെ ചെയ്തത്
മറ്റേ വെക്കേഷനിൽ പെട്ടിപ്പിടി എടുത്തൂലേ, അത് ചെയ്തിട്ടുണ്ടല്ലോ. ആ അത് ഉമ്മന്റെ ഒക്കെ ഉമ്മ ഭയങ്കര അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഫവാസ് കഴിച്ചില്ലേ. അപ്പോ അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ഡിഗ്രി പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ സത്യം പറഞ്ഞ ഒരു പെണ്ണ് പോലും വിറ്റിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഈ കണ്ടും മനസ്സിലാക്കിയുള്ള എക്സ്പോഷറൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് കുറച്ചൊന്ന് പാനിക് ആവാൻ, ഇത് എന്താണ് ചെയ്യുക, തുടങ്ങി ഇതിപ്പോ ലോക്ക്ഡൌണും ആയി, ഇത്രയും ആളുകളുണ്ട് നമ്മളെ കൂടെ, അതൊരു കമ്മിറ്റ്മെന്റും കൂടിയാണല്ലോ. ഇൻവെന്ററി ഉണ്ട്, കുറെ വെൻഡേഴ്സിന് പേബിൾസിന് പുതിയ കമ്പനി കാര്യങ്ങള്. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും. ആ സമയത്താണല്ലോ വെബിനാറിന്റെ ഒരു അടിച്ചു കയറ്റായിരുന്നു. എല്ലാത്തിലും കയറി എന്താ നടക്കുന്നതെന്നും മനസ്സിലാവുന്നു. എന്തൊക്കെയോ അതിലൊരു വേർഡൊക്കെ ഉണ്ടല്ലോ, എന്താണ് യൂകേർവെന്നും പല റിക്കവറി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കംപ്ലീറ്റ്ലി ബിസിനസ് മാറും പോലും, ഓൺലൈനായി പോകും, കടകളൊന്നും ഉണ്ടാവില്ല, എന്താ ആർക്കും ഒരു ഐഡിയ ഇല്ലല്ലോ. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവിടെ ഇവിടെ തൊടാണ്ടാവും. ബ്ലാങ്ക്. അപ്പൊ അങ്ങനെ ആ സമയത്ത് മാസ്കിന്റെ റിക്വയർമെന്റ് വന്നു. മാസ്കിന്റെ റിക്വയർമെന്റ് എല്ലാവർക്കും ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ച് മാസ്ക് ട്രൈ ചെയ്ത് നോക്കി. മാസ്ക് നമ്മളെ ബാക്ക് പാക്ക് ഡിവിഷൻ, ബാഗിന്റെ ഡിവിഷൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ അടുത്ത് ഈ മെഷും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അപ്പാരൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ഫങ്ഷണൽ ഫാബ്രിക്സ് നമ്മുടെ അടുത്തുണ്ട്. ഫിൽറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ആ സമയത്ത് നമ്മളൊരു 3 ലെയർ മാസ്ക് ലോഞ്ച് ചെയ്തു ബ്ലൂ ടൈഗറിന്റെ പേരിൽ. 3 ലെയർ മാസ്ക് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഞാൻ ഇനീഷ്യലി തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസ്കഷനൊക്കെ പോയെന്ന് പറഞ്ഞു ഇതൊരു ബിസിനസ് ഒന്നും കാണണ്ട, ഈ സമയത്ത് നല്ല പ്രൊഡക്റ്റ് അധിക ലാഭമൊന്നും ഇല്ലാണ്ട് കസ്റ്റമറിലോട്ട് എത്തിക്കാന്നുള്ളൊരു ചിന്തയായി. ആ സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ, എല്ലാവരും സാനിറ്റൈസറും മാസ്കും തന്നെയാണ്. അപ്പൊ ആ സമയത്ത് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് വിറ്റുകൊണ്ടിരുന്ന മാസ്ക് നമ്മൾ എന്ത് ചെയ്തു, 49 ഉറുപ്പിക്ക് ലോഞ്ച് ചെയ്തു. അപ്പം ആ ഒരു 4-5 മാസം നമ്മൾ എന്ത് ചെയ്തു, ഈ മാസ്കിലായി ഫോക്കസ്. പ്രൊഡക്ഷൻ ടീം ആയിക്കോട്ടെ, സെയിൽസ് ടീം ആയിക്കോട്ടെ. ആ സമയത്ത് ഒരു തട്ടിക്കൂട്ടി വെബ്സൈറ്റ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഫുള്ളി ഓഫ്ലൈൻ ആണെങ്കിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അല്ലല്ല, മാസ്കിൻ്റെത് ഓൺലൈനും സ്റ്റാർട്ട് ചെയ്തു. അന്ന് വെബ്സൈറ്റ് ഒക്കെ വെറും ഈ പറഞ്ഞ പോലെ ഇന്റേണൽ നമ്മളെ കമ്പനിയിലുള്ള ആളുകൾക്ക് മേടിക്കാനായിരുന്നു, എംപ്ലോയീസിന് മേടിക്കാൻ മാത്രമായിരുന്നു വെബ്സൈറ്റ്. പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ, കാരണം ജനറൽ ട്രേഡ് ആണല്ലോ. അപ്പൊ മാസ്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അന്ന് മാസ്ക് ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്പൊ മാസ്കിന് അറിയാലോ, അന്ന് എല്ലാവരും പോലെ തന്നെ നമുക്ക് നല്ല ഡിമാൻഡായിരുന്നു സാധനത്തിന്. ആൾക്കാർ ഈ പറഞ്ഞ മാതിരി വെയിറ്റ് ചെയ്യായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവർക്കും കൊടുത്തു. അപ്പൊ അങ്ങനെ മാസ്കിന്റെ ആ രീതിയിൽ പോയി. അന്ന് നമ്മൾ കുറച്ച് ഈ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഈ ഫാബ്രിക് വെറും ഫാഷൻ, കാണാനുള്ള ഭംഗി, ഹാൻഡ് ഫീൽ മാത്രമല്ല, അതിൽ നിന്ന് കുറെ നമ്മൾ ഈ മറയ്ക്കുന്ന യൂട്ടിലിറ്റി അല്ലാതെ ഫങ്ഷനാലിറ്റീസ് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അന്ന് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ജനറൽ ട്രേഡ്, ഈ സെക്കൻഡ് ലോക്ക്ഡൗൺ റെഡി ആവുന്നൊക്കെ കണ്ട് ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ ഗോഡൗണിൽ ഇരിക്കാണല്ലോ, ഇങ്ങനെ അട്ടിക്ക് ഞാനതിനെ കാണുന്ന പൈസന്റെ കെട്ടായിട്ടായിരുന്നു. അല്ലേ, ശരിക്കും അല്ലേ? ശരിയാണ്. അപ്പൊ അത് ആ രീതിയിൽ കണ്ടുവെക്കുമ്പോൾ ഇപ്പൊ റെഡിയാവും വിചാരിച്ചിട്ട് അപ്പോഴാണ് വീണ്ടും സെക്കൻഡ് ലോക്ക്ഡൗൺ വരുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് തുടങ്ങി നമ്മൾ കുറെ ആലോചിക്കും, ഇത് എന്താണ് ഇതിങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് ഓക്കെ, നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഫോക്കസ് ചെയ്യാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ പ്രൊഡക്റ്റ് എടുത്ത് ലിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങും ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്തു. ഒന്നും വർക്കായില്ല. കാരണം ഓരോ ചാനലിനും ഓരോ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടല്ലോ, അത് തീരെ മാച്ച് ആയില്ല. അപ്പൊ ഉള്ള സാധനം വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ, ആ റീകോള്, എല്ലാ സാധനം വിൽക്കലല്ല, വേണ്ട സാധനം കൊടുക്കല എന്നുള്ളത് വീണ്ടും മനസ്സിലാക്കി. അതെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് മനസ്സിലാക്കി, മാർക്കറ്റ് പ്ലേസിൽ റിസർച്ച് ചെയ്തു. പല ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അന്ന് ഈ പറഞ്ഞ മാതിരി യൂട്യൂബിൽ കുറെ വീഡിയോ ആ സമയത്ത് ജംഗിൾ സ്കൗട്ട് അതൊക്കെ എടുത്തിട്ട് നമ്മൾ റിസർച്ച് ഒക്കെ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇകോം, അന്ന് നമ്മളെ ബാക്ക് ഡിവിഷൻ നോക്കിയ ബിലാവൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഡയറക്ടർ മോനുണ്ട്, പുള്ളിയാണ്. അതെ, ബിലാവലാണ് നമുക്ക് ആ ഇകോമിന്റെ ഒരു എന്താണ് അവിടുത്തെ ഇതും കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു തന്നു, എന്ത് ചെയ്യണം കാര്യങ്ങളും ഇതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ, ഞാൻ കുറച്ചും കൂടെ ഒരു GT ഫോക്കസ് ആയി, ജനറൽ ട്രേഡും കാര്യങ്ങളും. ജനറൽ ട്രേഡ് പറയുമ്പോൾ സാധാരണ റീറ്റെയിലറിനും കൊടുക്കുക, കാരണം അതാണല്ലോ കാണുന്നത്. അപ്പൊ ബിലാവലാണ് കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തുന്നത്. അപ്പൊ അന്ന് നമ്മൾ എന്ത് ചെയ്തു, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. ഈ റിസർച്ച് ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അന്ന് നമ്മളൊരു അത്ലീഷറിന്റെ ഒരു മൂവ് ആയിരുന്നു അവിടെ. അത്ലീഷർ എന്ന് പറയുമ്പോൾ ഇപ്പൊ എങ്ങനെ പറയാം,
സ്പോർട്ട് പ്ലസ് ലെഷറിന്റെ നമ്മൾ ഈ ലോഞ്ച് വരും ഇപ്പൊ ഷാൻ ഇട്ടിട്ടുള്ള ഈ ജോഗേഴ്സും ട്രാക്ക് പാൻറ് എന്നൊക്കെ നമ്മൾ പറയില്ല ഇപ്പൊ ഇട്ട ടീഷർട്ട് കംപ്ലീറ്റ് അത്ലേഷറാ. കംപ്ലീറ്റ് അത് അതെ. ഇതാണെന്ന് അറിയില്ല. അപ്പോൾ അത്ലേഷറിലോട്ട് നമ്മൾ കുറച്ചൊന്ന് എന്ത് ചെയ്തു ഫോക്കസ് ചെയ്ത് നമ്മൾ ഒറ്റ പ്രൊഡക്റ്റ് ഇറക്കി. ആ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് നോക്കിയത് എല്ലാവരും ലോഞ്ച് വെയറിലോട്ട് പോയി വർക്ക് ഫ്രം ഹോം കംഫർട്ടിനൊക്കെ ആളുകൾ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്തു തുടങ്ങി. നമ്മൾ എന്ത് ചെയ്തു ഒരു ട്രാക്ക് പാൻറ് ലോഞ്ച് ചെയ്തു. ട്രാക്ക് പാൻറ് എന്ന നാട്ടിൽ പറയും, ഇപ്പോൾ ജോഗേഴ്സും സ്വെറ്റ് പാൻസും ഒക്കെ ഗ്ലോബലി പറയെങ്കിലും ഇവിടെ ട്രാക്ക് പാൻറ് എന്ന് പറയും. അതെ. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്തു, ലിസ്റ്റ് ചെയ്തു. ഇതിലിങ്ങനെ പഠിക്കുന്ന ആണല്ലോ ഇത് എന്താ മനസ്സിലാക്കുന്നത് ഒന്നും അറിയില്ല. കുറെ ആ സമയത്ത് കുറെ നമ്മൾ ഈ വെബിനാറിലൊക്കെ നമ്മൾ കുറെ ഏജൻസിന്റെ കൂടെ പോകും. ഏജൻസി പറയുന്നത് നമുക്ക് മനസ്സിലല്ല, നമ്മൾ അവരെ വിശ്വസിച്ച് എന്ത് ചെയ്യും, ഇത് ചെയ്യാ. പിന്നെ മനസ്സിലായി ഇത് അങ്ങനൊന്നല്ല, നമ്മളും കൂടെ മനസ്സിലാക്കണം. ഒരാളെ ഏൽപ്പിച്ച് വിചാരിച്ചിട്ട് എന്താവൂല, നമ്മൾ കൈയെടുത്ത് വർക്ക് ആവൂല. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ലിസ്റ്റ് ചെയ്തു. പ്രൊഡക്റ്റ് വെബ്സൈറ്റും ലിസ്റ്റ് ചെയ്തു, നമ്മൾ ഓൺ വെബ്സൈറ്റും നമ്മൾ മാർക്കറ്റ് പ്ലേസസിലും കൊണ്ടുവന്നു. അപ്പൊ പതുക്കെ ഇതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒരു 1-2 മാസത്തിൽ നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കെയിലോട്ട് എത്തി. ശരിക്കും പറഞ്ഞാൽ ആമസോണിൽ ബ്ലൂ ടൈഗറിന്റെ ജോഗേഴ്സ് സ്വെറ്റ് പാൻസ് നമ്മൾ റാങ്ക് 2-ലെത്തി ഇന്ത്യയിൽ പെട്ടെന്ന്. അത് ചിലപ്പം പ്രൊഡക്റ്റും പ്രൈസിങ്ങും മാത്രമല്ല, ആ സമയത്ത് ലോഞ്ച് വെയറിൽ അതായത് ഈ അത്ലേഷറിൽ പെട്ടെന്ന് കൊണ്ടുവന്നതിന്റെ അഡ്വാൻറ്റേജും കൂടെ ആവാം. റാങ്ക് 1 ജോക്കിയായിരുന്നു. ഈ ഇ കോമിലുള്ള ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് പറയാൻ പറ്റുമോ അറിയില്ല. ആർക്കും എന്താവാ ടോപ്പിലെത്താം. ഇപ്പൊ നമ്മൾ ബ്ലൂ ടൈഗ് ആണ് ഇന്ത്യയിലെ മെൻസ് ജാക്കറ്റ് കാറ്റഗറിയിൽ നമ്പർ 1. നിങ്ങളെ സൺസ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് പ്യൂമ ബാക്കി ബ്രാൻഡ്സ് ഒക്കെ 4-5 ഉള്ളൂ. അപ്പൊ ഇ കോമിൽ നമുക്ക് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നേരെ മറിച്ച് LFS ലാർജ് ഫോർമാറ്റ് സ്റ്റോറിൽ പോയാലോ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് പോയാലോ ഇങ്ങനൊന്നും നമുക്ക് അവിടുത്തെ റാങ്ക് 1 എന്ന് പറഞ്ഞാൽ എന്താ കയറിനോടുത്ത് നമ്മളെ സാധനമാണ്. അതെ, അതാണല്ലോ ആമസോണിൽ. അതെ, അതൊന്നും കിട്ടൂല. അപ്പോൾ ഇ കോമിൽ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതാണ് നമ്മൾ ഇ കോമിലോട്ടുള്ള ഒരു എൻട്രി. അന്ന് ഡെയിലി അത്രയും ഓർഡേഴ്സും ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളും. നേരെ മറിച്ച് വേറൊരു കോമഡി എന്താ വെച്ചാൽ നമ്മൾ വെബ്സൈറ്റിൽ ഇത് ചെയ്യുന്നുണ്ട് ഷോപ്പിഫൈയിൽ. ആ സമയത്ത് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ രീതിയിലേക്ക് ഹാരിസ് തുടങ്ങുന്ന സമയം, ഹാരിസ് ആൻഡ് കോ. കറക്റ്റ്. അപ്പോൾ നമ്മൾ ശരിക്കും ഹാരിസ് ഒരു ഏജൻസി ആയിട്ടൊന്നുമല്ല, ഒരു ടീമായിട്ടുള്ള പോലെ. ഹാരിസ് ഇതെങ്ങനെ ചെയ്യാം, അതെങ്ങനെ. കുറച്ച് കൂട്ടുകാരും. അതെ, ഹാരിസ് ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ മൂപ്പരെ വീട്ടിൽ നിന്നായിരുന്നു. ഞാനൊരു യാത്രയിലാണ്, ഞാനൊന്ന് എത്തിയിട്ട് റൂമിൽ പോയിട്ട് മീറ്റിംഗ് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും ഫിഗർ ഔട്ട് ചെയ്യാണ്, ഹാരിസും മാർക്കറ്റിംഗ് ഡിജിറ്റലിൽ അവന് കുറച്ചും കൂടെ അറിയാം. അപ്പോൾ ഇ കോം എന്നുള്ളത് പുള്ളിക്കും എന്താണ്, ഇറ്റ് വാസ് എ ന്യൂ തിങ്. അപ്പൊ ആ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ 500 രൂപയുടെ ട്രാക്ക് പാൻറ് 500 രൂപയുടെ ക്യാക്കൊക്കെ കൊടുത്തിട്ട് വിറ്റിട്ടുണ്ട്. ഇത് വിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല അക്കൗണ്ടിലൊന്നും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് മനസ്സിലായി. പക്ഷേ ആ രീതിയിൽ. പക്ഷെ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഈ റാങ്ക് എത്തി, ഇത്രയും ഓർഡേഴ്സ് വരുന്നു, ആമസോൺ അക്കൗണ്ട് ബ്രീച്ച് ആവും. കാരണം ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അവരെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡിസ്പാച്ച് ആയിക്കോളണം. നമുക്ക് പെട്ടെന്ന് ഈ ഓർഡർ കൂടുമ്പോൾ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ശരിക്കും പഠിച്ചു ഓപ്സ് എങ്ങനെ മാനേജ് ചെയ്യണം, ഓർഡർ പ്രോസസ്സിങ് എങ്ങനെയാണ്, ലിസ്റ്റിംഗ് എങ്ങനെ കൂടുതൽ നമുക്ക് ഇന്ററാക്റ്റീവ് ആക്കാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ചു. അപ്പം അങ്ങനെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ലോക്ക്ഡൗൺ ഫിനിഷ് ആവുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് തന്നെ അത്ലേഷർ എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെ നമ്മൾ GT ഓൾറെഡി ഉണ്ടല്ലോ, നെറ്റ്വർക്കൊക്കെ ഉണ്ട്, അവിടേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങി. വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വെരി ഗുഡ് റെസ്പോൺസ്. അതായത് അന്ന് ഫാഷൻ ഷർട്ടും ഡെനിമും കൊടുത്തു, നമ്മൾ അത്ലേഷറിലോട്ട് എൻ്റർ ചെയ്തപ്പം വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വെരി ഗുഡ് റെസ്പോൺസ്. ബേസിക്കലി നിങ്ങൾ എക്സിസ്റ്റിംഗ് സപ്ലൈ ചെയിൻ നിങ്ങൾ ലെവറേജ് ചെയ്തു. അതെ, എക്സിസ്റ്റിംഗ് സപ്ലൈ ചെയിനിൽ തന്നെ ഈ പ്രോഡക്റ്റ് കൊടുത്തപ്പം. കാരണം അത് ആ സമയത്ത് അത്ലേഷർ അത്രയും ഗ്രോയിങ് ആയിരുന്നു. അത് അപ്പം ബേസിക്കലി ആ സമയത്ത് ആ വർക്ക് ഫ്രം ഹോം കൾച്ചർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു എന്നാണോ പറയുന്നത്? വർക്ക് ഫ്രം ഹോം, കംഫർട്ട്, കുറെ ആട്രിബ്യൂട്ട്സ് പറയാം. അപ്പോൾ അത് വർക്കായി എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയത്. അപ്പം GTയിലും നമുക്ക് അത്യാവശ്യം ഇപ്പം നമുക്ക് കേരള, തമിഴ്നാടും കർണാടക ഇല്ലായിരുന്നു, അത്ര ഇതില്ലായിരുന്നു, ആന്ധ്ര, തെലങ്കാനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സും പല നോൺ അത്ലേഷർ ബ്രാൻഡ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ ആയിരുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും. ബേസിക്കലി മാർക്കറ്റ് പ്ലേസ് പ്രോഫിറ്റബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. സോ അതിൽ ഞാനൊരു റിയാലിറ്റി പറഞ്ഞുതരാം. നമ്മൾ ഈ ബിസിനസ് ഇൻവോൾവ് ചെയ്യുന്നതിന്റെ കൂടെ കോസ്റ്റ് ഇവോൾവ് ആവുന്നുണ്ട്. കാരണം ഈ പ്രോഫിറ്റബിൾ എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആദ്യം എന്ത് RTO എന്താന്ന് പോലും അറിയില്ല. 3 ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ. നമുക്ക് റിട്ടേൺ ആയിരുന്നു എല്ലാം. എന്നാണെന്ന് വെച്ചാൽ റിട്ടേണിന്റെ അകത്ത് എന്തുണ്ട്, RTO ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, റീഫണ്ട് ഉണ്ട്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് പഠിക്കുന്നുള്ളൂ. അതെ. അപ്പൊ കോസ്റ്റ് ഇവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പ്രോഫിറ്റബിൾ ആണോ ചോദിച്ചാൽ നമ്മളത്
മനസ്സിലാക്കി ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഇന്നതിന് പ്രൊവിഷൻ ഇടണം. പിന്നെ കംപ്ലീറ്റ് എക്സ്പോഷർ GT ആണല്ലോ, ജനറൽ ട്രേഡ് ആണ്. അതെ. അപ്പം കോസ്റ്റിംഗിൽ ഇപ്പോഴത്തെ നമ്മളെ കോസ്റ്റ് അന്നത്തെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്ര ഇവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഇപ്പം വളരെ കെയർഫുള്ളാണ്, പല പല പോർട്ട്ഫോളിയോ മാനേജ്മെന്റും കാര്യങ്ങളും. അപ്പൊ അന്ന് ഇതൊന്നും ഇല്ലല്ലോ. ഇത് എടുത്തിട്ട് ജനറൽ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് അറിയാം റിവേഴ്സ് കാൽക്കുലേഷനാണ്. ഇപ്പോൾ ജനറൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫിക്സഡ് കോസ്റ്റുകളായിരിക്കും അധികം. പക്ഷെ ഇ-കോമിൽ നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ വേരിയബിൾസ് ആണ്. എന്ത് ഇപ്പൊ ആമസോണിന്റെ കമ്മീഷൻ നമ്മളെ സെയിൽ കൂടുന്നതോടും എന്താ പെർസെന്റേജ് ആണല്ലോ. അതെ. ഷിപ്പിംഗ് ഫ്രം ഈച്ച് ആൻഡ് എവറിത്തിങ്, RTO വേറെ വരും. അതെ അതെ അതെ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ, അപ്പം ആ സമയത്താണ് ത്രൂ ഹാരിസ് ഷാനും കൺസൾട്ട് ചെയ്തത്. അതെ. ഷാൻ ഒരു മീറ്റിംഗിൽ പെട്ടെന്ന് വരും, ഷാനിനടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഷാൻ അത് കഴിഞ്ഞ് പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, മാക്സിമം ഇതാണ് പ്രയോറിറ്റി. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത്രയും ഡൗട്ട്സ് ആണ്. അപ്പൊ ആ സമയത്തൊന്ന് കോണ്ടന്റിന്റെ ഈ ഇ-കോം കോണ്ടന്റ്സും വളരെ ഇത്ര അധികം ഒന്നുമില്ലായിരുന്നു. ഇല്ലല്ല, കറക്റ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും കണ്ടു തീരാനായിരിക്കും ബുദ്ധിമുട്ട്. അതെ. ഏത് കാണുന്നുള്ള ഡിസൈഡ് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട്. അന്ന് അത്ര ഇല്ലായിരുന്നു ഇ-കോം ആവണല്ലോ. എനിക്കൊന്ന് ഹാരിസും ആ സമയത്ത് ഹാരിസിന് എക്സ്പോഷർ ഇല്ല. അപ്പൊ ആ കൂടി അവൻ അറിയുന്ന എന്നെ മാത്രമാണ്. പക്ഷെ ഹാരിസ് എങ്ങനെ ചെയ്യണം എന്നായിരുന്നു നമ്മൾ രണ്ടാളും ആലോചിച്ചിരുന്നു. കറക്റ്റ്. ഹാരിസും പറയാതെ എനിക്ക് ഇ-കോം എന്താ അറിയാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യണം, എങ്ങനെങ്കിലും ചെയ്യണം. ആ ഒരു തീരാത്ത എന്റെ തന്നെ. ഞാൻ ചോദിക്കുന്നതിന് പിന്നെ ഒന്നും തോന്നരുത്. ഒരു മാസട്ടേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഹാരിസ് നമ്മളെ ഏജൻസി ആയിരുന്നു ഗ്യാരങ്കിയറിൽ. അത് ഹാരിസ് ഒന്നും വിചാരിക്കരുത്. പക്ഷെ എനിക്ക് ഒരു ക്ലയന്റ് ഉണ്ട്, ആ ക്ലയന്റ് എൻ്റെ അടുത്ത് മിസ്സാവും, എനിക്ക് ഒരു ഇ-കൊമേഴ്സ് ചെയ്യണം. അങ്ങനെയാണ് ഹാരിസ് അത് സമീപിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പിന്നെ നിങ്ങൾ GT പോകുന്നുണ്ട്, ആമസോണിൽ പോകുന്നുണ്ട്, സെയിൽസ് ഉണ്ട്, സ്വന്തം വെബ്സൈറ്റ് ഫിഗർ ഔട്ട് ചെയ്യാൻ ഹാരിസിനെ ത്രൂ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തു. പിന്നെ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ജേർണി ഇവോൾവ് ആവുന്നത്? അതായത് നമ്മൾ D2C ഉണ്ട്, മാർക്കറ്റ് പ്ലേസിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാം. അതായത് മാർക്കറ്റ് പ്ലേസ് ഫിറ്റും D2C ഫിറ്റ് ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ യൂണിറ്റ് എക്കണോമിക്സും കാര്യങ്ങളും ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. നമ്മൾ എല്ലാം ഒരു സ്ഥലത്ത് ഡിസ്ട്രിബ്യൂഷനിലും മാർക്കറ്റ് പ്ലേസിലും D2C ഒരേ സാധനം വെക്കണമെങ്കിൽ നമ്മൾ മറ്റേ യൂണിലിവറോ അല്ലെങ്കിൽ ആക്ച്വലി പാർലേജി വെക്കുന്ന മാതിരി നമുക്ക് പാർലേജി എനിക്ക് D2C വെക്കാൻ പറ്റില്ലല്ലോ. അതായത് ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റ് അല്ലേ. വലുത് വേണമെങ്കിൽ വെക്കാം. ക്വിക്ക് കോമേഴ്സിൽ വെക്കാം. ഇപ്പം പുതിയത് എക്സ്പ്ലോർ ആയിട്ടുണ്ടല്ലോ, ക്വിക്ക് കോമേഴ്സിൽ ഇറ്റ് വിൽ വർക്ക്. അപ്പൊ നമ്മൾ പിന്നെ അവര് 5 റുപ്യന്റെ വെക്കാറ്റുള്ളൂ, അവരത് 500 റുപ്യ. അതെ അതെ അതെ. ഓക്കെ. കേടാവില്ലല്ലോ, അത്യാവശ്യം ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ, അപ്പൊ മേടിച്ചു വെക്കാലോ. അപ്പൊ യെസ്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, റിയലൈസ് ചെയ്തത് എല്ലാം സ്കെയിൽ ചെയ്യാൻ കേട്ടോ. നമ്മളൊരു പെർട്ടിക്കുലർ ഇതിലെത്തി, ഒരു സ്കെയിലെത്തി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് സെക്കൻഡ് ഇയറിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നത്. എല്ലായിടത്തും ഒരു സാധനം വെക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കൂടുതൽ ആലോചിക്കാൻ തുടങ്ങി എങ്ങനെയാണ് കാര്യങ്ങൾ. ആ സമയത്ത് തന്നെ നമുക്ക് വലിയൊരു സെറ്റ് ബാക്ക് ആയിരുന്നു. ഒരു മാർക്കറ്റ് പ്ലേസിന്റെ അവരെ ലേബിളിൽ തന്നെ അവർ നമ്മളെ പ്രൊഡക്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്തു. യൂഷ്വൽ സെനാരിയോ. യെസ്, അത് നിങ്ങൾ നമ്പർ 1 ആയതാ പ്രശ്നം. നമ്പർ 1 റാങ്ക് 2 നമ്മുടെ ട്രാക്ക് പാൻസിൽ. വി വർ ഗെറ്റിംഗ് വെരി ഗുഡ് വോളിയം. അവർ പെട്ടെന്ന് അവരുടെ ബ്രാൻഡിൽ ഈ സാധനം റെപ്ലിക്കേറ്റ് ചെയ്തു. ഇൻവെന്ററി പൈൽഡപ്പ് ആയി. കാരണം നമ്മൾ അത്ര ആ ഡെയിലി റൺ റേറ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോ എല്ലാം പെട്ടെന്ന് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആയിരുന്നു അല്ലെങ്കിൽ പുറത്തിന് ചെയ്തതായിരുന്നു? നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഏതൊക്കെ ആക്സസറീസ് ഉപയോഗിക്കണം, ഡിസൈനിങ്, സാമ്പിളിങ് കംപ്ലീറ്റ് നമ്മളായിരിക്കും. നമ്മളിതൊരു സ്പെക് ഷീറ്റ് ആയിട്ട് വെൻഡേഴ്സിനെ നോമിനേറ്റ് ചെയ്തിട്ട് വി ഗെറ്റ് ഇറ്റ് ഡൺ ഫ്രം ഫാക്ടറീസ്. കാരണം അത്രയും ഫെസിലിറ്റീസും നമ്മളെക്കാട്ടിയും ഇതിൽ നോളജ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ബേസിക്കലി നിങ്ങൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആയിരുന്നു. എക്സാക്ട്. നിങ്ങളെ ലേബലിൽ ഒരു ഉണ്ടാക്കി തരും. യെസ്. ഇപ്പം കോൺട്രാക്ട് മാനുഫാക്ചറിങ് തന്നെ പല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇപ്പം ഒരു പെർട്ടിക്കുലർ ബ്രാൻഡായിട്ട് ഷാന് പോവുകയാണെങ്കിൽ ചില ഫാക്ടറിയിൽ ഡിസൈൻ ടീമും R&D ടീമും എല്ലാം അവരുടെ അടുത്ത് ഉണ്ടാവും. അങ്ങനെ ചെയ്യാം. അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിരിക്കുമല്ലോ, ആ ഓവർ ഹെഡ്സും കാര്യങ്ങളും. ഞാൻ അപ്പാരൽ സ്പെസിഫിക് ആയിട്ടാട്ടോ പറയുന്നത്. രണ്ടാമത്തത് നമ്മൾ കംപ്ലീറ്റ് സാധനം എല്ലാം റെഡി ആക്കിയിട്ട് ജസ്റ്റ് നോമിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കൺവേർഷൻ മാത്രം. സോ വി ഫോക്കസ് ഓൺ കൺവേർഷൻ ബിക്കോസ് കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മൾ തന്നെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, ഡിസൈൻ ചെയ്യണം, ഡിസൈഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വി ആർ വെരി പ്രോഡക്റ്റ് ഫോക്കസ്, പ്രോഡക്റ്റ് ഫസ്റ്റ്. അതെ, അത് അങ്ങനെ തന്നെയാണ് ഞാനും എൻ്റെ ടീമും കംപ്ലീറ്റ് തിങ്ക് ചെയ്യുന്നത്. സോ ആ സമയത്ത് ഇങ്ങനെ ഒരു സെറ്റ് ബാക്ക് കിട്ടി. അപ്പോൾ GT സ്കെയിൽ ചെയ്യേണ്ട ആ ഒരു വി ആർ ഫോഴ്സ്ഡ്, നമുക്ക് എന്തായാലും സ്കെയിൽ ചെയ്തേ പറ്റുമോ എന്നുള്ള ഒരു സിറ്റുവേഷനായി. സ്കെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ തുടങ്ങാൻ എളുപ്പമെന്നുള്ള പറഞ്ഞ മാതിരി
സ്കെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പുഷ് ചെയ്യും വോളിയം, നമ്മൾ കുറേ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. GT-യിൽ അങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ ഫുൾ ക്രെഡിറ്റ് കളി. ഞാൻ പറയുന്നത് അത് GT-ന്റെ ഭാഗത്തെ പ്രശ്നമല്ല, നമ്മളെ പ്രൊഡക്റ്റും നമ്മളെല്ലാം ആലോചിക്കണമല്ലോ 360 ഡിഗ്രീന് എല്ലാം ഷുഡ് ഫിറ്റ് ഇൻ റൈറ്റ്. അപ്പൊ നമ്മൾ GT കൊടുത്തു, പുഷ് ചെയ്യാൻ നോക്കുമ്പം സ്കെയിൽ ഓടുമ്പം അതിനനുസരിച്ച് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്തായി കൂടി. ക്യാഷ് ഫ്ലോ കൂടുതൽ, ക്യാഷ് ഫ്ലോ വില്ലനായി തുടങ്ങി. അപ്പം ഞാനടക്കം നമ്മുടെ ടീം എല്ലാവരും സെയിൽസും പ്രോഡക്റ്റിലും ഉപരി ഈ കളക്ഷനിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കൂടുതൽ. നമ്മൾ ഡെയിലി നമ്മളെ ഇടുന്ന എഫേർട്ടും അറ്റൻഷനും കാര്യങ്ങളൊക്കെ അതിലോട്ട് പോയി തുടങ്ങി. ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട പ്രൊഡക്റ്റിനായിട്ട് സംസാരിക്കാനും കാര്യങ്ങളും. കാരണം എന്താ വെച്ചാൽ പുതിയ ബ്രാൻഡാണ്, അത്ലേഷറാണ്. വലിയ വലിയ ബ്രാൻഡ്സിനൊക്കെ പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് എന്താ വേണം, പേയ്മെന്റ് കിട്ടുള്ളൂ. അത് ആരായാലും കറക്റ്റ് ഫസ്റ്റത്തെ ഒരു ഫേസ് ആണല്ലോ. അതെ, വോക്രൂ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെറുപ്പിൽ നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്താ ഒരു പുതിയ പുതിയ പ്ലെയർ ആണ്. GT-യിലെ സ്കെയിൽ ചെയ്യാനുള്ള പ്രോബ്ലംസ് അപ്പം റിയലൈസ് ചെയ്തു. അന്ന് എല്ലായിടത്തും ഒരു ഈക്വൽ ഷെയർ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇ-കോം ഒരു 60-40% ഡിസ്ട്രിബ്യൂഷനും ആ സമയമായിരുന്നു. മാർക്കറ്റ് പ്ലേസ് ഇ-കോം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്ലേസും വെബ്സൈറ്റും. പക്ഷെ അപ്പോഴും പറയാം പ്രോഫിറ്റബിൾ ഏതായിരുന്നു? GT ആയിരുന്നു. കാരണം ഇ-കോമിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അതെ. അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് എന്ത് തുടങ്ങി, എങ്ങനെയാണ് ഇത് സ്കെയിൽ ചെയ്യുക. ഞാനൊരു മന്തിൽ 10-15-20 ദിവസം തന്നെ മാർക്കറ്റിലായിരിക്കും. അപ്പൊ പ്രൊഡക്റ്റും കാര്യങ്ങളും നമ്മൾ റീറ്റെയിലിൽ പോകും, പ്രൊഡക്റ്റ് പോകുന്നുണ്ടാകാൻ. അപ്പൊ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്, മനസ്സിലായില്ല. പ്രൊഡക്റ്റ് ഷെൽഫിൽ നമ്മളൊരു 100 പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 75 പീസും 80 പീസും എന്ത് ചെയ്യുന്നുണ്ട്, സാധനം പോകുന്നുണ്ട്. പക്ഷെ ഈ ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ട് വീണ്ടും റീഫിൽ ചെയ്യിപ്പിക്കുന്നല്ലോ. അപ്പൊ അതിൽ നമുക്ക് കറക്റ്റ് എന്താക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സാധനം കൊടുക്കാൻ പറ്റാത്തതാണോ പ്രശ്നം? അല്ല, സാധനവും ക്യാഷ് ഫ്ലോ. അതായത് നമ്മൾ പുതിയ ബ്രാൻഡ് ആകുമ്പം നമ്മൾ പല ടേംസും കണ്ടി നമുക്ക് അത്ര സ്ട്രിക്റ്റ് ആവാൻ പറ്റിക്കോണമെന്നില്ല, പ്രൊഡക്റ്റും കാര്യങ്ങളും ആ രീതിയിലൊക്കെ. അപ്പൊ വി വർ ട്രൈയിങ് ടു കൺവിൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്ക് ഇത്ര മാർജിൻ വേണം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇത് വേണം. ഓൾറെഡി ബിഗ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അത്ലേഷ്യയിലുള്ള ജോക്കി ആയിക്കോട്ടെ, ഫാൻസ്, അവരൊക്കെ ആയിരിക്കും അവരുടെ പ്രയോറിറ്റി. അതെ, ഉറപ്പായിട്ടും. കാരണം അവർക്ക് ഓൾറെഡി കസ്റ്റമർ പുള്ളി എവിടുന്ന് കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കും അങ്ങനെ തന്നെ ഡിമാൻഡ് ചെയ്യാം ആ രീതിയിൽ. അപ്പൊ വി വർ ഹാവിങ്, ബട്ട് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വന്നില്ല. GT-യിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മളൊരു കംപ്ലീറ്റ് അവിടെ കുറെ ഇഷ്യൂസ് നമുക്ക് ഇറ്റ് കെപ്റ്റ് ഹാപ്പനിങ്. മീൻവൈൽ നമ്മൾ മാർക്കറ്റ് പ്ലേസ് ഇ-കോമിൽ ആ പ്രോഡക്റ്റിൽ സെറ്റ് ബാക്ക് കിട്ടിയതുകൊണ്ട് ബാക്കി പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്തു, നമ്മൾ ഡെവലപ്പ് ചെയ്തു, ഓരോന്നൊന്ന് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. ഓപ്സ് ടീമും അതേപോലെ ലിസ്റ്റിംഗ് മാർക്കറ്റിംഗ് ടീമൊക്കെ കുറച്ച് ഇവോൾവ് ആയി ബെറ്റർ ആവാൻ തുടങ്ങി. അപ്പം GT ഒരു സ്ഥലത്ത് നടക്കുന്നു, ഇ-കോം നടക്കുന്നു, പക്ഷെ വെക്കുന്നത് ഇപ്പോഴും എന്താ, ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി ടൈം പോയി. നമ്മളെ എല്ലാം ബെസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ ലോഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരുമിച്ച് എന്താവുന്നില്ല, വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇരുന്ന് എല്ലാം ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പം എല്ലാം ഒരു സ്ഥലത്ത് വെക്കുന്നതാണോ പ്രശ്നം എന്ന് നമുക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. സോ വി സ്റ്റാർട്ടഡ് റിയലൈസിങ് ഓരോ ചാനലിലും ഓരോ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിട്ട് എല്ലാത്തും ക്രാക്ക് ചെയ്ത അപ്പാരൽ ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ. കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഏതിലെങ്കിലും പെർട്ടിക്കുലർ ഇതിൽ ഫോക്കസ് ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഇത്ര റവന്യൂ അവിടുന്ന് വരുന്നുണ്ട്, കുറച്ച് ക്യാഷ് ഫ്ലോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, റവന്യൂ നടക്കുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ നമ്മൾ എന്തായാലും ഇത് കുറച്ചൊന്ന് സേഫ് ആയിട്ട് അധികം ക്രെഡിറ്റ് കൊടുക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ടേംസിൽ വരുന്നവർ മാത്രം നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഫോക്കസ് തന്നെ അവിടെ നോക്കുമ്പം നമ്മൾ കസ്റ്റമറെ കുറിച്ച് വല്ലാണ്ട് ആലോചിക്കാത്തൊരു സിറ്റുവേഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി. ഡിസ്ട്രിബ്യൂഷൻ ക്രാക്ക് ചെയ്യേണ്ട പല രീതിയിലും നമ്മൾ കോംപ്രമൈസസ് ആയി പ്രൊഡക്റ്റിൽ. ഇപ്പൊ നമ്മളിപ്പോൾ അപ്പാരലിൽ പറയുകയാണെങ്കിൽ ഈ പ്രൈസിലോട്ട് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഈ സിപ്പർ ഇങ്ങനെ ആക്കിയാലോ, കൺസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്യില്ല, നമ്മൾ കോംപ്രമൈസസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി ഇത് നമുക്ക് ശരിക്കും കസ്റ്റമർക്ക് വേണ്ട സാധനം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളിലുള്ളത്. എൻഡ് ഓഫ് ദി ഡേ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് അതെ ആദ്യത്തെ ഇതിലോട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു,
നമുക്ക് ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാം. എല്ലാം കൂടെ ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നിലും പച്ച പിടിക്കാണ്ട്. എല്ലായിടത്തും കുറച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെ, നമ്മൾ ഒന്നും അല്ലാണ്ടാവുന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജനറൽ ട്രേഡ് പതുക്കെ എന്ത് ചെയ്തു, സ്കെയിൽ ഡൗൺ ചെയ്തു. പക്ഷെ ജനറൽ ട്രേഡ് അല്ലായിരുന്നോ പ്രോഫിറ്റബിൾ? അതെ, പക്ഷേ സ്കെയിലബിൾ അല്ല എന്നുള്ളത്. കാരണം ആ ഒരു സ്കെയിൽ ഇത്ര പ്രോഫിറ്റ് എന്നുള്ളതിൽ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. നമുക്ക് സ്കെയിൽ വേണം, കൂടുതൽ കസ്റ്റമർ അടുത്ത് എത്തണം, പ്രൊഡക്റ്റ് ഇനിയും ഡെവലപ്പ് ചെയ്യണം, കൂടുതൽ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യണം എന്നുള്ളൊക്കെ ഒരു എയിം ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ജനറൽ ട്രേഡ് പതുക്കെ സ്കെയിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങി. ക്രെഡിറ്റ് ഒക്കെ എടുത്ത് ഒഴിവാക്കി, അഡ്വാൻസ് പേയ്മെന്റിൽ മാത്രം വരുന്നവർക്ക് കൊടുക്കാം. അപ്പം കുറച്ച് സോളിഡ് കസ്റ്റമേഴ്സും അഡ്വാൻസ് വരുന്ന റീറ്റെയിലേഴ്സിനും കൊടുക്കാൻ തുടങ്ങി. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമല്ല, കുറേ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു. പക്ഷെ അതിൽ കുറച്ച് ഈ പറഞ്ഞ മാതിരി റവന്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സോളിഡ് ബിസിനസ്, പെട്ടിയിൽ പൈസ ഉണ്ട്, കാശുണ്ടോന്നില്ലാണ് ചോദിച്ചത്. പക്ഷെ അതിലെന്ന് വെച്ചാൽ പ്ലാനിങ് കറക്റ്റായി. അതായത് ഈ ഡിമാൻഡ് വെച്ച് ഫോർകാസ്റ്റ് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ്ങും കറക്റ്റായി. ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ സെയിലും പ്ലാനും തമ്മിൽ ഡീവിയേഷൻ കുറഞ്ഞു വന്നു. ഇൻവെന്ററി പൈൽഡപ്പ് ഇഷ്യൂസ് ഇല്ല, കാര്യങ്ങളില്ല. ഇ-കോം ആ രീതിയിൽ നടക്കുന്നുണ്ട്. GT കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കസ്റ്റമർ അടുത്ത് ഓൺലൈനിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. നമ്മൾ ടീമുകൾ ആലോചിക്കണം, ഡെപ്പോയിലുള്ള ആളും എൻ്റെ തിങ്കിങ്ങും കംപ്ലീറ്റ് ജനറൽ ട്രേഡിലുള്ള തിങ്കിങ്ങാണ്. അതെ അല്ലേ? ഇ-കോം തിങ്കിങ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിച്ച് തുടങ്ങി നമ്മൾ ചെയ്യുമ്പം ഇവിടെ ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. എങ്ങനെ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം, അത് ടച്ച് ആൻഡ് ഫീൽ ഒന്നും ഇല്ലല്ലോ. ആ സെയിം എക്സ്പീരിയൻസ് നമ്മളെ ലാൻഡിങ് പേജിൽ കൊണ്ടുവരണം, അല്ലേ? ആ പ്രോഡക്റ്റിന്റെ VMO സെയിൽസ്മാൻ പറയുന്നതൊക്കെ ഒരു ലാൻഡിങ് പേജാണ്. അതെ അല്ലേ? പുറത്തുള്ള ബോർഡാണ് മെറ്റാ ആഡ്സും അല്ലെങ്കിൽ ആമസോണിന്റെ PLA ആഡ്സും കാര്യങ്ങളൊക്കെ. അതെ. അപ്പൊ അതൊക്കെ റിയലൈസ് ചെയ്തു, ഇതൊക്കെ സെയിം എന്നാണല്ലോ ഈ കച്ചവടം വെക്കുന്ന കാര്യങ്ങളൊക്കെ. മനസ്സിലായി. ഡിഫറെന്റ് ടെംപ്ലേറ്റിലാണെന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇ-കോമിൽ ഫോക്കസ് ചെയ്തപ്പം വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് പ്രോഡക്ട്സ്. അതായത് ഓരോരോ എന്തൊക്കെയാണ് കസ്റ്റമർ പ്രോബ്ലംസ്, നമ്മൾ റിവ്യൂസ് എന്നും വായിക്കും. എന്താണ് പ്രശ്നം, ഇത് ഇങ്ങനെ ആക്കണോ, ബാക്കത്തെ പോക്കറ്റിന് സിപ്പർ വേണോ, ബാക്കത്തെ പോക്കറ്റിന് സിപ്പർ വേണം. നമ്മളൊരു ജോഗറാണല്ലോ ഉണ്ടാക്കി. എനിക്കൊന്ന് ഷാനൊക്കെ അന്ന് നമ്മളൊന്ന് അയച്ചൊക്കെ തന്നിട്ടുണ്ടായി. അതെ. അപ്പം ജോഗിന് ഇന്ന് സിപ്പർ വേണം, ഫോണ് തെറിച്ചു പോകുന്നു. അപ്പം മെറ്റീരിയൽ കോട്ടൺ ആവുമ്പം ഫെയ്ഡ് ആവുന്നു, അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ ആവുമ്പോൾ അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പില്ലിങ് വരുന്നു. നമ്മൾ തൊപ്പം എന്താന്നൊക്കെ ഉണ്ടായിരുന്നു. അത് അതെ, അതൊക്കെയാണ് നമുക്ക് ഇൻപുട്ട്. ഈ ഇ-കോമിലുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത്, ഈ ഡയറക്റ്റ് ഉള്ള കസ്റ്റമർ സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ പ്രൊഡക്റ്റിൽ ഇത്രയും പ്രൊഡക്റ്റ് എക്സ്പെർട്ടീസ് ആക്കിയതും കൺസ്യൂമറിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. കാരണം സാധനം ലോഞ്ച് ചെയ്താൽ നെക്സ്റ്റ് ഡേ നമുക്ക് റിവ്യൂ കിട്ടും, ഫീഡ്ബാക്ക് അപ്പം തന്നെ വരും. മറ്റേത് GT നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയി, ഡിസ്ട്രിബ്യൂട്ടർ ചിലപ്പോൾ അയാളെ റീറ്റെയിലർ അടുത്ത് പോയി, ഈ വരുന്ന ഇൻഫർമേഷൻ 100% വരില്ല. നമ്മളെ മറ്റേ ഗെയിമില്ലേ ചെവിയിൽ പറയുന്നത്, അതേമാതിരി പല സാധനങ്ങൾ മാറി മറിഞ്ഞിട്ടൊക്കെ വരും. അവസാനം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ ഒന്നും ഇല്ലാണ്ടായി പോകും. വരും പക്ഷെ പല രീതിയിലായിരിക്കും, വളരെ 100% ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. പക്ഷെ അതിന് വഴികളുണ്ട് കേട്ടോ. നമ്മുടെ ടീം പോയി ഡയറക്റ്റ് റീറ്റെയിലായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ അവിടെ അത്രയും മാൻ പവർ വേണം, സമയമെടുക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി. ഇപ്പൊ എനിക്ക് ഇപ്പോഴും എൻ്റെ റിവ്യൂ ആപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് എടുത്തൂടെ, എനിക്ക് റിപ്പോർട്ടായിട്ടൊന്നും വേണ്ടല്ലോ. കറക്റ്റ്, ഡയറക്റ്റ് പോയിട്ടാ ഈ പ്രോഡക്റ്റിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ അതൊരു ഇൻസൈറ്റ് ആണ് എനിക്ക് ആസ് എ ഫൗണ്ടർ, എൻ്റെ ടീമിലുള്ള മാർക്കറ്റിംഗ്, ഡിസൈനർ, NPD-ലുള്ള ആൾക്ക്, പ്രൊഡക്ഷനിലുള്ള ആൾക്ക്. അപ്പം സോ വി സ്റ്റാർട്ടഡ് അഗെയിൻ പ്രോഡക്റ്റിലുള്ള ഫോക്കസ് എന്ത് ചെയ്ത് വീണ്ടും വന്നു. ബാക്കി ഒരു 60% ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ GT-യിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് GT എടുത്ത് ഒഴിവാക്കിയപ്പോൾ ഇ-കോമിൽ വന്നു. ഇ-കോമിന് കുറച്ച് കൂടുതൽ അടിച്ചപ്പോൾ അഗെയിൻ അവിടെ പ്രൊഡക്റ്റ് വീണ്ടും വന്നു. പ്രോഡക്റ്റിന്റെ ഫോക്കസ് കുറച്ചുകൂടെ കൂടി. ഞാൻ പറയുന്നത് അതൊരു സ്കില്ലാട്ടോ. ഈ GT-ത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ചിലപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. അതെ, നമ്മൾ ഇ-കോമിൽ വന്നിട്ട് നമുക്ക് കസ്റ്റമർ മാത്രം ഫോക്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം വി സ്റ്റാർട്ടഡ് എൻജോയിങ് ദിസ് ജേർണി. ഞാൻ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫോണിൽ സംസാരിച്ച് 2-3 ഇടയ്ക്കൊരു കോൾ സെന്റർ ഒക്കെ ആവും. ടീമിനെ വിളിക്കുന്നത്, എടാ അതെന്താണ് ഇവിടെ എന്താ ഓർഡർ കിട്ടാത്തത്, ആ രീതിയിൽ ഇതൊക്കെ ഇപ്പൊ അടുത്ത പൈസ കളക്ട് ചെയ്യും. ഇ-കോമിൽ ഇതൊക്കെ ഈ സംഭവം ചെയ്യില്ല, ആമസോൺ ചെയ്യുന്നു, ഷോപ്പിഫൈ ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവോൾവ് ചെയ്ത് തുടങ്ങി, പ്രൊഡക്റ്റിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ഇ-കോമിൽ വെബ്സൈറ്റിൽ നമുക്ക് പർട്ടിക്കുലർ കമ്മോഡിറ്റി പ്രോഡക്റ്റും ബേസിക് പ്രോഡക്ട്സും നമുക്ക് ഫീസിബിൾ അല്ലാന്ന് റിയലൈസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, D2C വെബ്സൈറ്റ് 499 MRP ഉള്ള ട്രാക്ക് പാൻറ് 500 CAC കൊടുത്ത് വിറ്റിരുന്നു.
കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് ഇത്രയും നോക്കാൻ പറ്റൂല. അല്ല സെയിം അത് നില്ലായി പോവല്ലോ. സോ വി സ്റ്റാർട്ടഡ് ഫോക്കസിങ് ആക്ച്വൽ കസ്റ്റമർ പ്രോബ്ലംസ്. ഈ റിവ്യൂ അയച്ചിട്ടും കസ്റ്റമറായിട്ട് ഈ വെബ്സൈറ്റിൽ വരുന്ന കസ്റ്റമറായിട്ട് സംസാരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഞാനും എൻ്റെ ടീമും ഡിസൈൻ ചെയ്തു. അതായത് നമ്മൾ ഈ ജോഗറിൽ വല്ലാണ്ട് ക്വസ്റ്റ്യൻസ് വരായിരുന്നു. സിപ്പർ വേണം. വെച്ചാൽ ആളുകൾ ഈ ഫോണും പേഴ്സൊക്കെ ഇതിൽ തന്നെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതെ, എസ്പെഷ്യലി മെൻസ് ഒരു ബാഗ് ഇട്ടിട്ടോ പൗച്ച് ഇട്ടിട്ടോ എന്നെല്ലാം നടക്കുന്നത്. അപ്പോൾ വി തോട്ട് ഓഫ് അധികം നമ്മൾ ചോദിച്ചപ്പോൾ ഈ ജോഗർ നിങ്ങൾ എവിടെയൊക്കെ ഇടുന്നത് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ജോഗേഴ്സ് അധികം ഇടുന്നത്. അതെ, വർക്കിലോട്ട് അന്നൊക്കെ ആ സമയത്തൊക്കെ കുറച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ. 50-60% വേർ വർക്കിംഗ് ഫ്രം ഹോം. ബാക്കി എല്ലാവരും ഓഫീസിൽ പോയി തുടങ്ങി. ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ചു വൈ കനോട്ട് വി മേക്ക് ട്രാവൽ ജോഗേഴ്സ്. അതായത് ജോഗേഴ്സ് ജനറിക് അല്ലാതെ തിങ്ക് അബൌട്ട് ട്രാവലിംഗ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ ഇടുന്ന ആ ജോഗേഴ്സിൽ നമുക്ക് എന്തൊക്കെ വേണം, അത് നമ്മളെ കസ്റ്റമർ ഫീഡ്ബാക്കിൽ നിന്നും ഇൻപുട്ട് എടുത്തു. നമ്മുടെ ടീം ഇരുന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് എന്തൊക്കെ വേണ്ടെന്ന്. ഇപ്പൊ പ്രൈമറി സാധനമായിരുന്നു പോക്കറ്റ്സ് വിത്ത് സിപ്പേഴ്സ്. കറക്റ്റ്. അപ്പൊ ഞാനും പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പവർ ബാങ്ക് ഒക്കെ ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഈ ബാഗ് ഇട്ടിട്ടില്ല, എല്ലാം കൂടി ഇടാൻ കഴിയില്ല. പവർ ബാങ്ക് നമ്മളെ കയ്യിൽ വേണം, ചെക്ക് ഇൻ ലഗേജിൽ പറ്റില്ല. അതെ. അതേപോലെ തന്നെ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ വേണം, ഫോൺ വേണം, ബോർഡിംഗ് പാസ് വേണം. ബോർഡിംഗ് പാസ് വേണം. ഇനി വേറെ എവിടെയും പോവാണെങ്കിൽ നമ്മൾ ആ ഫോൺ ഒരു സിമ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ വേറെ ഫോൺ വേണം, പെട്ടെന്ന് ഇട്ടിട്ട് അവിടെ വിളിക്കാനൊക്കെ. നമ്മൾ ആലോചിച്ചു നമുക്ക് പോക്കറ്റ്സ് ഉള്ള സിപ്പേഴ്സ് ഉള്ള ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാൻസ്. സോ വി നെയിം ഇറ്റ് ആസ് ട്രാവൽ ജോഗേഴ്സ്. അപ്പൊ അതിലാണ് ശരിക്കും നമ്മളൊരു D2C എൻട്രി എന്ന് പറയാം. കാരണം മാർക്കറ്റ് പ്ലേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റി വിൽക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് സ്പീഡായിട്ട് കയറാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വി സ്റ്റാർട്ടഡ് ആക്ച്വലി സോൾവിങ്. നമ്മൾ പറഞ്ഞല്ലോ ഈ ക്വാളിറ്റി പ്രൈസ് എന്നുള്ളത് മുന്നത്തെ ഡിമാൻഡ്സ് ആയിരുന്നു. അത് ഇപ്പം ഡീഫോൾട്ട് ആയിട്ട് വരേണ്ട സാധനങ്ങളാണ്. അതായിരുന്നു നമ്മൾ മുന്നേ മാർക്കറ്റ് പ്ലേസിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്നോവേഷൻ വന്നു, ഫങ്ഷനാലിറ്റി വന്നു, കംഫർട്ട് വന്നു, പ്രയോറിറ്റീസ് ചേഞ്ച് ആയി. പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ആസ്കിങ് മോർ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഫോക്കസ് ചെയ്തു. ഇന്നോവേഷൻ എന്നുള്ളത് ഈ പോക്കറ്റ്സും കാര്യങ്ങളും മാത്രമല്ല, ഫാബ്രിക്കിന്റെ ഫങ്ഷനാലിറ്റീസിലും നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ ഫോക്കസ് ചെയ്തു. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, പക്ഷെ വളരെ ഫ്ലിംസി ആവരുത്. നമുക്ക് പുറത്തിട്ട് പോകാനുള്ളതാണ്, വീട്ടിലിടുന്ന പോലല്ല. വീട്ടിൽ നിന്ന് കുറച്ച് ലുക്ക് വേണം. ആ ഒരു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണം. അത് ലുക്കിൽ മാത്രമല്ല, ആ ഡ്രേപ്പിലും നമുക്ക് വളരെ ഫ്ലിംസി ആവരുത്. പുറത്തിട്ട് പോകുമ്പോൾ കംഫർട്ടബിൾ ആണ്, ബ്രീത്തബിൾ ആയിരിക്കണം, ലൈറ്റ് വെയിറ്റ്. ട്രാവൽ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അതെ. പിന്നെ ട്രാവലിംഗിൽ നമ്മൾ സ്വെറ്റ് ചെയ്യും, കൂടുതൽ ടൈം യൂസ് ചെയ്യും. അപ്പം ഓർഡർ കൺട്രോൾ വേണം. ഇതൊക്കെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് ആട്ടോ ഇവിടെ എത്തുന്നത്. അല്ലാണ്ട് നമ്മൾ ആദ്യം ഓർഡർ കൺട്രോൾ അല്ലെങ്കിൽ ആ രീതിയിലല്ല. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റിവേഴ്സ്. പ്രോബ്ലം ആസ് എ കസ്റ്റമർ എന്ത് വേണമെന്നും കസ്റ്റമർ എന്താണ് പറയുന്നതെന്നും. അതെ. അപ്പോൾ എന്താണ് ഇഷ്യൂസ്, അതിനുള്ള സൊല്യൂഷൻ കണ്ടു. കുറേ സാധനം ഇറക്കും, ഫെയിലാവും, സാമ്പിൾ റിജക്റ്റ് ആവും, ചിലത് നമ്മൾ ലോഞ്ച് ചെയ്യും, വീണ്ടും ഫെയിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ വളരെ കസ്റ്റമർ സെൻട്രിക് ആയി, കസ്റ്റമർ ഒബ്സസ്ഡ് ആയി. ശരിക്കും ആദ്യം അത് ആലോചിക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ എന്ത് ചെയ്യാന്നുള്ള രീതിയിലായി. നമ്മളെ കോശിയിട്ടൊന്നും വേണ്ട, നമ്മൾ ആ പ്രോഡക്റ്റിൽ വല്ലാണ്ട് ഫോക്കസ് ചെയ്തു. അപ്പൊ അവിടുന്ന് നമ്മൾ ട്രാവൽ ജോഗേഴ്സ് കൊണ്ടുവന്നു. അത്യാവശ്യം നമുക്ക് നല്ലൊരു പിക്കപ്പ് കിട്ടി. സോ ട്രാവൽ ജോഗേഴ്സ് ബേസിക്കലി മാർക്കറ്റിൽ ഇല്ലാത്തൊരു സാധനമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇനീഷ്യൽ പുള്ളുകൾ ഉണ്ടാക്കിയത്? സോ അഗൈൻ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ഈ 500 രൂപയുടെ ട്രാക്ക് പാൻറ് വെക്കാൻ എളുപ്പമായിരുന്നു. ലിസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പ്ലേസിൽ പോകും, പ്രൈസും ഒക്കെയാണ്, കൺവേർഷൻ വിൽ ബി മച്ച് ഫാസ്റ്റർ, കൺവേർഷൻ ഒക്കെ വളരെ അധികമായിരിക്കും. അതെ. സോ ഇറ്റ് വാസ് വെരി ഹാർഡ് ബിക്കോസ് അതൊരു ബേസിക് പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷെ ഈ പ്രോഡക്റ്റിൽ ഷാന് ചോദിച്ച മാതിരി നമുക്കാണ് ഇതൊക്കെ അറിയല്ലോ. ഈ ആരും വന്നിട്ട് ട്രാവൽ ജോഗേഴ്സ് സെർച്ച് ചെയ്യാനും പോകുന്നില്ല. കറക്റ്റ്. അപ്പോൾ ആ സമയത്താണ് മെറ്റയിൽ ഇങ്ങനെ ക്രിയേറ്റീവ് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും വാട്ട് ആർ വി സോൾവിങ് എന്നുള്ളതും ടാർഗറ്റിങ് കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡെപ്തിൽ. അപ്പോൾ ആ സമയത്ത് ഷാനും ഹാരിസും നമ്മൾ കുറച്ച് ഇന്റേണൽ ടീമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു വിന്നിങ് ക്രിയേറ്റിവിറ്റി. ഈ വിന്നിങ് ക്രിയേറ്റീവ് ഒക്കെ ഇപ്പോഴാട്ടോ പഠിച്ചു, അന്ന് അതിന്റെ പേരൊന്നും അറിയില്ല. നമുക്കറിയില്ല, ക്രിയേറ്റീവ് എന്നേ അറിയുള്ളൂ. വീഡിയോ ക്രിയേറ്റീവ് എന്ന് പറയില്ല. അതെനിക്കത് UGC അല്ലായിരുന്നു യൂസർ ജനറേറ്റഡ്. ഒരു യൂസർ ഇതിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതായിരുന്നു ആ സ്റ്റോറി ലൈൻ. അതെ. അപ്പൊ നമ്മൾ ആ ഒരു UGC ക്രാക്ക് ചെയ്തു. നമുക്ക് ശരിക്കും
ആ ആക്ച്വൽ പ്രോബ്ലം ഉള്ള കസ്റ്റമേഴ്സ് ആണല്ലോ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലോട്ട് വരാം. അതെ. അവർ പ്രൊഡക്റ്റ് മേടിച്ചു, അവരുടെ അടുത്ത് കുറെ റെസ്പോൺസ്, പ്രൊഡക്റ്റ് വീണ്ടും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ നമുക്കൊരു ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ക്രാക്ക് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ശരിക്കും കസ്റ്റമറെ മനസ്സിലാക്കി അവർക്ക് എന്താ വേണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നടക്കും. വീണ്ടും സംഭവം നേരത്തെ അമ്മോന് പറഞ്ഞിരുന്നു, പക്ഷെ ചെയ്ത് കുറച്ച് കൊല്ലങ്ങൾ മുമ്പായിരുന്നേ ഉള്ളൂ, അത് നമ്മൾ മറന്നുപോയതാ. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ കുറെ ഡിസ്ട്രാക്ഷനിൽ നമ്മൾ എന്തായി പോകും, മറന്നു, നമ്മള് ശ്രദ്ധിക്കാതെയാവും. അത് നമുക്ക് വല്ലാണ്ട് ഓർമ്മ ഉണ്ടാവില്ല. എപ്പോഴും കസ്റ്റമറെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ കുറച്ച് പോഡ്കാസ്റ്റിലും എനിക്ക് ക്ലിയർ ആയ സംഭവം, ഇറ്റ്സ് ഓൾവേസ് ദ കസ്റ്റമർ, ഒരു ഡൗട്ടും ഇല്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകും, വീണ്ടും തിരിച്ച് ഫോക്കസ് പോയി പോകും, അതിലോട്ട് വരണം എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് വീണ്ടും വി റിയലൈസ്. ഓക്കെ. അപ്പൊ തിരിച്ചു പോയി നമ്മൾ വീണ്ടും പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ നമ്മളെ ഇന്റേണൽ ഓൺലൈൻ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസിങ്, അതേപോലെ തന്നെ ക്രിയേറ്റീവ് ആ സമയത്ത് ഷാനും ഹാരിസും അതേപോലെ തന്നെ ബാക്കി പല ഏജൻസീസും ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്രിയേറ്റീവ്സ് ഒക്കെ ഇപ്പോഴും നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. ഇപ്പോഴും ഞാൻ നിഹാലിന്റെ ഒരു മറ്റേ നിഹാല് ഹാരിസൺ കോലിൽ അവന്റെ ഒരു മറ്റേ ഇപ്പോഴും പോകണ്ടില്ല. ഇപ്പോഴും ഒരു വിന്നിംഗ് ക്രിയേറ്റീവ് ആണ്. അത് കൊല്ലങ്ങളായി ആക്ച്വലി, 2-3 കൊല്ലയില്ല, 2 വർഷത്തിന്റെ അടുത്താവാനായി അല്ലെ. എന്താ വെച്ചാൽ ചില ക്രിയേറ്റീവ് സാച്ചുറേഷൻ വരാന്നൊക്കെ പറയും, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊന്നുമില്ല. അത് ആ എത്രത്തോളം മാർക്കറ്റ് വലുതാണോ അത്രത്തോളം ആളുകൾക്ക് ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സംഭവം നടക്കും, റിസൾട്ട്സ് കിട്ടും. അപ്പൊ നമ്മളൊരു സ്റ്റേജിലെത്തി, വി ആർ ഇൻ അത്ലേഷർ കംഫർട്ട്. നമ്മളപ്പോത്തിന് മുന്നേ ഫാഷനിൽ നമ്മൾ പറയുന്നത് ബ്ലൂ ടൈഗർ ടേക്ക് ദി ലീപ്പ് എന്നൊക്കെ ആയിരുന്നു. നമ്മൾ അതൊക്കെ മാറിയിട്ട് ബ്ലൂ ടൈഗർ മെയ്ഡ് ഫോർ കംഫർട്ട് ആയി. അതായത് ഇങ്ങനെ ബ്രോഡായി പോയി, ഇപ്പൊ നിങ്ങള് നാരോ ഡൗൺ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഫുൾ ഫാഷൻ സ്പെക്ട്രം ആയിരുന്നു, നാരോ ഡൗൺ ചെയ്ത് അത്ലീഷറിൽ എത്തിയിട്ടുണ്ട്. പിവട്ട് ചെയ്തിട്ട് അത്ലീഷറിൽ എത്തി. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പം നമ്മൾ അത്ലീഷർ എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ ഒരു സ്പോർട്സ്, റണ്ണിങ്, പെർഫോമൻസ്, ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്ലീറ്റ്സിനൊക്കെ, ബാഡ്മിൻ്റൺ, ഏതെങ്കിലും സ്പോർട്ടിലുള്ള ആളുകൾക്കായി മാറിയല്ലോ. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്തതും നമ്മൾ മനസ്സിലാക്കിയത് എവറി ഡേ ഈസ് എ പെർഫോമൻസ്. ആസ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ നമ്മളും ചെയ്യുന്നത് എങ്ങനെയാണ്, രാവിലെ പോകുന്നു, ചിലപ്പം ഫാക്ടറി പോയിട്ട് ചെയ്യേണ്ടി വരും, ഡെപ്പോ പോയി കഴിഞ്ഞാൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ലോഡ് ചെയ്യുന്നു. അപ്പം നമ്മളും വേർക്കുന്നുണ്ട്, നമ്മളും കൂടുതൽ സ്റ്റെപ്സ് കവർ ചെയ്യുന്നുണ്ട്. വി റിയലൈസ് ദാറ്റ് എവറി ഡേ ഈസ് എ പെർഫോമൻസ്. അപ്പൊ അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇറ്റ് ഈസ് എ ഹസിൽ, റൈറ്റ്? അപ്പൊ നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ മാർക്കറ്റിൽ പോകുമ്പോഴും നല്ല ഫോർമൽ ഷർട്ടും ഫോർമൽ പാൻറ് ഇടുമ്പോഴും, ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ഈ സ്വെറ്റ് സ്പോർട്സ് നന്നായിട്ടുണ്ടാവും, വേർത്തിട്ട് ഈ വൈറ്റ് അടയാളുണ്ട്. ഞാനാണെങ്കിൽ ബനിയൻ ഇടുന്ന ആളല്ല, എനിക്കത് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഈ ഓർഡറൊക്കെ ഒരു ഇഷ്യൂ ആയിരുന്നു. നമ്മൾ പോകുമ്പം ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഓഫീസ് AC ഓഫീസൊക്കെ ഇരിക്കും, അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ ഒരു സ്മെല്ല് വരും. അതേപോലെ തന്നെ റിങ്കിൾസ് വരും. നമ്മൾ ബസ്സിലും ട്രെയിനിലൊക്കെ അല്ലേ പോവാ, റിങ്കിൾസ് വരും. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസ് ഒക്കെ അറിയാം. എന്ത് ഈ അത്ലീഷർ അല്ലെങ്കിൽ സ്പോർട്സ് വെയർ അല്ലെങ്കിൽ ഫങ്ഷണൽ വെയർ, അതൊരു സ്പോർട്ടിന് മാത്രമല്ല, ജിമ്മിൽ പോകുമ്പോൾ ഇടേണ്ട സാധനം മാത്രമല്ല, ഇതൊക്കെ നമുക്ക് എവറിഡേ വേണം. അപ്പോൾ വി അണ്ടർസ്റ്റുഡ് എ പ്രോബ്ലം ദാറ്റ് ഇപ്പം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എസ്തെറ്റിക്സിലും ആ അപ്പിയറൻസിലും മാത്രമാണ്. അതിൻ്റെ ബിയോണ്ട് ഫിറ്റ് ആൻഡ് ഫാബ്രിക് എല്ലാവരും വല്ലാണ്ട് എന്ത് ചെയ്തിട്ടില്ല. പുറത്തൊക്കെ ആളുകൾ, കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് ദേ പെയ്ഡ് അറ്റൻഷൻ. ഇവിടെ അത്ര ഇതില്ലായിരുന്നു, ഫങ്ഷണാലിറ്റിയിൽ ആരും ഫോക്കസ് ചെയ്യുന്നില്ല. അത്ര ഉണ്ട്, കമ്പനീസ് ഉണ്ട്, ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷേ എല്ലാവരും അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. അതിന്റെ ആ പ്രോബ്ലം വല്ലാണ്ട് സോൾവ് ചെയ്തിട്ടില്ല. ഇപ്പം കുറേ ഉണ്ട്. ഇപ്പൊ വാട്ട് വി ഡിഡ് ഇസ് വി സ്റ്റാർട്ടഡ് പേയിങ് അറ്റൻഷൻ ആ പ്രോബ്ലത്തിനൊക്കെ. എന്നിട്ട് നമ്മൾ ഓരോരോ പ്രോഡക്റ്റും എങ്ങനെ ഫങ്ഷണൽ ആക്കാം, എങ്ങനെ കംഫർട്ടബിൾ ആക്കാന്ന് തിങ്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, GT കുറച്ചിട്ടുണ്ട്, നമുക്ക് കൂടുതൽ ടൈം കിട്ടി, ഫോക്കസ് കിട്ടി, കംപ്ലീറ്റ് ഓൺലൈനിലാണ്. ടീമിന്റെ തിങ്കിങ് മാറി, നമ്മൾ മെല്ലെ മെല്ലെ ഇതിലോട്ടായി. അപ്പൊ തന്നെ GTയിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ മാർക്കറ്റിലൊന്നും പോവാതെ നമുക്ക് വരുന്ന ഓർഡർ മാത്രം കേറ്റർ ചെയ്യുന്ന രൂപത്തിലോട്ട് എത്തിപ്പെട്ടു. അങ്ങനെ ആയി മാറിട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഇയറിൽ നമ്മൾ നോക്കുമ്പം E-കോമിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, നമ്മളും ഹാപ്പിയാണ്, കസ്റ്റമറും ഹാപ്പിയാണ്. വി ഷുഡ് ഡബിൾ ഡൗൺ ദിസ്. ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ മാതിരി ആമസോണിനും ഫ്ലിപ്കാർട്ടിൻ്റെയും മീറ്റിങ്ങിനും ഇവരുടെ അടുത്ത് കൂടുതൽ
നമ്മൾ കണ്ട് മീറ്റ് ചെയ്തിൽ എന്തൊക്കെ ചെയ്യാന്ന് വേണ്ടി നമ്മൾ അവരുടെ ഓഫീസിലൊക്കെ പോകും. അതേപോലെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ടെക് പാർക്കിൽ പോയപ്പോഴാണ് അവിടെ ഈ ഓഫീസിലോട്ട് വരുന്ന ലേഡീസൊക്കെ സ്കൂട്ടറിൽ വരുമ്പോൾ ഫുൾ ഒരു ഗ്ലൗവും അതേപോലെ തന്നെ ഫുൾ ഒരു സ്കാർഫും ഇതൊക്കെ ഇട്ടിട്ടാണ് ഓഫീസിൽ വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പുറത്ത് വെയിറ്റ് ചെയ്യും. നമുക്ക് അവരെ OTP കിട്ടാണ്ട് അവരെ ഓഫീസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പുറത്ത് ഇങ്ങനെ ബാഗും പിടിച്ചിരിക്കുക. അപ്പോ രാവിലെ എപ്പോഴും ഹസിൽ തന്നെയാണ്, ഫൗണ്ടർ ഹസിൽ ഇപ്പോഴും നടക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത് ബിൽഡ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് വേയിൽ തന്നെയാണ്. ബ്ലൂ ടൈഗർ ടീമാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും, ഫൗണ്ടർ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഹസിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡെപ്പോയിലെ ആളായിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗിലെ ആളായിക്കോട്ടെ, 12 മണിക്കായിരിക്കും ആഡൊക്കെ എന്ത് ചെയ്യുക, റീവാമ്പ് ചെയ്യുക, റിസൾട്ടിനെ ബാധിക്കാണ്ടിരിക്കാൻ മനസ്സിലായി. എല്ലാവരും ഹസിൽ ചെയ്യുന്നുണ്ട് ഈക്വലി. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പം രാവിലെ എത്തി നിൽക്കുമ്പോഴാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. ഈ സ്കൂട്ടറിൽ വരുന്ന ആളുകൾ, ലേഡീസ് എസ്പെഷ്യലി, ഓക്കെ, അവർ ഈ ഗ്ലൗസ് ഇവിടം വരെ വലിച്ചിട്ടിരിക്കുന്നു, ഷോൾ ഇട്ടിരിക്കുന്നു, സൺഗ്ലാസും. അപ്പൊ അവർ പാർക്കിങ്ങിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് ഇത് ഒഴിവാക്കാൻ. ഇത് എന്താന്നുള്ള. അപ്പൊ അന്ന് തന്നെ തിരിച്ച് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും കുറെ പേര് ഹുഡി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറെ പേര് ലെതർ ജാക്കറ്റ് ഈ ചൂടത്തിട്ടിരിക്കുന്നു. ബാംഗ്ലൂർ സമ്മർ ആയിരുന്നു. ഇത് എന്താ? അപ്പൊ ബേസിക് അവരുടെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടാൻ ആവരുതെന്നാ. കറക്റ്റ്. അപ്പൊ നമ്മൾ കോളേജ് പഠിക്കുമ്പോഴും നമ്മളെ കൈയൊക്കെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ 2 കളേഴ്സാണ്. അതെ, നമ്മള് ഡ്രസ്സ് ഊരി കഴിഞ്ഞാൽ ഇവിടെ 2 കളേഴ്സാണ്. അപ്പൊ അതായിരുന്നു. അപ്പൊ അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് എന്താന്നുള്ളത്. കാരണം ആ സമയത്ത് നമുക്ക് ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുന്ന ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. പിന്നെ ആ ചെറുപ്പത്തിലെ ആ ഒരു രീതിയിൽ നമ്മൾ ചെരുപ്പിന്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ സെയിൽസിൽ പോകുമ്പോൾ ഞാൻ നന്നായിട്ട് ആളുകൾ ഒബ്സർവ് ചെയ്യും. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് നമ്മളെ കൗണ്ട് എടുക്കും, ഈ 10 എണ്ണത്തിൽ എത്ര നമ്മളെ ബ്രാൻഡ് ഉണ്ട്. ഈ ഇടുന്ന ആളുകൾ, ഇവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും, ഒരു ബാഗ് ഉണ്ട്, നല്ല ഷർട്ട്, ഇവൻ ഏത് ബ്രാൻഡാണ്, ഇവന്റെ ടേസ്റ്റ് എന്താ, മോഡൽ ഏതായിരുന്നു, ഇവരുടെ ടേസ്റ്റ് എന്താ. ഒരു ലേഡിയാണ് അത്യാവശ്യം വെസ്റ്റേൺ ആയിട്ട് ഡ്രസ് ചെയ്യുന്നത്, ഇവരെന്താടുന്നത്. അപ്പൊ ഞാൻ ബസ്സിലും ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ ഞാൻ കൗണ്ട് എടുക്കും, സർവേ. ആ ഒരു മൈൻഡ് സെറ്റ് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി പോയിട്ടുണ്ട് ഈ ട്രെയിനിങ്ങിൽ. കോളേജ് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ്. അതെ, ആ കോളേജ് വന്ന ട്രെയിനിങ്ങിൽ എനിക്ക് എന്റെ ടാർഗറ്റ് ലേഡീസ് കാറ്റഗറിന്റെ സെയിൽ ഇത്ര കൂട്ടണം എന്നായിരുന്നല്ലോ. അപ്പോൾ നമുക്കറിയാം ഷെയർ കൂട്ടാൻ എന്ത് ചെയ്യണം. അപ്പോൾ ആ ഒരു ഒബ്സർവേഷനും കസ്റ്റമർ ഒബ്സർവേഷൻ, കൺസ്യൂമർ ബിഹേവിയറിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി എൻ്റെ ആ സമയത്ത് ഇൻഫ്യൂസ് ആയിട്ട് ഞാൻ എപ്പോഴും നോക്കും. ഞാൻ വല്ലാണ്ട് ഒബ്സർവ് ചെയ്യും എവിടെ പോയി കഴിഞ്ഞാലും. ഇപ്പൊ ഷാന്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ഇതെന്തുകൊണ്ട് കറക്റ്റ് അവരുടെ അടുത്ത് ചോദിച്ചതും ഏത് അണ്ടർവെയർ ഉപയോഗിക്കുന്നൊക്കെ ഞാൻ ചോദിച്ചല്ലോ, ഈ ഇഷ്യൂ ഉണ്ടോ. സാധാരണ നീ പുറത്തല്ലേ ചോദിക്കുള്ളൂ, പക്ഷേ ഈ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയപ്പോ എല്ലാം ചോദിക്കാൻ. അപ്പൊ ആ രീതിയിൽ നമ്മൾ കണ്ടപ്പോ ആ പ്രോബ്ലം എന്റെ ഇപ്പം ട്രാവൽ ജോഗസ് ശരിക്കും ഒരു പേഴ്സണൽ പ്രോബ്ലം ആയിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പം ഒരാളെ കണ്ടു, ആ പ്രോബ്ലം മനസ്സിലാക്കി. കുറെ സമയം എടുക്കും, കാരണം അത് ഇടാനും അത് ഊരി വെക്കാനും ഒക്കെ ചൊറയാണ്. ബിയോണ്ട് ദാറ്റ് നമുക്ക് ഇത് കംഫർട്ടബിൾ ആക്കാൻ പറ്റുമെന്ന് ആദ്യം ആലോചിച്ച്, ഇടാനും കാര്യങ്ങളും ടൈമും നോക്കിയിട്ടില്ല. പക്ഷെ കംഫർട്ട് എങ്ങനെ കൂട്ടാം. തിരിച്ച് ഓഫീസിൽ പോയി നമ്മളെ ടീമിന്റെ അടുത്ത് ചോദിച്ചു നോക്കി, ഇത് അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഷ്യൂ ഒക്കെ. ലേഡി സ്റ്റാഫും ഉണ്ടല്ലോ നമ്മുടെ കൂടെ, അവരുടെ അടുത്തും ചോദിച്ചു നോക്കി. നമ്മളെ പ്രൊഡക്ഷൻ്റെ ആളടുത്തും ഡിസൈനറുടെ അടുത്തൊക്കെ സംസാരിച്ചു, ഇത് നമുക്ക് എങ്ങനെയാന്നുള്ള. സ്മോൾ ടീമാട്ടോ അപ്പോൾ, ഡിസൈനർ, മെർച്ചൻഡൈസർ, ആ ഒരു സ്മോൾ ഒരു പ്രൊഡക്ഷൻ എപ്പോഴും കോൺട്രാക്ട് മാനുഫാക്ചറിങ് തന്നെയാണ്. യെസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിസൈനർ നമ്മൾ ചെയ്യും, മെർച്ചൻഡൈസറിന്റെ സാമ്പിൾ ഡെവലപ്പ് ചെയ്യും, ആ ഒരു ക്ലോസ് സർക്കിൾ. ഓക്കെ, നമ്മൾ എന്നും ഒരു കോളൊക്കെ ആ ഒരു രീതിയിലുണ്ടല്ലോ നമ്മളിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അവിടെ ഇവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പം നമുക്ക് പറഞ്ഞല്ലോ, ഈ ഓൾറെഡി ടെക്നിക്കൽ അപ്പാരൽ എക്സിസ്റ്റ്, ഓൾറെഡി ഫങ്ഷണാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ പ്രോബ്ലം ഇതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു, ഇതാണ് പ്രോബ്ലം, ഇതെങ്ങനെ സോൾവ് ചെയ്യാം. അപ്പം പറഞ്ഞ് ഈ ഗ്ലൗ ആയിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടാണ്. കാരണം ആ ഗ്ലൗ ഒരിക്കലും ടാനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അതൊരു സെർട്ടൈൻ പെർസെൻറ്റേജ് വരെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. ടാൻ ആവാണ്ടിരിക്കലാണല്ലോ. സൺ ഡാമേജിനെ കുറിച്ചല്ല ഇപ്പോൾ ആളുകൾ തിങ്ക് ചെയ്യുന്നത്. അതെ, അതിന്റെ അവയർനെസ് കുറവാണ്. അപ്പോൾ ആളുകൾ തിങ്ക് ചെയ്യുന്നത് ടാനാണ്, മുഖം ആയിക്കോട്ടെ, കൈ ആയിക്കോട്ടെ, എസ്പെഷ്യലി വിമൻ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ എന്ത് സോൾവ് ചെയ്യും, ഗ്ലൗ ആണോ, തൊപ്പിയാണോ, അല്ലെങ്കിൽ വല്ല തുണി കഷ്ണമാണോ, അങ്ങനെയൊക്കെ ആലോചിച്ച് സ്കാർഫാണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങി. അങ്ങനെ ഫോക്കസ് ചെയ്ത് വി എൻഡഡ് അപ്പ് വിത്ത് ലോഞ്ചിങ് എ ജാക്കറ്റ്. നമ്മൾ പറഞ്ഞു ഇത് ഇടാനും ഇതിന്ന് പുറത്തിറങ്ങാനും എളുപ്പമായിരിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തു, ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഇതാണ് മൊബിലിറ്റി, ഇത് പോർട്ടബിൾ ആയിരിക്കും, ഇത് ക്യാരി ചെയ്യാനും കാര്യം ഇതൊരു ബുദ്ധിമുട്ടാവരുത്.
അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ സാമ്പിളിങ് ചെയ്തു, കുറേ ഫാബ്രിക്കും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ വി എൻഡഡ് അപ്പ് സിലോവേറ്റ് ഒരു ടെംപ്ലേറ്റ് നമ്മളൊരു ജാക്കറ്റ് രീതിയിലെത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഓ ജാക്കറ്റ് ആകുമ്പോൾ ഇടാനും എളുപ്പമാണ്, ബാഗബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ, ബൈക്കിലാണെങ്കിൽ ഇതിലിടാം, ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെക്കേഷൻ ബീച്ച് വെക്കേഷനിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ബാഗിലിടാം. സോ അതിൽ നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി സൺ പ്രൊട്ടക്ഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ വി സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ഫാബ്രിക്സ്. ഞാനും കുറേ ട്രാവൽ ചെയ്തു, പല പല ഫാബ്രിക് വെൻഡേഴ്സിനും മിൽസിനും പോയി കണ്ടു. നമുക്ക് ഒറിജിനൽ സൺ പ്രൊട്ടക്ഷൻ, സൺ സ്ക്രീൻ തേക്കുന്ന പോലെ തന്നെ പ്രൊട്ടക്ഷൻ വേണം. ഇത് ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ, അതുണ്ട് പക്ഷെ നമുക്കറിയില്ല. അവരെ പോയിട്ട് മീറ്റ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, കുറേ പ്രോഡക്ട്സ് സാമ്പിൾ കൊണ്ടുവരും, സാമ്പിൾ ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ ഇതിൻ്റെ എക്സ്പേർട്സിനായിട്ട് സംസാരിക്കും. അതായത് എക്സ്പോർട്ട് ഹൗസസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ US-ലോട്ടും ഓസ്ട്രേലിയയിലൊക്കെ ഇത് മേജർ പ്രോബ്ലമാണ്. ഓസ്ട്രേലിയ ന്യൂസിലൻഡിലൊക്കെ ഈ ഓസോൺ ലെയറിൻ്റെ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊരു എസെൻഷ്യലാണ്. നമ്മൾ ഹെൽമെറ്റ് ഇട്ട് ഇറങ്ങണ മാതിരി ഇത് ആളുകിട്ട് ഇറങ്ങും. ഇത് അത്ര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവരുടെ അടുത്ത് സംസാരിച്ച് എക്സ്പെർട്ട് ഇതിനൊരു ടെസ്റ്റ് ഉണ്ടെന്നു, ഇതിനൊരു റേറ്റിംഗ് ഉണ്ട്. നമ്മളിപ്പം സൺസ്ക്രീൻ തേക്കൂലേ, അതിൽ SPF 50, SPF 30 അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഇതിന് UPF 50, UPF 30, 20 ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലായി. ഇതൊക്കെ നമുക്ക് ഈ ഓർഡർ കൺട്രോൾ ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇത് ഈ ആവശ്യത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, അലൈൻ ചെയ്തു. കാരണം ആ സമയത്ത് സൺ പ്രൊട്ടക്ഷൻ ക്ലോത്തിങ് എന്നുള്ളത്, സൺസ്ക്രീൻ ക്ലോത്തിങ് എന്നുള്ളത് എലീറ്റ് അത്ലീറ്റ്സും ഹൈക്കേഴ്സിനും ക്യാമ്പിങ്ങിനും പിന്നെ ലെജറിന് വേണ്ടിയിട്ട് ഫിഷ് ചെയ്യാൻ മീൻ പിടിക്കാൻ പോകുന്നവർക്കൊക്കെയാണ് അന്ന് ഇതുള്ളത്. ആരും നമ്മളെ എവറിഡേ ഇതിലോട്ട് ആലോചിച്ചില്ല, അങ്ങനൊരു പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ US-ലൊക്കെ സെർട്ടൈൻ പാർട്സിൽ അവരെ സ്കിൻ ടൈപ്പിന് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആ വരും. കമ്പാരിറ്റീവ്ലി നമ്മളെക്കാട്ടി മെലനിൻ നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട് നമ്മളെ ഈ മെലനിനും നമ്മളെ സ്കിൻ കളർ കാരണം. അവർക്കതില്ല. അപ്പോൾ അവർ സൺസ്ക്രീൻ ആയിക്കോട്ടെ, സൺസ്ക്രീൻ ക്ലോത്തിങ് ആയിക്കോട്ടെ, അത് അവിടെ കുറച്ചും കൂടെ കോമൺ ആണ്. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ നമുക്ക് UPF 50-ലുള്ള ഒരു ജാക്കറ്റ് ഉണ്ടാക്കണം. സോ വി കമ്പൈൻ ബോത്ത്, വി സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്രോഡക്ട്സ്, വി സ്റ്റാർട്ടഡ് സെല്ലിങ്. ഫസ്റ്റ് പോയ എത്ര ഓർഡേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു, അവരെ വിളിച്ച് സംസാരിച്ചു. കാരണം ഇതൊരു കാറ്റഗറി ക്രിയേഷൻ ആയതുകൊണ്ട് തന്നെ ക്രിയേറ്റീവിൽ കുറേ ചെയ്തിട്ടാണ് നമ്മൾ എന്തായത് ഇത് നല്ല ഇത് മനസ്സിലാക്കേണ്ട. നമ്മളകത്ത് ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വേണ്ട ആളുകളുടെ അടുത്ത് വേണ്ട മാതിരി പറഞ്ഞ് ആളുകൾ മേടിക്കണ്ടേ, സാധിപ്പിച്ചെടുക്കണം. ആ ക്രിയേറ്റീവ് ഇപ്പോഴും റൺ ചെയ്തേ. കാരണം ഒരു ഷർട്ടോ ഒരു ജാക്കറ്റോ, റെയിൻ ജാക്കറ്റ് വരെ എളുപ്പമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കായിരുന്നു, വിന്ററിന് വിന്റർ ജാക്കറ്റ് ഉണ്ട്, മഴത്ത് റെയിൻ ജാക്കറ്റ് ഉണ്ട്, സമ്മറിൽ ജാക്കറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. ശരിയാ, എന്തൊക്കെ ഒഴിവാക്കാന്നില്ലാണ്. സമ്മർ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഉള്ള ടീഷർട്ടിനെ ഒഴിവാക്കാനാണ് നോക്കുന്നത് ചൂട് കാരണം. അപ്പോൾ ആളുകളെ കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വൈ ഷുഡ് യു വിയർ ദിസ് എന്നുള്ളത്. അതേപോലെ തന്നെ അന്ന് ഗ്ലോബലി ട്രാവൽ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കുള്ള ജാക്കറ്റ് ആണെങ്കിൽ UPF പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളെ ഇന്ത്യൻ വെതറിനും ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിനും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതല്ല. അതൊരു ബൾക്കി സാധനമാണ്. അതായത് അവിടുത്തെ വെതറും ഹ്യൂമിഡിറ്റി എല്ലാം ഡിഫറൻസ് ഉണ്ടല്ലോ. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും നമ്മൾ പോകുന്ന രീതികൾ, അവിടെ അധികം ആളുകൾ മെട്രോ കാര്യങ്ങൾ, നമ്മളിവിടെ സ്കൂട്ടർ ഭയങ്കര പോപ്പുലറാണ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളിത് കമ്പൈൻ ചെയ്തു, പ്രോഡക്റ്റ് നമ്മൾ ക്രാക്ക് ചെയ്തു. നമ്മൾ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ആയിട്ടുള്ള ലാബിലൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മളെ ടെസ്റ്റ് റിസൾട്ടും പോസിറ്റീവായി. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞു. പക്ഷേ ഇത് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആളുടെ അടുത്ത് എത്താൻ ബുദ്ധിമുട്ടായി. അപ്പം അങ്ങനെ കസ്റ്റമറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അതെ. അപ്പോൾ അതിൽ നമ്മൾ കുറേ ഒരു ലേണിംഗ് ഫേസ് ആയിരുന്നു. ഇത് എങ്ങനെ എത്തിക്കും, എന്താ വെച്ചാൽ കാരണം ഉണ്ടാക്കാനും പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും വെക്കണ്ടേ. പ്രോബ്ലം കണ്ടുപിടിച്ചു, ആ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷനും കണ്ടുപിടിച്ചു. അന്നേരം GTയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ട് പോകണമെന്നുള്ളതിലും ഷുവർ അല്ല. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞാൽ ഇതാണ് പ്രശ്നം, അവിടുത്തെ സെയിൽസ്മാനിൽ ഞാൻ കടലിരുന്ന് വെക്കുമായിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ വരുമ്പോൾ എനിക്കിത് പറയാം. ശരിയാണ്. പക്ഷെ ഓൺലൈൻ അല്ലത്. കറക്റ്റ്. മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ PL ആഡ്സ് ആണ്, ആ ഒരു ലിസ്റ്റിംഗ് ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ മനസ്സിലാവുക? അതെ. അപ്പം നമ്മൾ മെറ്റാ ക്രിയേറ്റീവ്സിൽ വർക്ക് ചെയ്ത് നമ്മളൊരു ക്രിയേറ്റീവ് ക്രാക്ക് ചെയ്തു. എന്നിട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കുറച്ച് സെയിൽ വന്നു. സോ എക്സൈറ്റഡ്. നമ്മൾ എന്ത് ചെയ്ത് ആ കസ്റ്റമർ ഫോണിലൊക്കെ എടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് വളരെ ചെറിയ സ്റ്റേജിൽ. അപ്പം അധികം ഓർഡേഴ്സ് ഒന്നുമില്ല, ഡെയിലി ഒരു 10-40 ഓർഡേഴ്സ് എന്നുള്ളതൊക്കെ പോലെ തന്നെ ഉള്ളൂ. എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെയുണ്ട്. കുറേ പേര് ഫോൺ എടുക്കുക, നമ്മൾ എന്നെ ഇരുന്ന് വിളിക്കായിരുന്നു. മനസ്സിലായി. ഞാനും കുറച്ച് പേരൊക്കെ ഇരുന്ന് നമ്മുടെ ടീം വിളിച്ചിട്ട് വി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഫീഡ്ബാക്സ്. അപ്പം പ്രൊഡക്റ്റ്
കുഴപ്പമില്ല, കാര്യങ്ങളില്ല, കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം, ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ട്, കയ്യിൽ നമ്മൾ ഇവിടെ വരെ കവറേജ് കൊടുത്തിരുന്നു, ഇത് ഇടുമ്പോൾ നമുക്ക് ഇവിടെ സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റ്സ് കിട്ടാൻ തുടങ്ങി. സോ വി അണ്ടർസ്റ്റുഡ് ഇത് ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്യണം. സോ സ്റ്റേജ് 1, PO1, PO2 ഈ പ്രോഡക്റ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരുന്നു, വേർഷൻസ് ഇറക്കിക്കൊണ്ടേയിരുന്നു. അതെ. ആ സമയത്ത് ക്രിയേറ്റീവും ഈ ടീമിനും ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ നമ്മളെ മാർക്കറ്റിംഗ് ടേക്ക് കെയർ ചെയ്യുന്ന ഫാസിൽ, എൻ്റെ കസിനും കൂടിയാണ്, അവരും വന്നു. അപ്പം ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ഓഫ്ലൈൻ തിങ്കിങ് എന്നാണല്ലോ നമ്മളിത് വരുന്നത്. അതെ. അപ്പോൾ ഇതിലോട്ട് ട്രാൻസ്ഫോം ആവാനൊരു സമയമുണ്ട്. അപ്പോൾ നമ്മളെ എൻ്റെ കസിൻ ബ്രദർ ആയിട്ടുള്ള സമയത്ത് അങ്കിളാണ്, അവനും നമ്മളെ ഷോപ്പിഫൈ ബിൽഡ് ചെയ്യാനും അതിൻ്റെ ഇത് കാര്യങ്ങൾ ചെയ്യാനും. എന്താ വെച്ചാൽ എനിക്ക് ബിൽഡ് ചെയ്യാൻ അറിയില്ല വെബ്സൈറ്റും കാര്യങ്ങളൊന്നും. അതെ. നമുക്ക് പ്രൊഡക്റ്റും സെല്ല് ചെയ്യാനൊക്കെ ഉള്ളതല്ല അറിയുള്ളൂ. അതെ. അപ്പോൾ അതിൽ സമയത്തും കുറേ സപ്പോർട്ട് ചെയ്തു. നിങ്ങളെപ്പോലെ ഷാനു ആ സമയത്ത് ഹാരിസൺ കോ. അപ്പോൾ ഇതൊരു ടീം വർക്കായിട്ട് നമ്മൾ നല്ല ക്രിയേറ്റീവ് ക്രാക്ക് ചെയ്തു. പ്രൊഡക്റ്റ് ക്രാക്ക് ചെയ്തു, ക്രിയേറ്റീവും ക്രാക്ക് ചെയ്തു. ക്രിയേറ്റീവ് ക്രാക്ക് ചെയ്യുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, ഇതൊരു സ്കെയിലോട്ട് എത്തിക്കണമല്ലോ. കറക്റ്റ്, ആൾക്കാരെ അറിയിക്കണമല്ലോ. ഒരു 10x 20x ഗ്രോത്ത് ആണല്ലോ നമ്മളിങ്ങനെ കാണുന്നത്. അവിടെ എത്തിയതൊരു കാര്യം, പ്രോബ്ലം ഉണ്ട്, സൊല്യൂഷൻ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. കറക്റ്റ് അല്ലേ? അതായത് സൊല്യൂഷനെ കുറിച്ച് ആരും അവെയർ അല്ല. എല്ലാവർക്കും ആ പിന്നെ എക്സ്ട്രാ സാധനം ഇടുക, അല്ലെങ്കിൽ സ്കാർഫ് ചുറ്റുക എന്നുള്ള സൊല്യൂഷൻ. അവർ ഇട്ടുകൊണ്ടിരുന്നത് റെഗുലർ കോട്ടൺ ഫാബ്രിക് ആയിരുന്നു. അതിനൊരിക്കലും UPF നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ വെറുതെ ഇത് പഠിക്കാനായിട്ട് റെഗുലർ സ്കാർഫ്സും കോട്ടണും ഒക്കെ ടെസ്റ്റിന് കിട്ടും. അപ്പോൾ അത് ഒരിക്കലും UPF 50+ ഒന്നും കിട്ടുന്നില്ല. അതൊരു മൈനർ ഇതായിട്ടുള്ളൂ. പിന്നെ അതുമല്ല, ആളുകൾ ടാൻ എന്ന് പറഞ്ഞാൽ അതിലുപരി സൺ ഡാമേജ് ഉണ്ട്, നമ്മൾ ഏജിങ്, അതുപോലെ തന്നെ റിങ്കിൾസ് വരും, നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പം എൻ്റെ വാച്ച് ഒരു സ്ഥലം ഇപ്പോഴത്തെ സ്കിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യാം. അതെ. പിന്നെ ഇതിൻ്റെ അത് പറയുമ്പോൾ ഒരു UPF പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സാധനം, എന്നിട്ടും സ്കിന്നിൽ ഭയങ്കര കളർ ഡിഫറൻസ് ഉണ്ടാവും. യെസ്. അപ്പോൾ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ റിസൾട്ട്സ് പ്രോബ്ലംസ് നമുക്ക് കാണിക്കൂല, ടാൻ ആയിട്ടല്ലേ കാണിക്കുള്ളൂ. അതെ. ഇറ്റ് ആഡ്സ് അപ്പ്. ഇത് പതുക്കെയാണ് നമുക്കൊരു 1.5 വർഷത്തിലായിരിക്കും നമ്മൾ ഈ ഡാമേജും കാര്യങ്ങളും. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഒരു റീസെൻ്റ്ലി വന്ന ഒരു ആർട്ടിക്കിളായിരുന്നു, ഒരു ലോറി ഡ്രൈവർ, പുള്ളി വർഷങ്ങളായിട്ട് ഇങ്ങനെ ലോറി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ ഈ ഏരിയ വിൻഡോന്നാണ് സണ്ണിൻ്റെ എക്സ്പോഷർ, സൺസ്ക്രീൻ. ഓബ്വിയസ്ലി നമ്മുടെ നാട്ടിലത് സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാനുള്ള അവയർനെസ്സോ സാഹചര്യങ്ങളോ ഇല്ല. അപ്പം പുള്ളിയുടെ ഒരു ഹാഫ് സൈഡ് മാത്രം വെരി വെൽ ഏജ്ഡായി, റിങ്കിൾസ്, സ്പോട്സ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വി ആർ നോട്ട് വെരി പ്രോൺ ടു സ്കിൻ ക്യാൻസർ ആൻഡ് ഓൾ. പക്ഷേ ഓസ്ട്രേലിയയിൽ നിങ്ങൾ നോക്കേണ്ടത് ഒരു 70 വയസ്സാവുമ്പം 3-2 പേർക്ക് സം ഫോം ഓഫ് സ്കിൻ ക്യാൻസർ ഇസ് കമ്മിങ് ബിക്കോസ് ഓഫ് സൺ എക്സ്പോഷർ. അവിടുത്തെ ഓസോൺ എക്സ്പോഷർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവരെ ഓർഗാനിക് നാച്ചുറൽ പ്രൊട്ടക്ഷൻ കുറവാണ്. മനസ്സിലായി. അപ്പോൾ ഇവിടെ നമുക്ക് അത്ര സ്കിൻ ക്യാൻസർ ഇഷ്യൂസ് അത്ര അധികം ഇല്ലെങ്കിലും ഈ പറഞ്ഞ ഡാമേജസും കാര്യങ്ങളും ടാനാണ് എല്ലാവരും അറിയുന്നത്. നമ്മളിപ്പം ട്രൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ബിയോണ്ട് ടാൻ, നമ്മൾ ആ ക്യാമ്പയിന് ബിയോണ്ട് ടാൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ നമ്മൾ കുറേ അവയർനെസ് കൊടുക്കും, സോഷ്യൽ മീഡിയയിൽ ആ രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ആ രീതിയിൽ തന്നെ നമ്മൾ അഗെയിൻ UV ജാക്കറ്റ്, സൺസ്ക്രീൻ ജാക്കറ്റ് ഫോർ ഇന്ത്യ, വി ഇന്ത്യനൈസ്ഡ് ഇറ്റ്. ഇപ്പോൾ ഇവിടുത്തെ വെതറിൽ ചൂടാണ്. ഞാനിപ്പം വല്ല ഓസ്ട്രേലിയയിൽ വെക്കുന്ന ജാക്കറ്റോ അല്ലെങ്കിൽ US വെക്കുന്ന ജാക്കറ്റോ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളകത്ത് വേർത്തെന്തോ കംഫർട്ടബിൾ ആയിരിക്കില്ല. ശരിയാണ്. കുറേ സമയം നമ്മൾ പോകുമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പല ടെക്നോളജി എന്ത് ചെയ്തു, ക്രാക്ക് ചെയ്തു. കാരണം ഇതൊരിക്കലും ചൂട് അധികം ജനറേറ്റ് ചെയ്യരുത്. സോ കൂൾ റഷ് ടെക്നോളജി, അത് നമ്മളൊരു പെർട്ടിക്കുലർ ടെക്ക് ക്രാക്ക് ചെയ്തു. ബ്രീതബിലിറ്റി, നിങ്ങളായിരിക്കേണ്ട ബ്രീതബിലിറ്റി ആൻഡ് UV പ്രൊട്ടക്ഷൻ ഈസ് 2 എക്സ്ട്രീമാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാണ്. അതൊന്നും ഞാൻ പറയുന്ന ഓൾ ഓഫ് സഡൻ എല്ലാം ക്രാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം കസ്റ്റമർ പറഞ്ഞു വേർക്കുന്നു, ചൂടാണ്, ശരിയാണ്, ടാനൊന്നും ആവുന്നില്ല, പക്ഷെ വേർത്തിട്ട് എന്തായി, സ്വെറ്റ് ചെയ്തിട്ട്. ഇതിപ്പോ പ്രൊഡക്റ്റ് ബിൽഡിംഗിൽ ഒരു മാസ്റ്റർ ക്ലാസ് ആയി മാറുമല്ലോ. അല്ല, അങ്ങനെയല്ല, ഞാൻ ഹൗ വി സോൾവ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി പറയുന്നത്. സോ ഇത് അറിയേണ്ട സാധനങ്ങളാണ്. കാരണം അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഹൗ യു ബിക്കം ദ മാർക്കറ്റ് ലീഡർ, ദാറ്റ്സ് ഹൗ യു ക്രിയേറ്റ് എ കാറ്റഗറി. ആൻഡ് നോട്ട് ജസ്റ്റ് ദിസ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റാണ് നമ്മളെ പഠിപ്പിച്ചത് വളരെ ഡെപ്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. പ്രോഡക്റ്റിൽ ഏത് രീതിയിലും പോയിട്ട് ഇൻഫർമേഷൻ എടുക്കുക, ഇൻസൈറ്റ്സ് എടുക്കുക, റിവ്യൂ ഫീഡ്ബാക്ക് എടുത്തിട്ട് കീപ് ഇംപ്രൂവൈസിങ്. നോ പ്രോഡക്റ്റ് ഈസ് ഗുഡ് എന്താ പറയുക എല്ലാപ്പോഴും. ഇപ്പം ഗുഡ് ആയിരിക്കും, ഇപ്പം എക്സലന്റ് ആയിരിക്കും. സോ ആഫ്റ്റർ 3 months കസ്റ്റമറെ വിളിച്ചോണ്ടേ ഇരിക്കുക. യെസ്, അവരായിട്ടുള്ള ഇന്ററാക്ഷൻ, സ്റ്റിക്കിനെസ്, അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
സോ അങ്ങനെ നമ്മൾ പല ഈ ബ്രീത്തബിലിറ്റിയും കൂളിംഗ് ടെക്നോളജി നമ്മൾ ക്രാക്ക് ചെയ്തപ്പോൾ ഇവൻച്വലി അവിടെ മനസ്സിലായി എന്തൊക്കെ ചെയ്താലും ചെറിയ സ്വെറ്റ് ഉണ്ടാവും. അവിടെ ഓർഡർ പ്രശ്നമാണ്. ഈ ജാക്കറ്റ് എപ്പോഴും വാഷ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഓർഡർ മാനേജ്മെന്റിന് നമ്മൾ എന്ത് ചെയ്തു, ആ ടെക്കും ക്രാക്ക് ചെയ്തു. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാനിട്ടിരിക്കുന്നത് ഓഫീസ് ജോഗേഴ്സാണ്. സോ ഐ ടെൽ യു, എൻ്റെ ഒരു പേഴ്സണൽ കംഫർട്ട് ഒബ്സഷൻ, ഞാനും മാത്രമല്ല എൻ്റെ ടീമും, ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും മാർക്കറ്റിങ്ങിലുള്ള പാസിലായിക്കോട്ടെ, നമ്മുടെ ടീം എല്ലാവരും ഇപ്പോൾ ഒരു കംഫർട്ട് ഒബ്സസ് ആളുകളായിട്ട്. കാരണം കോവിഡ് കഴിഞ്ഞ് ഓഫീസിലോട്ട് പോയപ്പോൾ ഫോർമൽസും ഡെനിമും ഷർട്ടൊക്കെ ഇട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുറെ പഠിച്ചു മറ്റേ വീട്ടിൽ നിന്നിട്ട്. അതെ യെസ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഇതൊരു ബുദ്ധിമുട്ടാണ്. അതിൽ പിന്നെ വേറൊരു വാലിഡേഷൻ ആയിരുന്നു. നമ്മളൊരു GT മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഹൈദരാബാദിൽ പോയപ്പം ഞാൻ ടീഷർട്ടും നമ്മളൊരു ട്രാവൽ ജോഗേഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് പോയത്. പുള്ളിക്ക് നമ്മളെ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എന്താ നിങ്ങൾ ബോസിനായിട്ട് പോകാൻ, നമുക്ക് ഡെസിഷൻ എടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനാണ് ബോസ്. അതെ, ഹലോ, ഐ ആം ദ ബോസ്. കാണാൻ അത്ര ലുക്കിൽ നിങ്ങൾ ഇത് തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ ബോർഡ് ഉണ്ട്, അങ്ങനല്ല. ഇത് ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ നമ്മൾ ചില ഡിസ്കഷൻസ് നമ്മൾ ബോർഡിനും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. കാരണം ആ ഒരു ഡിസ്കഷനും കാര്യങ്ങളും നടക്കണമല്ലോ. അപ്പം ഇതിൽ പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി, എൻഡ് ഓഫ് ദി ഡേ പീപ്പിൾ ഡു ജഡ്ജ് ബൈ യുവർ അപ്പിയറൻസ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നേരെ മറിച്ച് ഞാൻ IT കമ്പനീസിൽ പോകുമ്പോഴും അങ്ങനെയൊന്നും അധികം ഇതൊന്നും പ്രശ്നമില്ല. കാരണം അവർ ഇതായിട്ട് കിടക്കുന്നത്, കാരണം ആർക്ക് പിന്നെ അവർക്കത് നോർമലാണ്. യെസ്. ഇപ്പം ഷാനിട്ട പോലെ നമ്മളൊരു 40s 50s അടുത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ ചെറിയ, ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ കേട്ടോ, പുറത്ത് കുറച്ച് വിളിച്ചു അറിയൂ. അപ്പോൾ ആ രീതിയിലായപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ വി തോട്ട് വി നീഡ് എ വർക്ക് വെയർ, അത് വളരെ കാഷ്വൽ ലുക്കല്ല, അത് കുറച്ച് ഫോർമൽ ലുക്കിൽ ബട്ട് യെറ്റ് കംഫർട്ടബിൾ ആൻഡ് ഫങ്ഷണൽ. സോ വി സ്റ്റാർട്ടഡ് ബിൽഡിങ് അവർ വർക്ക് വെയർ കാറ്റഗറി. സോ ഓഫീസ് ജോഗേഴ്സ് എന്നുള്ളത് വാട്ട് വി വാണ്ടഡ് വാസ് ലുക്സ് വെരി ഫോർമൽ, നോട്ട് വെരി ഫോർമൽ ലൈക്ക് നോ, ലുക്സ് ഫോർമൽ ബട്ട് നമുക്കൊരു സ്വെറ്റ് പാൻസ് പോലെ ഫീൽ ചെയ്യണം, ആ കംഫർട്ട്. ആ ക്രിയേറ്റീവ് നിങ്ങൾ മാക്സിമം ഓടിക്കേണ്ടി ടെൽസന്റെ ബ്ലൂ സ്റ്റീക്കിന്റെ. ഓക്കെ, ആദ്യം പ്രൊഡക്റ്റ് ക്രാക്ക് ചെയ്യുക, പിന്നെ ക്രിയേറ്റീവ് ക്രാക്ക് ചെയ്യുക. ഇത് രണ്ടും ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് വരും, പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഇതാണ് നിങ്ങളൊക്കെ ഒരു പാറ്റേൺ ഞാൻ കാണുന്നത്. ദാറ്റ് ഈസ് സെയിം ഫോർ എവറി D2C കമ്പനി. ഇതിപ്പോൾ ഇതല്ല, ഇപ്പം ഷാനിന് അറിയാലോ കുറേ D2C കമ്പനീസ്. ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ ഫുഡ്സ് ആയാലും എല്ലാവരും ചെയ്യുന്നത് ഇറ്റ് ഇസ് ദ സെയിം തിങ്. ഐ എം ജസ്റ്റ് സെയിം, ഞാൻ എനിക്കും എന്താ വർക്ക് ചെയ്തെന്നൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അല്ല, പക്ഷെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ നമ്മളൊരു എപ്പിസോഡ് ഇരുന്നിട്ടില്ല. അത് ശരിക്കും ഒരു പ്രൊഡക്റ്റ് ബിൽഡിംഗ് മാസ്റ്റർ ക്ലാസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അല്ല, അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. കാരണം ബാക്കി കുറേ രീതിയിലുള്ള ഫോക്കസ്, പ്രൈമറി ഫോക്കസ് വിൽ ബി പ്രോഡക്റ്റ് ഫോർ അസ് ആൻഡ് ഫോർ എവർ. എന്നും ഇപ്പോഴും. ഇപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു വിയർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, നോ ഫീൽ അണ്ടീസ്, അണ്ടർവെയർ നോ ഫീൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അറിയരുത് സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ വി കോൾ ഇറ്റ് ആസ് നോ ഫീൽ അണ്ടീസ്. അതാണല്ലേ ഇവിടെ പിന്നെ എല്ലാരോടും ചോദിച്ചത് നിന്റെ ഏതാ ബ്രാൻഡ്. സോ ഐ കീപ് ടോക്കിംഗ് ടു എല്ലാവരുടെ അടുത്തും. ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നാളെ, ഇപ്പം അന്ന് ലാസ്റ്റ് നമ്മളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് BC അപ്രോച്ച് ചെയ്തു. ഞാൻ പുള്ളിൻ്റെ അടുത്തും ചോദിച്ചത് എന്താണ്, നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ ടീഷർട്ട് ഏതാ ഉപയോഗിക്കാറ്, നിങ്ങളെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. ഐ കീപ് ഹാവിങ് ദാറ്റ് കോൺവെർസേഷൻ. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഒബ്സെഷനാണ്. അത് പലപ്പോഴും ഇടയ്ക്ക് സ്കെയിലബിലിറ്റിനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ടോയെന്നും തോന്നിയിട്ടുണ്ട്, വല്ലാണ്ടുള്ള ഒബ്സെഷൻ. സംടൈംസ് വി ഓവർ ഡെലിവർ സാധനങ്ങൾ, അതായത് അതൊന്നും റെലവൻ്റ് ആയിരിക്കില്ല. സോ അതും നമ്മളെ ഇടയ്ക്ക് നമുക്ക് പറയാറുണ്ട്. അതിലൊരു എക്സാമ്പിളാണ്, അത് വളരെ കോമഡി ആയിരുന്നു. അതായത് നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ട്രാവൽ ജോഗേഴ്സിൻ്റെ ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക ഫ്രാഗ്രൻസ് ഇൻഫ്യൂസ്ഡ് ക്ലോത്തിങ് ഇടയിലൊരു ഐഡിയ കിട്ടി. അതായത് നമ്മൾ സ്മെല്ല്, ഓറഞ്ച് സിട്രിക് ആ സ്മെല്ല്, അത് നമ്മൾ ലോഞ്ച് ചെയ്തു. അത് നോബഡി ബോട്ട് ദാറ്റ് പ്രോഡക്റ്റ്. മേടിച്ചവരും എന്താ വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ നോബഡി വാണ്ട്സ് ഡീഫോൾട്ട് സ്മെൽ ഇൻ ദെയർ ഡ്രസ്സിൽ. ഓരോ ഒക്കേഷനും കാര്യങ്ങളും ആയിട്ടാണ് എന്ത് വേണ്ടത്, അവർക്ക് സ്മെല്ല് വേണ്ടത്. നമ്മളായിട്ടൊരു സ്മെല്ല് കൊടുക്കണ്ട. ഫെയിലായി, അങ്ങനെ തന്നെ ആ സ്റ്റോക്ക് അവിടെ പോയി, അത് വർക്ക് ആയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് വർക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ്. കറക്റ്റ്. ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫെയിലിയേഴ്സ് വരുന്നുണ്ട്. ഞാൻ മെജോറിറ്റി ഫെയിൽ ആയിട്ടുള്ളത്. നമ്മൾ പല പല പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക. ഓക്കെ, ഈ സാധനമാണ് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആ പ്രൊഡക്റ്റിൽ 10 ഫീച്ചർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫീച്ചർ കാരണമായിരിക്കാം ഇപ്പം ഫ്രേഗ്രൻസ് ഇൻഫ്യൂസ്ഡ്, അതിന്റെ ആവശ്യമല്ല. ഓക്കെ, അത് മാത്രം എടുത്ത് മാറ്റിയാൽ ഓക്കെ. അതിനുള്ളിൽ പ്രൊഡക്റ്റ് നൗ മസ്കിറ്റോ റെപ്പലന്റ്. അതായത് ഈ പറഞ്ഞ ടെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊതുക് എന്ത് ചെയ്യില്ല. ഇപ്പോൾ ഓഡമോസും മറ്റേ സാധനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ക്യൂരിയസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ സെക്യൂരിറ്റി ഗാർഡ്സ്, ഇത് ശരിക്കും ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളവരെ ഫിനിഷാണ് ചെയ്യാറ്. കാരണം ടെക്നിക്കൽ അപ്പാരലിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അതാണ്. അതായത് ആർമി, സോൾജേഴ്സ്, അല്ലെങ്കിൽ എലീറ്റ് ഹൈക്കേഴ്സ്, സ്പോർട്സ് അത്ലീറ്റ്സ്, അവർക്കാണല്ലോ അവർ എക്സ്ട്രീം വെതറിലോട്ട് എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പോൾ അവിടെയാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡെമോക്രറ്റൈസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബ്ലൂ ടൈക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരെയും കൊണ്ടുവരികയാണ്. അത് എല്ലാവർക്കും വേണം. നമ്മളും വെയിലും ഉള്ളുണ്ട്, നമ്മൾ വേർക്കുന്നുണ്ട്. കറക്റ്റ്. നമുക്കും ഈ പറഞ്ഞ ഫങ്ഷനാലിറ്റീസ് ഒക്കെ വേണം. ബിയോണ്ട് ഫാഷൻ, ബിയോണ്ട് ജസ്റ്റ് ഡ്രസ്സിന്റെ യൂട്ടിലിറ്റി, അതിനെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ബ്ലൂ ടൈക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് വെറുതെ അത് കൊണ്ടുവന്ന് ആ കഥ പറയലല്ല. അതെ, ശരിക്കത്തുള്ള ആവശ്യങ്ങൾക്ക് അലൈൻ ചെയ്യണം. അതെ, ഈ പറഞ്ഞ പോലെ പെർഫ്യൂം ഇൻഫ്യൂസ് ക്ലോത്തിങ് ഒക്കെയാണ് അതിലുള്ള റിയാലിറ്റി. അതൊന്നും ആർക്കും ആവശ്യമില്ല. ഈ സംഭവം ഓവറാക്കണ്ട. അല്ല, കറക്റ്റ്, ശരിക്കും പറഞ്ഞാൽ അതാണ്, ഓവർ ആക്കണ്ട, ആവശ്യം മീറ്റ് ചെയ്താൽ മതി. അത് നെവർ ഓവർ ഡെലിവർ വിച്ച് ഇസ് നോട്ട് റെലവെന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മസ്കിറ്റോ റെപ്പലന്റ് ഒരിക്കലും സാധാരണക്കാരന് അങ്ങനെ അത്ര ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു സെക്യൂരിറ്റി ഗാർഡിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോർപ്പറേറ്റ് ഓർഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്രയും വലിയൊരു മാർക്കറ്റും അല്ല, മാർക്കറ്റ് ചെയ്യാൻ മാത്രം. അപ്പൊ നമ്മൾ പറഞ്ഞ ശരിക്കും നമ്മൾ വെറുതെ ബാക്ക് എൻഡിൽ മാത്രം ഡെവലപ്പ് ചെയ്യാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി കസ്റ്റമർ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാം. മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് വിയറിൽ നമ്മൾ ഈ പറഞ്ഞില്ല, ഓഫീസ് ജോഗേഴ്സ്, ഈ പറഞ്ഞ കംഫർട്ടും കാര്യങ്ങളായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തു. ഒഫീഷ്യൽ ലുക്കും എന്നാല് പിന്നെ ജോഗേഴ്സിന്റെ കംഫർട്ടും. യെസ്. അപ്പോൾ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ടീമും നന്നായിട്ട് പഠിച്ചു. നമ്മളെ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ടീം നന്നായിട്ട്, അതായത് പ്രൊഡക്റ്റ് മാത്രമല്ലല്ലോ, അത് മനസ്സിലാക്കി കൊടുക്കണ്ടേ, അതിലും അവർ മാസ്റ്റേഴ്സ് ആയി. അപ്പോൾ വി ഗോട്ട് മോർ കോൺഫിഡൻസ്. അതായത് ഇനിയും പ്രോബ്ലം സോൾവ് ചെയ്യണം. വി വർ ലൈക്ക് സൂപ്പർ ക്യൂരിയസ് ഗോയിങ് അറൗണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങി. സോ ഓഫീസ് ജോഗേഴ്സിന്റെ പേരെ നമ്മൾ പെർഫോമൻസ് ഷർട്ട് കൊണ്ടുവന്നു. കാരണം ആർക്കും അയൺ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ടീഷർട്ട് ഇടാൻ ഒരൊറ്റ കാര്യം, പൈസ കൊടുത്തിടുന്ന അവിടെ പ്രസ്സിംഗ് കമ്പനിക്ക് താല്പര്യം ഉണ്ടോ? അല്ല, അവിടെ കൊണ്ടേ കൊടുക്കണമല്ലോ. ഞാൻ സ്ഥിരമായി ടീഷർട്ട് ഇടാൻ ഒറ്റ റീസണേ ഉള്ളൂ, എനിക്ക് അയൺ ചെയ്യാൻ വയ്യ, അതിൽ നമുക്ക് കൊടുക്കണം വയ്യ, ഇതൊക്കെ ഉണ്ട്. അല്ല, അതിൽ നമുക്കൊരു കമന്റ്, ഒരു കസ്റ്റമർ വളരെ രസത്തിൽ കമന്റ് ചെയ്തിരുന്നു, റിവ്യൂ. നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്നത് ഷർട്ടല്ല, ഈ ഇസ്തിരി ഇടുന്ന ധോത്തി, അവരെയാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ആലോചിച്ചിട്ടില്ലായിരുന്നു. കറക്റ്റ്. അപ്പൊ ആ റിവ്യൂ കാര്യം കസ്റ്റമറായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാൻ കാരണം കറക്റ്റ്, കസ്റ്റമറോട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അത് GT-യിലാണെങ്കിലും നമ്മൾ തന്നെ ഡയറക്റ്റ് പോയിട്ട് ഇപ്പം സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ ഇൻപുട്സ് കിട്ടും. അത് സ്റ്റാഫിനല്ല, കസ്റ്റമറായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യണം. ഇപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി മുതൽ എല്ലാ പോഡ്കാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കും നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ, ഈ പോഡ്കാസ്റ്റിന്റെ റേറ്റിംഗ് എന്താണ്? ഓക്കെ, അപ്പൊ അതിന്റെ ചെറിയ റേറ്റിംഗ് വരെ നമുക്ക് ഒരേ വിളിച്ചു നോക്കാലോ. യെസ്. ഐ തിങ്ക് ഐ ഷുഡ് ഡു ദാറ്റ്. വി ഡു ചെക്ക് ദാറ്റ്. ലൈക്ക് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇല്ലായിരുന്നു നമ്മൾ, പിന്നെ NPS കോൾ നമ്മൾ ചെയ്യും, നെറ്റ് പ്രൊമോട്ടർ സ്കോർ എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ D2C കമ്പനീസും. ബട്ട് നമ്മൾ സർട്ടൈൻ പ്രോഡക്ട്സിന് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിൽ റേറ്റിംഗ് ചോദിക്കും. സോ ടു ബി ഹോണസ്റ്റ്, പ്രോഡക്റ്റ് എത്ര നന്നായാലും എന്ത് നന്നായാലും അവിടെ എത്തിക്കുന്നതിൽ പലപ്പോഴും വി ഫെയിൽ. അതായത് കസ്റ്റമർ ചിലപ്പം ലെറ്റ്സ് സേ ട്രാവൽ ജോഗേഴ്സ് ട്രാവൽ ചെയ്യുന്ന ആളാണ് ഓർഡർ ചെയ്യുക, അവന് 2 ദിവസം ഡെലിവറി ടൈം 3rd day ആയി കഴിഞ്ഞാൽ അവൻ്റെ ഓർഡർ ക്യാൻസൽ ആവും. ക്യാൻസൽ ആവാൻ മാത്രമല്ല പുള്ളിക്കും ബുദ്ധിമുട്ടാവും, പുള്ളി ഇത് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെ. അപ്പോൾ പലപ്പോഴും ഈ കസ്റ്റമർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്യുക. അതെ, നമ്മളെ മറ്റേ ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സോ ബ്ലൂ ഡാർട്ടിനോ DHL-നോ അവരെല്ലാം ട്രസ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ്, ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇവിടെയും ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമ്മൾ ഓവർകം ചെയ്യണം. സോ സപ്ലൈ ചെയിൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മേക്കിംഗ് ഷുവർ ദാറ്റ് ഇറ്റ് റീച്ചസ് ഓൺ ടൈം, കറക്റ്റ് ഷേപ്പിലെത്തണം പല രീതിയിലും. ഇൻ ബിറ്റ്വീൻ നമ്മളിവിടെ ഇഷ്യൂസ് ഉള്ളത് പ്രൊഡക്റ്റ് സ്റ്റീൽ ശരിക്കും കട്ട് ചെയ്ത സാധനം മിസ്സാവും, വേറെ പ്രൊഡക്റ്റ് പോകും. ബട്ട് കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളാണ്. അതെ. അപ്പോൾ അത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ വി ട്രൈ അവർ ബെസ്റ്റ്. ഐ എം നോട്ട് സെയിങ് 100% ദാറ്റ് വിൽ ഹാപ്പൻ, പക്ഷെ വി കീപ് ട്രൈങ്. അതിൽ എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഞാൻ ബ്ലൂ ടൈക്ക് തുടങ്ങുമ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ എടുത്ത്, പുള്ളിയാണല്ലോ ഈ ചെരുപ്പിൻ്റെ ഒക്കെ ഒരു ഫൗണ്ടർ. അതെ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയപ്പോൾ VKC മുഹമ്മദ് കോയ, മുഹമ്മദ് കോയ എന്നാണ്, മുഹമ്മദ് കോയ. അപ്പോൾ പുള്ളി ഒരു സോഷ്യൽ
ശരിയാണല്ലോ, നൗഷാദ്ഖാനെ മാത്രം കൊണ്ടുവന്നാൽ പോരാ, VKCനെ തന്നെ കൊണ്ടുവരണം. വലിയപ്പോ ഇപ്പോൾ കുറച്ചും കൂടി സോഷ്യൽ ആക്ടിവിറ്റീസിലും അതിലൊക്കെയാണ് കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ആളെടുത്ത് ഞാൻ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞ് ആദ്യം പോയപ്പം ആളൊരിക്കലും ഇത്ര ടേൺ ഓവർ ചെയ്യണം, ഈ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കണം, ആ രീതിയിലൊന്നുമില്ല എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. പറഞ്ഞ വാക്ക് പാലിക്കണം, നാട്ടുകാർക്ക് നല്ലത് ചെയ്യണം. അപ്പോൾ അന്ന് കേട്ടോ ഞാൻ വിചാരിച്ചത് സിമ്പിളാണല്ലോ കാര്യങ്ങൾ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ ടൈമിൽ ഡെലിവർ ചെയ്യാൻ പറ്റാത്തത്, അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ദീസ് ആർ വെരി പവർഫുൾ. ഇതാണ് സംഭവം. ഇത് ചെയ്യുന്നത് ശരിക്കും ബുദ്ധിമുട്ട് തന്നെ. ഈ പറഞ്ഞ വാക്ക് പാലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിംഗ് പേജിൽ 3 to 4 days ഡെലിവറി ആണല്ലോ, എത്തിക്കൊള്ളണം, എത്തിക്കേണ്ട നമ്മൾ. അതാണല്ലോ നമ്മളെ കമ്മിറ്റ്മെന്റ്. അതെ. ക്വാളിറ്റി ഇപ്പം അപ്പാരൽ വളരെ ആളുകളാണല്ലോ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ബാക്കി പല ഇൻഡസ്ട്രിയിലും ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്, കട്ടിംഗ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ സ്യൂയിങ് ഇല്ലേ, സ്റ്റിച്ചിങ്, അതിപ്പോഴും മനുഷ്യന്മാരാണ് ചെയ്യുന്നത്, മാനുവൽ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി 100% അച്ചീവ് ചെയ്യാന്നുള്ള പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ചെറിയ സ്കിപ്പ് സ്റ്റിച്ച് വരും, ചില ത്രെഡ് പോകില്ല. അപ്പോൾ പല ഇഷ്യൂസ് ഉണ്ടാവും. പല ഫാബ്രിക് ബാച്ചസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പോലും ചിലത് എന്ത് വരും, എബ്രഷൻ ഇഷ്യൂസ് വരും. അപ്പോൾ ഐ റിയലൈസ് ദാറ്റ് ലൈക്ക് ദോസ് ടു അഡ്വൈസസ് ആർ എന്താ പറയുക, ഗോൾഡൻ. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ എവിടെയായിരുന്നു ലാസ്റ്റ് എത്തിയത്, ഇവിടേക്ക് എത്തി. നമ്മൾ ബേസിക്കലി നമ്മൾ പറഞ്ഞ ആ പ്രൊഡക്റ്റിന്റെ എന്താണ് പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, പ്രൊഡക്റ്റ് ശരിക്കും അതിൻ്റെ അകത്ത് ഒബ്സസ്ഡ് ആയിട്ട് തന്നെ പോകണം. നമ്മൾ പെർഫോമൻസ് ഷർട്ടിലെത്തി, നിങ്ങളപ്പോൾ പെർഫോമൻസ് ഷർട്ട് ലോഞ്ച് ചെയ്ത്, അപ്പോൾ നിങ്ങൾ അടുത്തത് ഓഫീസ് ജോഗേഴ്സ് ലോഞ്ച് ചെയ്തു, പെർഫോമൻസ് ഷർട്ടുകൾ ലോഞ്ച് ചെയ്തു, ഇനിയും കുറേ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യും. ഇനി പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമല്ലോ. പ്രോഡക്റ്റിന് ഞാൻ പറഞ്ഞല്ലോ, പ്രോഡക്റ്റ് ഓബ്സസ് തന്നെ ആയതുകൊണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നമുക്ക് എപ്പിസോഡ്. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എന്തുകൊണ്ട് കസ്റ്റമറെ കേൾക്കണം, എന്തിന് കസ്റ്റമറെ പ്രോബ്ലം അനുസരിച്ച് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം, ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്താൽ ഈ ക്രിയേറ്റീവ്സ് നന്നാകുമ്പോൾ എങ്ങനെയെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെയിൽസ് ക്രാക്ക് ആവും. ഇതൊക്കെ പറയുമ്പോൾ ഇനി എങ്ങോട്ടേക്കാണ് പോണത്? ഇപ്പോൾ ക്യുക്കമേഴ്സ് ഭയങ്കര പോപ്പുലർ ആണ്, അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? എന്താണ് ആ ഒരു ഏരിയനെ പറ്റി തോന്നുന്നത്? അല്ലെങ്കിൽ ക്യുക്കമേഴ്സ് പ്ലസ് പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് ഹ്യൂജ്, ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോ നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്ക് നല്ല ട്രാക്ഷൻ കിട്ടുന്നുണ്ട്, ആൻഡ് റിട്ടൻഷൻ ഈസ് ഹാപ്പനിങ്. അപ്പോൾ അവിടെ ഇന്റൻഷനലി വി ആർ മേക്കിംഗ് എവറി സെയിൽസ് ഹാപ്പൻ ഇൻ നമ്മളെ വെബ്സൈറ്റിൽ തന്നെ. കാരണം മാർക്കറ്റ് പ്ലേസസിൽ വിൽക്കുമ്പോൾ നമുക്ക് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ചാൻസസും ആക്സസും ഇല്ല. അതെ, കസ്റ്റമറോട് സംസാരിക്കാൻ പറ്റില്ല, പ്രൊഡക്റ്റ് നന്നാക്കാൻ പറ്റില്ല. യെസ്, പല രീതിയിലും കസ്റ്റമർ ചില ഫങ്ഷനാലിറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം നമ്മളെ ആൻറ്റി AC ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഐഡിയേഷൻ തുടങ്ങിയത് നമ്മൾ ഈ AC ഉള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഓഫീസിൽ തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം ഷാനിന് 24 ആണെങ്കിൽ എനിക്ക് 18 വേണം. കറക്റ്റ്. ആ ക്ലാഷ് നടക്കും. അപ്പം ആ ക്ലാഷ് നടക്കുമ്പം നമ്മൾ ആലോചിച്ചു, ഇത് ഒരു എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കിട്ടണമല്ലോ. ഇപ്പം AC കൂടുതൽ വേണം, ഇറവ് വേണം. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പം, ട്രെയിനിൽ പോകുമ്പം, പല രീതിയിൽ ബസ്സിൽ പോകുമ്പോഴൊക്കെ AC നമുക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു ആൻറ്റി AC ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് വളരെ ലൈറ്റ് വെയിറ്റിൽ വാംത്ത് തരുന്നത്. അതൊരു ഹീറ്റ് ട്രാപ്പ് ടെക്നോളജിയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ നമ്മളൊരു കസ്റ്റമർ, മാർക്കറ്റ് പ്ലേസിൽ മേടിച്ച കസ്റ്റമർ, ചിലപ്പം ആള് പേരോ വല്ലാണ്ട് ലാൻഡിംഗ് പേജിൽ പോയിട്ടുണ്ടാവില്ല, ആളത് മേടിച്ചിട്ടിട്ട് കാശ്മീരിൽ പോയി, ചൂടല്ല കാശ്മീരിൽ പോയി. അത് വിന്റർ ജാക്കറ്റ് അല്ല, അതൊരു വിന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫില്ലിങ്, കുറച്ചും കൂടി തിക്കറായിട്ടുള്ള, ഇപ്പോൾ ഓരോരോ ടെമ്പറേച്ചറിനും നമുക്ക് ഓരോ ജാക്കറ്റ്. ഇത് നമ്മൾ ദിസ് ഈസ് മെന്റ് ഫോർ നമ്മളെ AC ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ നേരെ മറിച്ച് അത് വെബ്സൈറ്റ് ആണെങ്കിൽ എനിക്കിപ്പം മാർക്കറ്റ് പ്ലേസിൽ ചില സ്ട്രക്ചർ ഉണ്ട്, എനിക്ക് ഇത്ര ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പലവരും റിട്ടേൺ സെന്റൻസസ് വായിക്കില്ല, നേരെ മറിച്ച് എന്താവും ക്രിയേറ്റീവ്സ് കാണും. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉള്ളത്, ആളുകളുടെ അടുത്ത് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ വന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ലാൻഡിംഗ് പേജും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ. ഇപ്പോൾ ക്രിയേറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസസിൽ അത്ര സംസാരിക്കാൻ പറ്റില്ല. അതെ. സോ ഇന്റൻഷനലി ഈ പറഞ്ഞ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒഴിവാക്കാനും ആ കസ്റ്റമർ നമ്മളെ വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അതെ, ഇത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ്, ഹാപ്പിലി നമ്മൾ റിട്ടേൺ എടുക്കും. അതെ. വി ഓഫർ ലൈക്ക് ഫ്രീ റിട്ടേൺസ്, നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. കാരണം വി ആർ വെരി ഷുവർ ഇഷ്ടപ്പെടാത്ത ആളുകൾ എടുക്കുക, വേറെ അവർക്ക് വേണ്ട കൊടുക്കുക, എല്ലാം പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റൻഷനലി നമ്മൾ വെബ്സൈറ്റിലാണ് സ്റ്റിൽ മെജോറിറ്റി ഓഫ് ആർ സെയിൽസ് ആർ ഹാപ്പനിങ്. മാർക്കറ്റ് പ്ലേസസിലും ഉണ്ട്. അത് ആ പല ഫീഡ്ബാക്ക് എടുക്കാൻ ഭയങ്കര ഈസിയാണ് വെബ്സൈറ്റ് ആവും. ഫീഡ്ബാക്ക്, ഇന്ററാക്ഷൻ, നമ്മൾ പല ഐഡിയാസും തന്നിട്ടുള്ളത് കസ്റ്റമറാണ്. ശരിയാണ്. അതായത് ഇപ്പം നമ്മൾ ഓഫീസ് ജോഗേഴ്സ് ഉണ്ടാക്കുമ്പോൾ പേഴ്സണലി എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് ലൈറ്റ് വെയിറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ ഒരു തിക്ക്, കുറച്ചും കൂടെ സെക്യൂർഡ് ആയിട്ടുള്ള ഫാബ്രിക് വേണം. ബട്ട് വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല. സോ ബൾക്കാണ് വേണ്ടത്, വിതൗട്ട് വെയിറ്റ്. അപ്പോൾ അതൊക്കെ ശരി കസ്റ്റമർ പ്രോബ്ലംസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ എൻ്റെ ഐഡിയേഷൻ ഹാപ്പൻസ്, then it goes മൊത്തം കമ്പനി ബിൽഡ് ചെയ്യുന്ന കസ്റ്റമർ പ്രോബ്ലംസിന്റെ മുകളിലാണ്. എക്സാക്ട്ലി. എനിക്ക് എല്ലാവരും അതന്നെ ചെയ്യുന്നത്. ഐ ആം ജസ്റ്റ് റിപ്പീറ്റിംഗ് ദാറ്റ്. അപ്പോൾ അത് ഐഡിയേഷനിലോട്ട് പോകുന്നു, NPD-ലോട്ട് പോകുന്നു, PMT, സാമ്പിളിംഗ്, ഡെവലപ്മെന്റ്, R&D ഹാപ്പൻസ് അറൌണ്ട് ദാറ്റ്. അപ്പോൾ ആ രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ. സോ വെബ്സൈറ്റ് ആണ്, മാർക്കറ്റ് പ്ലേസസിലുണ്ട്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് റീറ്റെയിലേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ സപ്ലൈങ്, നോട്ട് ടു എവറിബഡി. ബിക്കോസ് ഒരു ട്രഡീഷണൽ ഫാമിലി ടെക്സ്റ്റൈലിൽ പോയിട്ട് ഈ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത്ര അറ്റൻഷൻ കിട്ടിക്കോളുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പുള്ളു വരും, കാരണം നിങ്ങൾ ക്രിയേറ്റീവ്സ് എത്ര കൂടുതലാക്കണം, ആൾക്കാർ പോയിട്ട് ചോദിക്കും ഈ സാധനം ഇവിടെ ഉണ്ടോന്ന് ചോദിക്കും. അപ്പൊ റീറ്റെയിലേഴ്സ് കൊണ്ടുവെക്കും. അതെ. പക്ഷെ നമുക്ക് വി ആർ വെരി ഷുവർ ദാറ്റ് നമുക്ക് ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ പാടില്ല. ഇത് വേണ്ട ആളുകളുടെ തന്നെ ഈ പ്രോഡക്റ്റ് എത്തണം. ഇതിനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടൊന്നും യൂസ് ചെയ്തത്. ഈ പ്രോബ്ലം ഉള്ള ആളാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതെ. ഒരു ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ആ റവന്യൂ, ആ സ്കെയിലിംഗ്, നമ്മൾ വി ആർ വെരി മച്ച് ഷുവർ അബൌട്ട് ദിസ്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പം കൊടുക്കുന്നത് ബൈക്ക് ആക്സസറീസ് ഷോപ്പിൽ നമുക്ക് നല്ല ഓർഡേഴ്സ് വരുന്നുണ്ട് ഫോർ ആർ ജാക്കറ്റ്, ട്രാവൽ ജോഗേഴ്സ്. അങ്ങനെ നിങ്ങള് ബാൻഡിഡോസ് ആയിട്ട് നിങ്ങൾ അലൈൻ ചെയ്തിരുന്നോ? ഇല്ല. മേ ബി അവരായിട്ടൊന്ന് സംസാരിച്ചു. ഇനിയിപ്പോ ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ഇരിക്കും. ഓ നൈസ്. അപ്പോ ഞാൻ ഇത് കൊടുക്കാം, ആദ്യം ഇത് കൊണ്ടുപോയി സെല് ചെയ്യാം. നൈസ്. ഓക്കെ. അതെ. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. സോ വി ഗോണ ബി ലൈവ് ഇൻ ക്വിക്ക് കൊമേഴ്സ് സൂൺ. അത് നമ്മൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുള്ളൂ. അതെങ്ങനെ ഹൗ ദിസ് വിൽ ടേൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വളരെ ഏർലിയാണ്. മിന്ത്ര അപ്പം ക്യുക്കമേഴ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മിന്ത്ര ഈസ് എ വെരി ഗുഡ് കോൺട്രിബ്യൂട്ടിംഗ് മാർക്കറ്റ് പ്ലേസ് ഫോർ അസ്. അവിടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ M30 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലോട്ട് നമ്മൾ ഓൺബോർഡ് ചെയ്യാൻ പോവാണ്. അവർ 30 minutes ഡെലിവറി അങ്ങനെ എന്തോ ആണ് ഞാൻ മനസ്സിലാക്കി തന്നു. നൈസ്. ആമസോൺ ആണെങ്കിലും ഇപ്പം മിക്ക അർബൻ സിറ്റീസിലൊക്കെ 1 day ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കോയമ്പത്തൂരാണ് എൻ്റെ ഓഫീസും വീടൊക്കെ ഇപ്പം താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം കിട്ടുന്നുണ്ട്. സോ എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ആൻഡ് അഗെയിൻ ഇപ്പം നമ്മൾ ഫാഷൻ അല്ലാത്തതുകൊണ്ട് ഈ ട്രാവൽ ക്ലോത്തിങ്ങിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏർജൻസി ഉണ്ട്. ഇപ്പോൾ വർക്ക് വിയറിന് അത്ര ഏർജൻസി ഇല്ലെങ്കിലും അപ്പം ഡെലിവറി ഡേയ്സ് ആർ ഗെറ്റിംഗ് മോർ ഇമ്പോർട്ടൻറ്റ്. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം എർജൻസി ഇല്ലെങ്കിലും ഞാനൊക്കെ പ്ലാനിങ് നിർത്തിപ്പോയിട്ടുണ്ട്. എന്നോ നിർത്തിപ്പോയിട്ടുണ്ട്. അത് ഇങ്ങനെ വാങ്ങിക്കേണ്ട സാധനം. ഫോർ എക്സാമ്പിൾ നാളെ പെരുന്നാളാ, പോഡ്കാസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വലിയ പെരുന്നാളോ. പക്ഷെ ഞാൻ ഇതുവരെ ഡ്രസ്സ് മേടിച്ചിട്ടില്ല. ലാസ്റ്റ് മിനിറ്റ് പോയി. കാരണം അത് ഇമ്പോർട്ടൻ്റ് അല്ല. നേരെ പോവാ, വാങ്ങിക്കുക, എവിടെന്നെങ്കിലും വാങ്ങിക്കുക. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ എത്ര പ്രാവശ്യം ക്യുക്കമേഴ്സ് ആപ്സ് ഇവിടെ യൂസ് ചെയ്യുന്നു. കോഴിക്കോട് തന്നെ ഈ ഒരു 4-5 മാസത്തിനിടയ്ക്ക് ഇൻസ്റ്റാമാർട്ട് ലോഞ്ചായി, ബിഗ് ബാസ്ക്കറ്റ് 10 minutes ലോഞ്ചായി, ബ്ലിങ്കിറ്റ് ലോഞ്ചായി. ഇനി സെപ്റ്റംബർ കൂടി വരാനുള്ളൂ. ആ ഒരു ഇൻഡസ്ട്രി ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഇനി 1 day 2 day വിത്തിൻ എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. ഇതായിരിക്കാം ഇനി ഒരു പാറ്റേൺ വരാൻ പാടും. 10 ഇന്നോ കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇന്ന് തന്നെ കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പം മേ ബി ഇൻ 2-3 hours. ഐ സീ ദാറ്റ് റിയലി പിക്കിംഗ് അപ്പ്. ഇപ്പം നിഹാൽ പറഞ്ഞപ്പോൾ ഒരു സാധനം കൂടി എനിക്ക് ഇതാക്കാൻ ഞങ്ങൾക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ക്യുക്കമേഴ്സ് ഈസ് ഗോയിങ് ടു, അത് 2 കൊല്ലം മുമ്പേ വി ഹാഡ് ഫിഗേർഡ് ദാറ്റ് ഔട്ട്. ക്യുക്കമേഴ്സ് ഭയങ്കര സംഭവം. അതുകൊണ്ട് ഞങ്ങളൊരു ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഷോപ്പിഫൈയിൽ എങ്ങനെ ക്യുക്കമേഴ്സ് ചെയ്യാം. സോ വാട്ട് വി എൻവിഷൻ ഇസ് ഈ ലോക്കൽ ഡെലിവറി 1 hour ഡെലിവറി ചെയ്യുന്ന ഫ്ലീറ്റ്സ് ഉണ്ടാവും ഓരോ സിറ്റികളിലും. നിങ്ങളെപ്പോലെ ബ്രാൻഡ്സ് പ്രിഫർ ചെയ്യുക സ്വന്തം വെബ്സൈറ്റിന് വിൽക്കാനാണ്. ബിക്കോസ് യു ക്യാൻ ടോക്ക് ടു ദ കസ്റ്റമർ. അപ്പോൾ നിങ്ങൾ ക്യുക്കമേഴ്സ് എനേബിൾ ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ ഫെച്ച് ചെയ്യണമല്ലോ കസ്റ്റമറെ. എന്നാലേ ക്യുക്കമേഴ്സ് പ്രോഫിറ്റബിൾ ആവുള്ളൂ, അതായത് ഡെലിവറി ടീമിന് പ്രോഫിറ്റബിൾ ആവുള്ളൂ. സോ ആപ്പ് കൂടുതൽ വിൽക്കാൻ പറ്റുമെന്നില്ല. ഇപ്പോൾ റീസെന്റ് നമുക്ക് നമ്മളെ തേർഡ് പാർട്ടി വെയർ ഹൗസസ് ഒക്കെ അവർ നമുക്കിപ്പം ഗോകിക്ക് മുതൽ ഷിപ്പ് റോക്കറ്റിന്റെ വെയർ ഹൗസസ്, എമീസ, ഇവരൊക്കെ 1 day ഡെലിവറി അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്ര അവേഴ്സിന്റെ ഉള്ളിലുള്ള ഡെലിവറി ഒക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ഒന്ന് ഇവോൾവ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. ബട്ട് എൻറ്റയർ തിങ്കിങ് ഈസ് ഇത് ഇത്ര ആവശ്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ് 10 minute കൊണ്ട് കിട്ടിയാൽ ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ. അപ്പോൾ കറക്റ്റ് കസ്റ്റമർ ചിന്താഗതി അങ്ങനെ ആവുന്ന ഞാൻ പറയുന്നത്. അതായത് പിന്നെ അത് കിട്ടില്ല 10 minute.
അതായത് പ്ലാനിങ് ഇല്ലാണ്ടാവും 2-3 ദിവസം കാത്ത് വെക്കും. ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ആമസോണോ മിന്ത്രനൊക്കെ വാങ്ങിച്ചാൽ ഒരാഴ്ച എടുക്കും. ഇപ്പോഴും മിന്ത്ര വരാൻ ഐ തിങ്ക് ഇറ്റ്സ് 3-4 days എടുക്കും. അപ്പൊ ഞാൻ എന്തിനാണ് അവിടെ പോയാണ് വാങ്ങിച്ചാൽ പോരെ, ലാസ്റ്റ് മിനിറ്റ് വാങ്ങിച്ചാൽ മതി, പ്രശ്നമുള്ള കാര്യമല്ല. പ്ലാൻ ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ പോയി സെലക്ട് ചെയ്യണം, ഇതൊക്കെ എനിക്ക് ചോറയാ. അപ്പം കസ്റ്റമർ തിങ്കിങ് തന്നെ കൺവീനിയൻസിലേക്കായി മാറും. അത് ഡീഫോൾട്ട് ആവും. 10 minutes എന്നുള്ള ഡീഫോൾട്ടായി മാറും. സോ കസ്റ്റമേഴ്സ് വിൽ നോട്ട് സ്റ്റാർട്ട് പ്ലാൻ ചെയ്യില്ല, സ്റ്റോപ്പ് പ്ലാനിങ്. ക്വിക്ക് കോമേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് ഡെലിവറി ഡേയ്സ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് ക്യാൻസലേഷനും എന്താവും കൂടും. കാരണം പീപ്പിൾ ബിഹേവിയർ ആയിക്കോട്ടെ, അവർ യൂസ്ഡ് ആയിട്ടുള്ള സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, അതിൽ നിന്നൊക്കെ അവരെന്തായി മാറി. അപ്പോൾ D2C നമ്മളാണെങ്കിലും അത്രത്തോളം ഫാസ്റ്റർ ആവണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്യുക്കമേഴ്സ് ഏകദേശം കവർ ചെയ്ത് തോന്നുന്നു. Where do you see personal branding of founders or founder branding going? സോ ഞാൻ ഈ ഫൗണ്ടർ ബ്രാൻഡിങ് ഇതിന് മുന്നേ കുറച്ച് ഫൗണ്ടർ ബ്രാൻഡിങ് എന്ന് പറഞ്ഞുകൂടെ നമ്മളെ മീ ടോക്കിംഗ് അബൌട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് ആർ വി ട്രൈങ് ടു സോൾവ്, അല്ലെങ്കിൽ വൈ വി എക്സിസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങളും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. അതായത് ഫൗണ്ടർ വന്ന് സംസാരിച്ച കാര്യങ്ങൾ, ഫൗണ്ടർ ഓർ EGC, ഇപ്പം EGCs കുറച്ച് EGC എന്താണ്? എംപ്ലോയീസ് ജനറേറ്റഡ് കോണ്ടന്റ്സ് അല്ലേ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ വന്ന് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന ആ ഇൻഫ്ലുവൻസും ട്രസ്റ്റും, ഐ ഡോണ്ട് തിങ്ക് എനി ഇൻഫ്ലുവൻസ്, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഓർ പോപ്പുലർ സെലിബ്രിറ്റീസ് പറയുന്നതും പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് വരുന്നത്. ഇപ്പൊ റീസെന്റ് ഞാൻ ഹോൾ ട്രൂത്ത് ഫുഡിന്റെ പ്രോഡക്ട്സ് ഒക്കെ മേടിക്കും. ശശാങ്ക് ടൂ ഗുഡ് അല്ലേ. അതായത് ഞാനും അതിന്റെ കസ്റ്റമറാണ്. യെസ്, നമ്മൾ തന്നെ ഈ പോഡ്കാസ്റ്റിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര. അപ്പോ ആറ്റംബർഗിന്റെ ഐ തിങ്ക് അരിന്തമ്പോൾ, ഓ മൈ ഗോഡ്, ടൂ ഗുഡ്. ലിങ്ക്ഡിനിലൊക്കെ കറക്റ്റ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ എത്തിക്കുന്നുള്ള ഭാഗമായിട്ട് ഐ സി ഫൗണ്ടർ ബ്രാൻഡിങ് ആസ് എ വെരി ഗുഡ് ലെവറേജ്. പക്ഷെ ചെയ്യുന്നില്ല ഇപ്പം. അത് കുറച്ചും കൂടെ ഷാനാണെങ്കിലും ഞാൻ കാണുന്ന ആരാണെങ്കിലും എൻ്റെ അടുത്ത് കീപ് റിമൈൻഡിങ്. നിനക്ക് 16 ലക്ഷം ഉണ്ടാക്കിയപ്പോൾ ഓർമ്മല്ല? അതെ, അന്ന് ചെയ്ത വീഡിയോയിൽ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് മറന്നുപോയി. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറക്കുന്നുണ്ട്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യണം. ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന് ഫൗണ്ടർ ബ്രാൻഡിങ് ആവശ്യമുണ്ട്, കൂടിയാൽ മതി, അങ്ങോട്ട് കൂടുക, ഇന്റേണൽ സെയിലും ഉണ്ടാക്കുക, സംഭവം നിങ്ങൾക്ക് അടുത്ത ലെവലിൽ എത്തിക്കുക. സോ മാഫിയയിൽ ഉണ്ട്, നിഹാലിനെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം, പ്ലീസ്. ഓക്കെ, അപ്പം ഫൗണ്ടർ ബ്രാൻഡിങ് യു തിങ്ക് ദാറ്റ് ഈസ് വെരി റെലവൻറ്റ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആസ് എ ഫൗണ്ടർ കുറെ പണികൾ ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ. പക്ഷെ ഞങ്ങളെ പോലുള്ളവർ നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. യെസ്, ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഫൗണ്ടർ ബ്രാൻഡിങ് എന്നുള്ളത് കറക്റ്റ് ടേം ആയിരിക്കും. ബട്ട് വാട്ട് ഐ സീ ഇൻ ദാറ്റ് ഇസ് ടെല്ലിങ് എക്സാക്ട്ലി വാട്ട് ഇസ് ഇറ്റ് അബൌട്ട് യുവർ സ്റ്റോറി. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മളെക്കാട്ടി നന്നായിട്ട് ആർക്കും അറിയാൻ പറ്റും. നമ്മളെ എംപ്ലോയീസൊന്നും അല്ലാണ്ട് നമ്മളെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ CTOs CMOs ആയിക്കോട്ടെ, അവരെക്കാട്ടി നന്നായിട്ട് ആർക്കും അറിയാൻ പറ്റും. കറക്റ്റ്. കാരണം നമ്മളല്ലേ ഇത് ഡെയിലി നമ്മളെ പ്രൊഡക്ഷനിലുള്ള ആളുകളായിക്കോട്ടെ, അവർക്കാണല്ലോ അറിയത്. എക്സാക്ട്ലി. ഞാനേ പോഡ്കാസ്റ്റ് എടുത്താൻ പോവാ, കാരണം നോമ്പ് തുറക്കണം. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കൊരു ഫുൾ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഓൺ ഹൗ ടു ബിൽഡ് എ ഫാഷൻ ബ്രാൻഡ്. അത് പല D2C സംഭവങ്ങളും ഇതേ ഐഡിയോളജി. സോറി, അതെനിക്കൊന്ന് കറക്റ്റ് ചെയ്യണം. ബ്ലൂ ടൈഗർ തുടങ്ങുമ്പോൾ ബ്ലൂ ടൈഗർ കമ്പനിന്റെ പേര് ബ്ലൂ ടൈഗർ ഫാഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പൊ ഫാഷൻ അല്ല നമ്മളെ പ്രയോറിറ്റി, ഫംഗ്ഷൻ ആണ്. സോ വി സേ ഫംഗ്ഷൻ ഫസ്റ്റ്. അപ്പൊ അങ്ങോട്ടേക്കാണ് പോണേ. അപ്പം എഗെയിൻ ഐ തിങ്ക് ഇത് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ഇതായിരുന്നു. കഴിഞ്ഞ കൊല്ലം പിന്നെ നമ്മൾ ഒരു കൊല്ലായി, 1.5 കൊല്ലായി നമ്മൾ ഇതിന്റെ മുമ്പ് ഇരുന്നിട്ട്. പിന്നെ ഹൗ ഹാസ് യുവർ റവന്യൂ ഗ്രോത്ത്? യെസ്, അന്ന് ഇരുന്നതല്ല, ഇരുത്തിച്ചതാണ്. ഷാൻ പിടിച്ചിരുത്തിച്ചതാണ്. ഞാൻ ചായ മേടിച്ചതാന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് എവിടെയോ ഒരു ക്യാമറ വെച്ചിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോ സംസാരിക്കാൻ പറഞ്ഞിട്ട് അന്ന് നമ്മള് ഞങ്ങൾക്ക് 3 ക്യാമറ ഉണ്ട് കേട്ടോ. റിച്ചായി. അതെ, നിങ്ങൾ വളരെയധികം, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ആ ഇ-കോം ഷോസ് നിങ്ങൾ മാത്രമല്ല പലവരും കണ്ടിട്ട് എനിക്ക് ഷെയർ ചെയ്ത് വരാറുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾറെഡി കാണുന്നുണ്ട്, എന്നാലും എനിക്ക് റൗണ്ട് ചെയ്ത് എവിടെന്നൊക്കെ വീണ്ടും വരാറുണ്ട്. അടിപൊളിയാണല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. മലയാളത്തിൽ പറയുന്ന പോഡ്കാസ്റ്റിലല്ലോ സർ. അന്നത്തെ നമ്മൾ കംപ്ലീറ്റ് ഫോക്കസും നമ്മൾ ഇ-കോമിനേഷൻ വി ഗ്രൂ 10x. സോ എനിക്കിപ്പം പറയാൻ പറ്റും, വി ആർ ലൈക്ക് UV ക്ലോത്തിങ്ങിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ വി ആർ പ്രൊട്ടക്ടിങ് മോർ ദാൻ 4 lakh കസ്റ്റമേഴ്സ് ഫ്രം സൺ.
അടിപൊളി. Yeah. ഈ കോം ഷോയിൽ വന്നാല് നല്ല ഗ്രോത്ത് ഉണ്ട്. എപ്പോഴും കാരണമാണ് ആ ഗ്രോത്ത് ഉണ്ടായത് ആക്കി മാറ്റാ. അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും ഞാൻ പറയുന്നത്, സോ ബ്ലൂ ടൈഗ നമ്മളിപ്പം പറയുന്നത് ബ്ലൂ ടൈഗ ഇസ് എ ടെക്നിക്കൽ അപ്പാരൽ ബ്രാൻഡ്, ടെക് വെയർ. ഇപ്പം സ്മാർട്ട് വാച്ചസ് ഉണ്ട്, ഗ്ലാസസ് സ്മാർട്ട് ആവുന്നുണ്ട്, നമ്മളെ ഫാന് വരെ ഇപ്പം IoT കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്മാർട്ട് ആവുന്നുണ്ട്. സോ വി ഇനേബിൾഡ് ടെക് ഇൻ അപ്പാരൽസ്. നൈസ്. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. സോ ഇവിടെ വെച്ച് നമ്മൾ ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ ഒരു 10x വീണ്ടും അടിക്കട്ടെ. വീണ്ടും ആവട്ടെ. അപ്പോൾ ആ സമയത്ത് നീ ഒരു റൗണ്ടൊക്കെ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോം ഷോ ചെറിയൊരു ഫണ്ട് അങ്ങോട്ട് തരാം. എന്തായാലും തീർച്ചയായും. ഓക്കെ, സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ. താങ്ക് യു സോ മച്ച്.